Hello, good evening. Good evening, sir. Good evening, sir. Good evening, good evening. Last day question ഒക്കെ ചെയ്യാൻ നോക്കിയാൽ എല്ലാവരും. Yes, sir. Okay. So basically talking about the last day's session, we were discussing on the audit risk. Right. Audit risk, risk of material misstatement, അതുപോലെ തന്നെ ഗ്രൂപ്പ് ബേസ്ഡ് റിസ്ക്. ഈ ഏരിയസ് ഒക്കെയാണ് നമ്മൾ ലാസ്റ്റ് ഡേ ഡിസ്കസ് ചെയ്തിരുന്നത്. അതിൽ ഇന്നും നമ്മൾ റിസ്കിന്റെ ഏരിയ തന്നെയാണ് ഫോക്കസ് ചെയ്യുന്നത്. How with the slight change that ഇന്ന് നമ്മൾ ഫോക്കസ് ചെയ്യുന്നുണ്ടാവുക will be on the area of business risk. Business riskന്റെ ഏരിയയാണ് നമ്മൾ ഫോക്കസ് ചെയ്യാൻ പോകുന്നത്. So basically talking about the area of business risk, എന്താ business risk എന്ന് പറഞ്ഞാൽ what I mean by business risk? എന്തായിരുന്നു business risk എന്ന് പറഞ്ഞാൽ? Due to some certain circumstance, business can't achieve the goals. Exactly. അതായത് due to certain circumstances, എന്തൊക്കെയാണ് ഒരു ബിസിനസിന്റെ ഒബ്ജക്റ്റീവ്സ് അല്ലെങ്കിൽ ഗോൾസ്, ആ ഒബ്ജക്റ്റീവ്സ് അല്ലെങ്കിൽ ഗോൾസ് നമുക്ക് അച്ചീവ് ചെയ്യാൻ പറ്റുന്നില്ല. അത് പറ്റാത്തതിനെയാണ് നമ്മൾ എന്താണെന്ന് വിളിക്കുക, we will call it as business risk. Say for example, every company having their own objectives. നമ്മൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഒരു പെർട്ടിക്കുലർ കമ്പനിയെ കുറിച്ച് പറയാൻ നമുക്ക് പറയാം, ഒരു കമ്പനിയുടെ ഒബ്ജക്റ്റീവ് എന്ന് പറഞ്ഞാൽ മാക്സിമം പ്രോഫിറ്റ് ഏൺ ചെയ്യണം എന്നായിരുന്നു. ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് ആണ്, ACC ഇൻസ്റ്റിറ്റ്യൂട്ട് ആണ്. അവരുടെ ഇന്റൻഷൻ എന്ന് പറഞ്ഞാൽ ഓഫ്ലൈൻ ക്ലാസ്സസ് തുടങ്ങിയിട്ട് മാക്സിമം പ്രോഫിറ്റ് ഉണ്ടാക്കണം എന്നായിരുന്നു. ബട്ട് അൺഫോർച്ചുനേറ്റ്ലി ഈ ഓഫ്ലൈൻ ക്യാമ്പസ് തുടങ്ങാൻ സമയത്താണ് കൊറോണയുടെ ഇഷ്യൂ വരുന്നത്. സോ വാട്ട് വിൽ ഹാപ്പൻ ഇൻ ദാറ്റ് കേസ്? They won't be able to execute their strategy അല്ലെങ്കിൽ achieve their objective. It's a business risk. ഒരു പർട്ടിക്കുലർ കമ്പനി, ടെക്സ്റ്റൈൽ കമ്പനിയാണ്, അവരുടെ ബിസിനസ് റിസ്ക് അവരുടെ ഒബ്ജക്റ്റീവ്സ് എന്ന് പറയുന്ന മാക്സിമം പ്രോഫിറ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടായിരുന്നു. ബട്ട് അൺഫോർച്ചുനേറ്റ്ലി പെട്ടെന്നൊരു ഫയർ വന്നവരുടെ ഇൻവെന്ററി എല്ലാം കത്തിപ്പോയി, ടെക്സ്റ്റൈൽ പ്രോഡക്ട്സ് എല്ലാം നശിച്ചു പോയി. സോ ദാറ്റ്സ് എ ബിസിനസ് റിസ്ക്. അപ്പൊ ഇങ്ങനെ എന്തെങ്കിലും ഒരു സിഗ്നിഫിക്കന്റ് കണ്ടീഷൻ കാരണം കൊണ്ടോ, ഒരു ഇവന്റ് കാരണം കൊണ്ടോ, ഒരു സർക്കംസ്റ്റൻസ് കാരണം കൊണ്ടോ, ഒരു കമ്പനിയായിട്ട് ചെയ്യുന്ന ഒരു ആക്ഷൻ കാരണം കൊണ്ടോ, ഒരു കമ്പനിയുടെ ഭാഗത്തു നിന്നുണ്ടാകുന്ന ഒരു ഇനാക്ഷൻ കാരണം കൊണ്ടോ, ഡ്യൂ ടു എനി ഓഫ് ദീസ് ഇഷ്യൂസ് ഒരു കമ്പനിക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നില്ല, കമ്പനിയുടെ ഒബ്ജക്റ്റീവ്സ് അച്ചീവ് ചെയ്യാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ ആ കമ്പനിയുടെ സ്ട്രാറ്റജീസ് എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റുന്നില്ല, അതിനെയാണ് ബിസിനസ് റിസ്ക് എന്ന് പറയുന്നത്. അപ്പൊ സിമ്പിൾ ആയിട്ട് എന്താണ് ബിസിനസ് റിസ്ക് എന്ന് ചോദിച്ചാൽ നമുക്ക് എന്താന്ന് പറയാം, നമ്മുടെ കമ്പനിയുടെ ഒബ്ജക്റ്റീവ്സ് അച്ചീവ് ചെയ്യാൻ പറ്റാത്തതിനെ അല്ലെങ്കിൽ സ്ട്രാറ്റജീസ് എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റാത്തതിനെയാണ് നമ്മൾ ബിസിനസ് റിസ്ക് എന്ന് വിളിക്കുന്നുണ്ടാവുക. നോർമലി നമ്മുടെ എക്സാമിനർ നമ്മളോട് ചോദിക്കുന്നുണ്ടാവും ബിസിനസ് റിസ്കുകൾ ഐഡന്റിഫൈ ചെയ്യാനായിരിക്കും. സോ ബിസിനസ് റിസ്ക് ഐഡന്റിഫൈ ചെയ്യണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ വളരെ സിമ്പിൾ ആയിട്ട് നോക്കിയാൽ മതി. 3 രീതിയിലാണ് ബിസിനസ് റിസ്കുകൾ വരുന്നുണ്ടാവുക. There will be financial risk, operational risk ഉണ്ടാവും, കംപ്ലയൻസ് റിസ്ക് ഉണ്ടാവും. ഫിനാൻഷ്യൽ റിസ്ക് എന്ന് പറഞ്ഞാൽ ബേസിക്കലി എന്തായിരിക്കും, കമ്പനിക്ക് നെഗറ്റീവ് ആയിട്ടുള്ള ഓപ്പറേറ്റിംഗ് ക്യാഷ് ഫ്ലോസ് വരുന്നു, ഓപ്പറേറ്റിംഗ് ലോസസ് ആണ്, കമ്പനിക്ക് ഓൺ ടൈം പേയ്മെന്റ്സ് നടത്താൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ കമ്പനിക്ക് ആഡിക്വേറ്റ് നമ്മൾ ഫിനാൻസ് റേസ് ചെയ്യാൻ പറ്റുന്നില്ല. ഇതൊക്കെയാണ് ഫിനാൻഷ്യൽ റിസ്ക് എന്ന് പറയുന്നത്. ഓപ്പറേഷൻ റിസ്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കമ്പനിക്ക് ആഡിക്വേറ്റ് എമൗണ്ട് ഓഫ് റോ മെറ്റീരിയൽസ് കിട്ടുന്നില്ല, ലേബർ കിട്ടുന്നില്ല, കമ്പനിയുടെ പ്രോഡക്ട്സ് ഒക്കെ ഫോൾട്ടി ആയി പോകുന്നു, മിഷൻ ബ്രേക്ക് ഡൗൺസ് അല്ലെങ്കിൽ ഫെയിലിയേഴ്സ് ഉണ്ടാവുന്നു. ഇങ്ങനെ കമ്പനിയുടെ ഡേ ടു ഡേ ഓപ്പറേഷൻ ആക്ടിവിറ്റിനെ അഫക്ട് ചെയ്യുന്ന റിസ്കിനെയാണ് ഓപ്പറേഷൻ റിസ്ക് എന്ന് പറയാം. അതിനോട് കംപ്ലയൻസ് റിസ്ക് എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു, മേ ബി ഒരു കമ്പനിക്ക് എന്തൊക്കെ തരത്തിലുള്ള ലോ ആൻഡ് റെഗുലേഷൻ ആണ് കംപ്ലൈ ചെയ്യേണ്ടത്, കമ്പനിയുടെ ഈ ലോ ആൻഡ് റെഗുലേഷൻസ് കംപ്ലൈ ചെയ്യുന്നില്ല. കമ്പനി ഈ ലോ ആൻഡ് റെഗുലേഷൻസ് കംപ്ലൈ ചെയ്യാത്ത കാരണം കൊണ്ട് എന്ത് സംഭവിക്കുന്നു, കമ്പനിക്ക് പലതരത്തിലുള്ള പെനാൽറ്റീസ് അല്ലെങ്കിൽ ഫൈൻസ് കിട്ടുന്നു, അല്ലെങ്കിൽ കമ്പനിയോട് പറയുന്നു കമ്പനി തന്നെ നിർത്തിക്കോളാൻ ഗവൺമെന്റ് പറയാണ്. ഇങ്ങനെയുള്ള റിസ്ക് ആണ് കംപ്ലയൻസ് റിസ്ക് എന്ന് പറയാം. സോ ഇങ്ങനെ 3 രീതിയിലാണ് ബേസിക്കലി ബിസിനസ് റിസ്ക് വരുന്നുണ്ടാവുക. It can be in the form of financial risk, it can be in the form of operational risk, it can also be in the form of compliance risk. So ഇങ്ങനെ 3 രീതിയിലായിരിക്കും ബിസിനസ് റിസ്കുകൾ വരുന്നുണ്ടാവുക. സോ നിങ്ങൾ സിമ്പിൾ ആയിട്ട് ഇത്ര മാത്രം ഓർത്ത് വെച്ചാൽ മതി. Whatever may be the things that you believe that will affect a company's goals or objectives, ഒരു കമ്പനിയുടെ ഗോൾ അല്ലെങ്കിൽ ഒബ്ജക്റ്റീവിനെ അഫക്ട് ചെയ്യുന്ന തോന്നുന്ന എന്ത് കാര്യം നിങ്ങൾക്ക് എന്തായിട്ട് കാണിക്കാം, you can show it as a business risk. അത്ര മാത്രം ലോജിക്കലി ആലോചിച്ച് ചിന്തിച്ചു വെച്ചാൽ മതി. അപ്പം ഒരു കമ്പനിയുടെ ബിസിനസ് ആക്ടിവിറ്റീസിനെ അഫക്ട് ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും നമ്മൾ എന്തായിട്ടായിരിക്കും കൺസിഡർ ചെയ്യുന്നുണ്ടാവുക, we will be treating it as a business risk. ഇനി ബേസിക്കലി ബിസിനസ് റിസ്കിന്റെ കാര്യം പറയുമ്പോൾ നിങ്ങൾ ഇവിടെ നോക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. ബിസിനസ് റിസ്കിന്റെ ആൻസേഴ്സ് എഴുതുമ്പോൾ ഓഡിറ്റ് റിസ്ക് എഴുതുന്ന പോലെ അല്ല നമ്മൾ ബിസിനസ് റിസ്കിന്റെ ആൻസേഴ്സ് എഴുതുന്നുണ്ടാവുക. ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് ചോദിച്ചാൽ ഓരോരോ ബിസിനസ് റിസ്കിനെയും നിങ്ങൾ ഐഡന്റിഫൈ ചെയ്യണം. രണ്ടാമതായിട്ട് ഓരോരോ റിസ്കുകളെയും നിങ്ങൾ എന്തുകൊണ്ടാണ് അതൊരു ബിസിനസ് റിസ്ക് ആയെന്നുള്ള കാര്യം എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ടാവണം. ആൻഡ് മൂന്നാമതായിട്ട് ആ ബിസിനസ് റിസ്ക് കാരണം കൊണ്ട് എന്ത് ഇമ്പാക്റ്റ് ആണ് കമ്പനിയിൽ വന്നതെന്നുള്ള കാര്യം പറയണം. ഇനി നമുക്കറിയാം ഓഡിറ്റ് റിസ്ക് നമ്മൾ പറയുന്ന സമയത്ത് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സിന് മേലെ എന്ത് ഇമ്പാക്ട് വരും എന്നാണ് നോർമലി നമ്മൾ പറയാറ്. പക്ഷെ ബിസിനസ് റിസ്കിലേക്ക് വന്നു കഴിയുമ്പോഴത്തേനും നമ്മൾ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സിന് മേലെയുള്ള ഇമ്പാക്റ്റിനെ കുറിച്ചേ അവിടെ മിണ്ടുന്നുണ്ടാവില്ല.
Pagaram, we will be mentioning about the impact that have been created over the company's cash flows, company's profit margin, company's revenue, company's reputation or goodwill, brand name എത്രത്തോളം affected ആയിട്ടുണ്ട്. ഈ കാര്യങ്ങളൊക്കെ ആയിരിക്കും നമ്മൾ മെയിൻലി എംഫസൈസ് ചെയ്യുന്നുണ്ടാവുക. അല്ലാതെ അസറ്റ്സിന്റെ അണ്ടർസ്റ്റേറ്റ്മെന്റ് അല്ലെങ്കിൽ ഓവർ സ്റ്റേറ്റ്മെന്റ് എന്നുള്ള കാര്യം ആയിരിക്കത്തില്ല. അപ്പൊ മെയിൻലി ഓർത്ത് വെക്കുക, നമ്മൾ ബിസിനസ് റിസ്ക് എഴുതുന്ന സമയത്ത് ആദ്യമേ ബിസിനസ് റിസ്കിന്റെ കേസിൽ ഐഡന്റിഫിക്കേഷൻ പറയണം. അതായത് സിനാരിയോക്ക് ഏതാണോ ബിസിനസ് റിസ്ക് അത് നമ്മൾ നേരെ കയറി ഐഡന്റിഫൈ ചെയ്യുക. നമ്മൾ ഓൺ വേർഡ്സിൽ എക്സ്പ്ലെയിൻ ചെയ്യണം എന്ത് കാരണം കൊണ്ടാണ് ഒരു ബിസിനസ് റിസ്ക് ആവുന്നത് എന്നുള്ള കാര്യം. അതേപോലെ തന്നെ ബിസിനസ് റിസ്ക് ആണ് എഫ്എസിന്റെ അകത്തല്ല, പകരം നമ്മുടെ കമ്പനി വന്നേക്കുന്ന ഇമ്പാക്ട് എന്താണ്, കമ്പനി വന്നേക്കുന്ന ഇമ്പാക്ടിനെ കുറിച്ചാണ് നമ്മൾ സംസാരിക്കേണ്ടത്. അപ്പൊ നമ്മൾ പറഞ്ഞു മെയിൻലി ഇമ്പാക്ട് എന്ന് പറയുമ്പോൾ വിൽ ബി മെൻഷനിങ് അബൌട്ട് ദി ഇമ്പാക്ട് ഓവർ ദ കമ്പനീസ് ക്യാഷ് ഫ്ലോസ്, പ്രോഫിറ്റ് മാർജിൻ, റവന്യൂ, റെപ്യൂട്ടേഷൻ ഓഫ് ഗുഡ്വിൽ ആസ് വെൽ ആസ് ഓൺ ദ ബ്രാൻഡ് നെയിം. ഇങ്ങനെയായിരിക്കും നമ്മൾ പറയുന്നുണ്ടാവുക. മനസ്സിലായ എല്ലാവർക്കും? ഇസ് ഇറ്റ് ക്ലിയർ? Yes, sir. Okay, fine. So നമുക്കൊരു കാര്യം ചെയ്യാം. Well, we have discussed some set of business risk in our class. നമുക്ക് ജനറൽ ആയിട്ടുള്ള കുറെ ബിസിനസ് റിസ്കുകളെ കുറിച്ച് നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നു. We will just quickly brush through those business risk again, so that നമുക്ക് എങ്ങനെയായിരുന്നു ആ ബിസിനസ് റിസ്ക് എഴുതിക്കൊണ്ടിരുന്നത് എന്നുള്ളതിനെ കുറിച്ച് ഒരു ഐഡിയ ആവും. ആൻഡ് നമ്മൾ പറഞ്ഞിരുന്നു ബിസിനസ് റിസ്ക് എന്ന് പറയുമ്പോൾ അവിടെ സ്പെസിഫിക്കലി സ്റ്റാൻഡേർഡ്സ് ഇല്ല, അവിടെ അസംഷൻസ് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ നിങ്ങൾ പ്രയർ ക്വസ്റ്റൻസ് നല്ലപോലെ വായിച്ചു നോക്കുക to get an overall understanding about the way in which each of these business risks will be appearing in your exam. കാരണം അൾട്ടിമേറ്റ്ലി നമ്മൾ നോർമൽ ഓഡിറ്റ് റിസ്ക് എഴുതുന്നവർ ഒരിക്കലും നമുക്ക് ബിസിനസ് റിസ്ക് എഴുതാൻ പറ്റില്ല. അതുകൊണ്ടാണ് ബിസിനസ് റിസ്ക് നിങ്ങൾ എപ്പോഴും നോക്കണം എന്ന് പറയുന്നത്. സോ ഇവിടെ നോക്കിയേ, നമ്മളോട് ചിലപ്പോൾ സിനാരിയോയിൽ പറഞ്ഞിട്ടുണ്ടാവും ഒരു കമ്പനിക്ക് ഇന്റർനാഷണൽ ഓപ്പറേഷൻസ് ഉണ്ടെന്നുള്ള കാര്യം. സോ ഇൻ കേസ് ഇഫ് എ കമ്പനി ഹാവ് ഗോട്ട് ആൻ ഇന്റർനാഷണൽ ഓപ്പറേഷൻ, അവിടെ ഓട്ടോമാറ്റിക്കലി ബിസിനസ് റിസ്ക് ഉണ്ടാവും, മൾട്ടിപ്പിൾ ബിസിനസ് റിസ്ക് ഉണ്ടാവും. ഒരു കമ്പനിക്ക് ഇന്റർനാഷണൽ ഓപ്പറേഷൻസ് ഉണ്ടെങ്കിൽ നമുക്ക് ആദ്യം തന്നെ പറയാൻ പറ്റുന്ന കാര്യമാണ് ആ കമ്പനി ഒരു കൺട്രിയുടെ നാഷണൽ ലോ ആസ് വെൽ ആസ് ഇന്റർനാഷണൽ ലോ ഫോളോ ചെയ്യേണ്ടതായിട്ട് വരും. അവിടെ ഉണ്ടാകുന്ന റിസ്ക് എന്തായിരിക്കും? ദേ ക്യാൻ ബി ചാൻസസ് അറ്റ് എ പോയിന്റ് ചിലപ്പോൾ ഈ നാഷണൽ ഇന്റർനാഷണൽ ലോ ഫോളോ ചെയ്യാൻ പറ്റി എന്ന് വരില്ല. സോ ഇൻ ദാറ്റ് കേസ് എന്ത് സംഭവിക്കും? കമ്പനിക്ക് നോൺ കംപ്ലയൻസ് വിത്ത് ലോ ആൻഡ് റെഗുലേഷൻ കാരണം കൊണ്ട് റിസ്ക് ഫേസ് ചെയ്യേണ്ടതായിട്ട് വരും. അതുപോലെ തന്നെ നമുക്കറിയാം ഒരു കമ്പനി ഇന്റർനാഷണൽ ഓപ്പറേഷൻസ് ചെയ്യുന്ന സമയത്ത് ആ കൺട്രിയുടെ നാഷണൽ ഇക്കണോമി മാത്രം നോക്കിയാൽ പോരാ, അവർ ടോട്ടൽ ഗ്ലോബ് കൺസിഡർ ചെയ്യണം. സോ ഓട്ടോമാറ്റിക്കലി പൊളിറ്റിക്കൽ അല്ലെങ്കിൽ ഇക്കണോമിക് ഇൻസ്റ്റെബിലിറ്റീസ് ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. So they won't be able to predict their future. അപ്പോൾ uncertainties in the industry will be very high. അതുപോലെ തന്നെ നമ്മൾ പറയാണ് ഫോറിൻ എക്സ്ചേഞ്ച് ഇഷ്യൂസ് ഉണ്ടാവാനുള്ള ചാൻസും ഹൈ ആയിരിക്കും. അതായത് ഇന്റർനാഷണൽ ഓപ്പറേഷൻസ് ഉണ്ടാകുമ്പോൾ നമ്മളത് പ്രോപ്പർലി മാനേജ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ പ്രോഫിറ്റും ക്യാഷ് ഫ്ലോസും എല്ലാം എന്തായിരിക്കും? വൊളാറ്റൈൽ ആയിരിക്കും എന്ന് പറയുന്നതും റിസ്ക് ആണ്. ഇനി ഒരു കമ്പനിക്ക് ഒരു സിംഗിൾ സപ്ലയർ മാത്രമേ ഉള്ളൂ എന്ന് നിങ്ങളുടെ ക്വസ്റ്റ്യൻ മെൻഷൻ ചെയ്യണം. സോ നമുക്കറിയാം ഒരു സിംഗിൾ സപ്ലയർ മാത്രമേ ഉള്ളൂ എന്നുണ്ടെങ്കിൽ നമ്മുടെ ടോട്ടൽ പ്രൊഡക്ഷൻ സപ്ലൈ ചെയ്യുന്നത് ആ സിംഗിൾ സപ്ലയർ ആയിരിക്കും. സോ ഇൻ കേസ് എങ്ങാനും നമുക്ക് സപ്ലൈ ചെയ്യുന്നതിൻ്റെ അകത്ത് എന്തെങ്കിലും ഡിലേ വന്നു കഴിഞ്ഞാൽ വി വോണ്ട് ബി ഏബിൾ ടു മീറ്റ് ദ കസ്റ്റമർ ഡിമാൻഡ്സ്. അതുപോലെ തന്നെ നമ്മൾ പ്രൊഡക്ഷന് വേണ്ടിയിട്ട് ആവശ്യമായിട്ടുള്ള റോ മെറ്റീരിയൽസ് ആണ് പർച്ചേസ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ അതിന് എന്തെങ്കിലും ഡിലേ വന്നു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? ഹോൾട്ട് ഇൻ അവർ പ്രൊഡക്ഷൻ ഉണ്ടാവും. സോ ഓട്ടോമാറ്റിക്കലി വി വോണ്ട് ബി ഏബിൾ ടു മീറ്റ് ദ കസ്റ്റമർ ഡിമാൻഡ്സ്. ഇനി നമുക്ക് പറയാൻ പറ്റും റെഗുലേറ്ററി ഇഷ്യൂസ്, അതായത് നമ്മുടെ കമ്പനി എന്തെങ്കിലും ലോ ആൻഡ് റെഗുലേഷൻ കംപ്ലൈ ചെയ്യാനുണ്ട് എന്ന് പറയാണ്. സോ എപ്പോഴും നോക്കുക എന്ത് തരത്തിലുള്ള ലോ ആൻഡ് റെഗുലേഷൻ ആണ് കംപ്ലൈ ചെയ്യുന്നത്. ഒരു സിഗ്നിഫിക്കന്റ് ചേഞ്ച് ആണോ? കാരണം ഒരു സിഗ്നിഫിക്കന്റ് ചേഞ്ചുമായിട്ടാണ് നമ്മൾ കംപ്ലൈ ചെയ്യേണ്ടതെന്നുണ്ടെങ്കിൽ അവിടെ രണ്ട് റിസ്ക് ആണ് വരുന്നത്. കംപ്ലൈ ചെയ്ത് കഴിഞ്ഞുള്ള റിസ്ക് ഉണ്ട്, കംപ്ലൈ ചെയ്തിട്ടില്ലെങ്കിലുള്ള റിസ്ക് ഉണ്ട്. ഒരു സിഗ്നിഫിക്കന്റ് ചേഞ്ച് ഇൻ ലോ ആൻഡ് റെഗുലേഷൻ വരുമ്പോൾ നമ്മൾ ആ ഒരു പർട്ടിക്കുലർ ലോ ആൻഡ് റെഗുലേഷൻ വന്നേക്കുന്ന ചേഞ്ച് നമ്മൾ അത് എന്താണെന്നുള്ളത് കംപ്ലൈ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ അവിടെ എന്താ സംഭവിക്കുന്നതെന്ന് ചോദിച്ചാൽ ഇത്രയേ ഉള്ളൂ, ഓട്ടോമാറ്റിക്കലി വി വിൽ ബി ഇൻകറിംഗ് പെനാൽറ്റീസ് ആൻഡ് ഫൈൻസ്. ആൻഡ് അറ്റ് ദ സെയിം ടൈം നമ്മുടെ കമ്പനിക്ക് റെപ്യൂട്ടേഷണൽ ഡാമേജസ് ഉണ്ടാവും. എക്സിസ്റ്റിംഗ് കസ്റ്റമേഴ്സ് ഒക്കെ നമ്മളായിട്ട് കോൺട്രാക്ട് ക്യാൻസൽ ചെയ്യാനുള്ള ചാൻസ് ഉണ്ടാവും. ആൻഡ് അറ്റ് ദ സെയിം ടൈം നമ്മൾ ഈ ചേഞ്ച് ഇൻ ലോ ആൻഡ് റെഗുലേഷൻ എന്താണോ അതുമായിട്ട് കംപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? അൺവാണ്ടഡ് ആയിട്ടുള്ള ക്യാഷ് ഔട്ട്ഫ്ലോ ഉണ്ടാവും. ബിക്കോസ് കംപ്ലയൻസ് കോസ്റ്റ് വിൽ ബി വെരി സിവിയർ. ചിലപ്പോൾ കമ്പനി ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചേഴ്സ് ഒക്കെ നടത്തേണ്ടതായിട്ട് വരും. അത് കാരണം കൊണ്ട് നമുക്ക് പ്രോബ്ലംസ് ഉണ്ടാവും. അപ്പൊ ഇങ്ങനെ രണ്ട് തരത്തിലുള്ള റിസ്ക് ആയിരിക്കും വരുന്നുണ്ടാവുക. ഇനി നെക്സ്റ്റ്, ക്ലെയിം റിലേറ്റിംഗ് ടു എൻവയോൺമെന്റൽ ഡാമേജ്. നമ്മുടെ കമ്പനി എന്തെങ്കിലും തരത്തിലുള്ള എൻവയോൺമെന്റൽ ഡാമേജസ് വരുത്തി എന്ന് പറയാണ്. നമ്മുടെ കമ്പനി എന്തെങ്കിലും തരത്തിലുള്ള എൻവയോൺമെന്റൽ ഡാമേജസ് വരുത്തി കഴിഞ്ഞാൽ അവിടെ ഉണ്ടാവാൻ പോകുന്ന റിസ്ക് എന്താണെന്ന് ചോദിച്ചാൽ ഇത്രയേ ഉള്ളൂ. എൻവയോൺമെന്റൽ ഡാമേജസ് വരുത്തി കഴിയുമ്പോൾ ഓട്ടോമാറ്റിക്കലി ദേ വിൽ ബി സിഗ്നിഫിക്കന്റ് എമൗണ്ട് ഓഫ് റെപ്യൂട്ടേഷണൽ ഡാമേജ്. ആൻഡ് അറ്റ് ദ സെയിം ടൈം നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമുക്ക് പെനാൽറ്റീസ് ആൻഡ് ഫൈൻസ് ഉണ്ടാവാം. നമ്മളുമായിട്ട് സൈൻ അപ്പ് ചെയ്തേക്കുന്ന കോൺട്രാക്ട്സും എന്ത് ചെയ്തിട്ടുണ്ടാവും? അവർ ക്യാൻസൽ ചെയ്തിട്ടുണ്ടാവും. അതാണ് നമ്മൾ പറയുന്ന നെക്സ്റ്റ് റിസ്ക് എന്ന് പറയാം. So there can be chances that existing contracts will be cancelled. At the same time, we will be incurring certain types of penalties and fines. ഇനി നമ്മുടെ കമ്പനി ഡൈവേഴ്സിഫൈ ചെയ്തു, ഒരു പുതിയ ഇൻഡസ്ട്രിയിലേക്ക് ഡൈവേഴ്സിഫൈ ചെയ്തു, അല്ലെങ്കിൽ നമ്മുടെ കമ്പനി റാപ്പിഡ്ലി ഗ്രോ ആയിക്കൊണ്ടിരിക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടാവും.
So in case if our company is diversifying our operations, അവിടെ again significant റിസ്കുകൾ ഉണ്ടാവും. മെയിൻ കാര്യം എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ, എക്സിസ്റ്റിംഗ് ബിസിനസ്സിൽ നിന്ന് പുതിയൊരു ബിസിനസ്സിലേക്ക് പോകുന്നു എന്ന് പറയുന്നു. കമ്പനി എന്തെങ്കിലും ഒരു ഇൻവെസ്റ്റ്മെന്റ് ചെയ്യാൻ പോവാന്ന് പറയുന്നു. കമ്പനി എന്തെങ്കിലും പുതിയതായിട്ടൊരു സാധനം വാങ്ങി എന്നൊക്കെ പറയുന്നു. ഇതുപോലത്തെ സിറ്റുവേഷൻസിലെല്ലാം എന്താ സംഭവിക്കാന്ന് അറിയോ? There will be significant amount of cash flows. Cash outflows ഒരുപാട് ഉണ്ടാവും. So in case if a company have incurred significant amount of cash outflows, അവിടെ ഓട്ടോമാറ്റിക്കലി ഉണ്ടാവാൻ പോകുന്ന പ്രോബ്ലം എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? കമ്പനി വിൽ ഫേസ് ക്യാഷ് ഫ്ലോ ഡിഫിക്കൽട്ടീസ്. അതാണ് ഒരു റിസ്ക്. ക്യാഷ് ഫ്ലോ ഡിഫിക്കൽട്ടീസ് ഉണ്ടാവുന്നുള്ളത് മാത്രമല്ല, കമ്പനി ഒരു പുതിയ ഇൻഡസ്ട്രിയിലേക്കാണ് ഡൈവേഴ്സിഫൈ ചെയ്യാൻ പോകുന്നത്. സോ ദേ മൈ നോട്ട് ബി ഹാവിംഗ് മച്ച് ഐഡിയ അബൌട്ട് ദ ന്യൂ ഇൻഡസ്ട്രി. സോ അവിടെ എന്തുണ്ടാവാൻ പോകുന്ന റിസ്ക് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ഒരു ന്യൂ ഇൻഡസ്ട്രിയിലേക്ക് അവർ ചെല്ലുമ്പോഴത്തേനും എപ്പോഴും കമ്പനിക്ക് വരാൻ പോകുന്ന പ്രോബ്ലം ആണ്, they might not be having proper knowledge about the industry. So അവിടെ അവർക്ക് അൺവാണ്ടഡ് ആയിട്ടുള്ള എക്സ്പെൻസസ് ഇൻകർ ആവാം, അവരുടെ എക്സിസ്റ്റിംഗ് ബിസിനസ്സും അഫക്റ്റഡ് ആവാൻ ചാൻസ് ഉണ്ട്. ക്ലിയർ ആയോ? Yes, sir. Perfect. Reliance on a key customer. There are chances where our company might be focusing only on very few customers. നമ്മുടെ കമ്പനി വളരെ കുറച്ച് കസ്റ്റമേഴ്സിൽ മാത്രം ഫോക്കസ് ചെയ്താണ് ഓപ്പറേഷൻസ് നടത്തുന്നതെന്ന് പറയാം. So what happens in that case? നമ്മുടെ കമ്പനിക്ക് വളരെ കുറച്ച് കീ കസ്റ്റമേഴ്സ് മാത്രമേ ഉള്ളൂ എന്നുണ്ടെങ്കിൽ അവിടെ പ്രധാനമായിട്ട് ഉണ്ടാവാൻ പോകുന്ന ഒരു പ്രോബ്ലം ആണ്, ഈ കസ്റ്റമേഴ്സിനുള്ള ബാർഗൈനിങ് പവർ വിൽ ബി വെരി ഹൈ. സോ നമുക്ക് ഒരേ ഒരു ഓപ്ഷൻ മാത്രമേ ഉണ്ടാവുള്ളൂ. ഇൻ കേസ് ഇഫ് വി നീഡ് ടു റീറ്റെയിൻ ദ കസ്റ്റമർ, വി മൈ നീഡ് ടു റെഡ്യൂസ് ദ പ്രൈസ് ഓഫ് ദി പ്രോഡക്ട്സ്. സോ ഇൻ ദാറ്റ് കേസ് നമ്മുടെ പ്രോഫിറ്റ് മാർജിൻസ് കുറഞ്ഞു പോകും. സോ എപ്പോഴും ഓർത്ത് വെക്കുക, റിലയൻസ് ഓൺ ഫ്യൂ കസ്റ്റമേഴ്സ് ആണ് എന്നുണ്ടെങ്കിൽ ദേ വിൽ ബി ഓൾവേസ് ഹാവിംഗ് ഹൈ പവർ. Then next, changes in the key management. There are chances where there will be changes in the key management persons. നമ്മുടെ കമ്പനിയുടെ കീ മാനേജ്മെന്റ് പേഴ്സൺസ് മാറിയിട്ടുണ്ടാവും. സോ നമ്മുടെ കമ്പനിയുടെ കീ മാനേജ്മെന്റ് പേഴ്സൺസിന് എന്തെങ്കിലും ചേഞ്ച് സംഭവിച്ചാൽ എന്തായിരിക്കും പറ്റുന്നുണ്ടാവുക? പഴയ ഡയറക്ടേഴ്സ് പോയിട്ട് നമ്മൾ പുതിയ ഡയറക്ടേഴ്സിനെ അപ്പോയിന്റ് ചെയ്തിട്ടുണ്ടാവും. സോ പഴയ ഡയറക്ടേഴ്സ് പോയിട്ട് പുതിയ ഡയറക്ടേഴ്സ് അപ്പോയിന്റ് ചെയ്യുന്ന സമയത്ത് നമുക്കറിയാം, എന്താണെങ്കിലും പുതിയ ഡയറക്ടേഴ്സ് വന്ന് കയറുമ്പോൾ they won't be experienced. They will take substantial period of time to adjust with the company's activities. So over this period of time എന്ത് സംഭവിക്കാനുള്ള ചാൻസ് ഉണ്ട്? ഇവർ പ്രോപ്പർലി കാര്യങ്ങൾ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ കമ്പനിയിൽ എടുക്കുന്ന സ്ട്രാറ്റജീസ് മിസ്റ്റേറ്റഡ് ആയിരിക്കും. സോ ഓട്ടോമാറ്റിക്കലി തെറ്റായ സ്ട്രാറ്റജീസ് എടുത്തു കഴിഞ്ഞാൽ കമ്പനിക്ക് അൺവാണ്ടഡ് ക്യാഷ് ഔട്ട്ഫ്ലോസ് ഉണ്ടാവും. അതുപോലെ തന്നെ നമ്മുടെ കമ്പനിക്ക് കുറെ ലൈസൻസ് കിട്ടാനുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടാവും വിത്ത് റിഗാർഡിംഗ് ദ പ്രോഡക്ട്സ്. സോ നമ്മുടെ കമ്പനിക്ക് ലൈസൻസ് കിട്ടിയാൽ മാത്രമേ സെയിൽ ചെയ്യാൻ പറ്റത്തുള്ളൂ എന്നായിരിക്കും പറഞ്ഞിരിക്കുന്ന ഒരു പ്രോഡക്റ്റ്. നമ്മുടെ കമ്പനിക്ക് ലൈസൻസ് കിട്ടാനായിട്ട് ഒരുപാട് റെഗുലേഷൻസ് ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടാവും. അപ്പൊ അവിടെ ഓട്ടോമാറ്റിക്കലി നമുക്ക് പറയാൻ പറ്റുന്ന റിസ്ക് എന്തായിരിക്കും? In case if a company requires a license and if there is hell lot of procedures for obtaining that, there is always a risk that in case if the company have not received this license, they won't be able to continue with their sales. At the same time, till the date നമ്മൾ എത്രയാണോ ഈ ഒരു particular license വേണ്ടിയിട്ട് സ്പെൻഡ് ചെയ്തത്, we won't be able to recover that amount in near future. So which will differently affect the company's operations. ഇതായിരിക്കും നമ്മൾ പറയുന്നുണ്ടാവുക ലൈസൻസിങ് ഓഫ് പ്രോഡക്ട്സിനെ പറ്റിയിട്ട്. ഇനി there can be chances of having some sort of court case or bad publicity against the company. And in case of court case, നമുക്ക് എന്തായിരിക്കും ഫസ്റ്റ് പറയാൻ പറ്റുന്നത്? There can be chances of having penalties and fines which will incur significant amount of cash outflow to the company. And in addition to that, there can also be chances that അവിടെ എപ്പോഴും ഉണ്ടാകാൻ പോകുന്ന ഒരു പോസിബിലിറ്റി ആയിരിക്കും reputational damages for the company as well. ഇനി agreement for the use of brand name. So it may be clearly mentioned that the company might be using one another company's brand name. നമ്മുടെ കമ്പനി വേറെ ഏതെങ്കിലും കമ്പനിയുടെ ബ്രാൻഡ് നെയിം യൂസ് ചെയ്യുന്നതിനെ കുറിച്ചായിരിക്കും ക്വസ്റ്റനിൽ മെൻഷൻ ചെയ്തിട്ടുണ്ടാവുക. Keep one thing in mind, in case our company is using some other company's brand name, അവിടെ ഉണ്ടാവാൻ ചാൻസ് ഉള്ള പോസിബിലിറ്റി എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? നമ്മൾ പറയാണ് നമ്മുടെ കമ്പനി വേറെ ഏതെങ്കിലും കമ്പനിയുടെ ബ്രാൻഡ് നെയിം യൂസ് ചെയ്യുകയാണെങ്കിൽ ഫസ്റ്റ് തിങ് ഡെഫിനറ്റ്ലി നമുക്കറിയാം, ബ്രാൻഡ് നെയിം യൂസ് ചെയ്യണം എന്നുണ്ടെങ്കിൽ നമ്മൾ സിഗ്നിഫിക്കന്റ് എമൗണ്ട് ഓഫ് മണി ഇൻവെസ്റ്റ് ചെയ്താൽ മാത്രമേ ബ്രാൻഡ് നെയിം കിട്ടത്തുള്ളൂ. അപ്പൊ അത് കാരണം കൊണ്ട് നമുക്ക് എന്ത് ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്? ക്യാഷ് ഫ്ലോ ഡിഫിക്കൽട്ടീസ് ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. പ്ലസ് ഇൻ അഡീഷൻ ടു ദാറ്റ് നമ്മുടെ കമ്പനി നമ്മളോട് പറയാണ് അവർ മറ്റൊരു കമ്പനിയുടെ ബ്രാൻഡ് നെയിം യൂസ് ചെയ്യണമെന്നുള്ള കാര്യം. നമ്മുടെ കമ്പനി വേറെ ഏതെങ്കിലും കമ്പനിയുടെ ബ്രാൻഡ് നെയിം യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ അവിടെ ഉണ്ടാകുന്ന ഏറ്റവും മേജർ ആയിട്ടുള്ള മറ്റൊരു ഇഷ്യൂ ആയിരിക്കും നമുക്ക് അതേപോലെ തന്നെ ഈ ബ്രാൻഡ് നെയിം യൂസ് ചെയ്യുന്ന സമയത്ത് മറ്റേ കമ്പനി എന്തെങ്കിലും തരത്തിലുള്ള മോശമായ കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ ഇറ്റ് വിൽ ഓൾസോ അഫക്ട് അവർ സെയിൽസ് ആസ് വെൽ. സോ എത്രയാണോ എക്സ്പെക്ടഡ് റിട്ടേൺ നമ്മൾ എക്സ്പെക്ട് ചെയ്തിരുന്നത്, വി വോണ്ട് ബി ഏബിൾ ടു റിക്കവർ ദാറ്റ് എമൗണ്ട്. ക്ലിയർ ആയോ? Is that clear? Yes, sir. Okay. Skilled person. നമ്മുടെ കമ്പനി സ്കിൽഡ് പേഴ്സൺസിനെ യൂസ് ചെയ്തിട്ടായിരിക്കും നമ്മുടെ കമ്പനിയുടെ വർക്ക് ക്യാരി ഔട്ട് ചെയ്യുന്നുള്ള കാര്യം പറഞ്ഞിട്ടുണ്ടാവും. സോ കൺസിഡർ ദാറ്റ് അവർ കമ്പനി ഈസ് യൂസിങ് എ സ്കിൽഡ് പേഴ്സൺ. സോ നമ്മുടെ കമ്പനി സ്കിൽഡ് പേഴ്സൺസിനെ യൂസ് ചെയ്താണ് വർക്ക് ക്യാരി ഔട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ അവിടെ ഓട്ടോമാറ്റിക്കലി സംഭവിക്കാൻ പോകുന്ന പ്രോബ്ലം എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? നമ്മുടെ കമ്പനിയിൽ നിന്നുള്ള സ്കിൽ പേഴ്സൺസ് നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ
they might be joining the competitor entities. So we will use our competitive advantage, and at the same time, the competitor will gain that same competitive advantage. So we won't be able to carry out our operations, especially research and development team in the kind of point where സംഭവിക്കും നമ്മുടെ research phase നമുക്ക് complete ചെയ്യാൻ പറ്റില്ല, and at the same time നമ്മുടെ കമ്പനിയുടെ പ്രൊഡക്ഷൻ എല്ലാം അഫക്റ്റഡ് ആവും. ഇനി നിങ്ങളോട് ചിലപ്പോൾ ക്വസ്റ്റ്യൻ പറഞ്ഞിട്ടുണ്ടാവും, നിങ്ങളുടെ കമ്പനി ലക്ഷറി പ്രൊഡക്റ്റ് മാത്രം ഫോക്കസ് ചെയ്യുന്ന കമ്പനിയാണ്. So suppose if your company is focusing only on luxury products, and especially in case if there is any sort of recession in the country, അല്ലെങ്കിൽ എന്തെങ്കിലും തരത്തിലുള്ള economic problems ഒക്കെ ഉണ്ടെന്ന് നമ്മുടെ ക്വസ്റ്റ്യൻ മെൻഷൻ ചെയ്യണമെങ്കിൽ നമുക്ക് പറയാം ലക്ഷറി പ്രൊഡക്റ്റ് ആയതുകൊണ്ട് തന്നെ റിസഷൻ പീരീഡിൽ ആരും നമ്മുടെ പ്രൊഡക്ട്സ് കൺസ്യൂം ചെയ്യില്ല, നമ്മുടെ പ്രൊഡക്ട്സ് അവർ ആരും വാങ്ങിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ എന്ത് സംഭവിക്കും, നമ്മുടെ പ്രോഫിറ്റബിലിറ്റി ആൻഡ് ക്യാഷ് ഫ്ലോസ് അഫക്റ്റഡ് ആവും. ഇനി there can be chances that business expansion നമ്മൾ നടത്താൻ പോവാന്ന് പറഞ്ഞിട്ടുണ്ടാവും, and we might have raised finance through bank loan. നമ്മളൊരു ബിസിനസ് എക്സ്പാൻഷൻ നടത്തുവാണ്, and for which we are raising finance through bank loan എന്നാണ് പറഞ്ഞത്. അങ്ങനെയാണ് നിങ്ങൾ എപ്പോഴും ഓർത്ത് വെക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇത്രയേ ഉള്ളൂ. കൺസിഡർ ദാറ്റ് ഒരു ബിസിനസ് എക്സ്പാൻഷൻ നമ്മൾ നടത്തുന്നു, ആൻഡ് ബാങ്ക് ലോൺ വെച്ചിട്ടാണ് ആ ബിസിനസ് എക്സ്പാൻഷൻ നടത്തുന്നതെന്നുണ്ടെങ്കിൽ അവിടെ ഉണ്ടാവാൻ പോകുന്ന പ്രോബ്ലം എന്താണ് എന്ന് ചോദിച്ചാൽ, ഫസ്റ്റ് ഓഫ് ഓൾ ബാങ്കിന്റെ എക്സിസ്റ്റിംഗ് ലോൺ കോവിനൻസ് ബ്രീച്ച് ആവാൻ ചാൻസ് ഉണ്ട്. സോ ഓട്ടോമാറ്റിക്കലി ബാങ്കിന്റെ ടോട്ടൽ എമൗണ്ട് ഓഫ് ലോൺ നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും, ഇമ്മീഡിയറ്റ്ലി തിരിച്ച് റീപേ ചെയ്യേണ്ടതായിട്ട് വരും. ആൻഡ് ഇൻ അഡീഷൻ ടു ദാറ്റ്, അങ്ങനെ കമ്പനി എന്തെങ്കിലും തരത്തിലുള്ള ഒരു പർട്ടിക്കുലർ എമൗണ്ട് സ്പെൻഡ് ചെയ്യേണ്ടി വരികയാണെന്നുണ്ടെങ്കിൽ ഈ എമൗണ്ട് സ്പെൻഡ് ചെയ്യുന്ന ഒരു അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള ബിസിനസ് സ്ട്രാറ്റജിക്ക് വേണ്ടിയിട്ടല്ല എന്ന് വെച്ചു. സോ അപ്രോപ്രിയേറ്റ് ബിസിനസ് സ്ട്രാറ്റജിക്ക് വേണ്ടിയിട്ടല്ല ഈ എമൗണ്ട് സ്പെൻഡ് ചെയ്യുന്നുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കലി അവിടെ എന്ത് സംഭവിക്കും, പൂവർ ഇൻവെസ്റ്റ്മെന്റ് ഡിസിഷൻ കാരണം കൊണ്ട് വീണ്ടും അൺവാണ്ടഡ് ക്യാഷ് ഔട്ട്ഫ്ലോസ് ഉണ്ടാവും. ക്ലിയർ ആയോ? Is that clear, everyone? Yes, sir. Perfect. Then business expansion, non-compliance with regulation and advertising. നിങ്ങളോട് ക്വസ്റ്റ്യൻ തന്നെ മെൻഷൻ ചെയ്തിട്ടുണ്ടാവും, നമ്മുടെ കമ്പനിക്ക് അഡ്വർടൈസിംഗ് ആയിട്ട് റിലേറ്റ് ചെയ്ത് കുറേ റെഗുലേഷൻസ് ഫോളോ ചെയ്യാനുള്ളത്. സപ്പോസ് കൺസിഡർ ദാറ്റ് അഡ്വർടൈസിംഗ് റിലേറ്റ് ചെയ്തുള്ള റെഗുലേഷൻസ് എന്തൊക്കെയാണോ അത് നമ്മുടെ കമ്പനി ഫോളോ ചെയ്തിട്ടില്ല. സോ അഡ്വർടൈസിംഗ് റിലേറ്റഡ് റെഗുലേഷൻ നമ്മുടെ കമ്പനി ഫോളോ ചെയ്തിട്ടില്ലെങ്കിൽ എന്തായിരിക്കും ഓട്ടോമാറ്റിക്കലി സംഭവിക്കാൻ പോകുന്നത്? There can be chances that നമുക്ക് again penalties and fines ഉണ്ടാവാം with regarding the advertisement. Case number 1. Case number 2, there will be possibility of having reputational damage as well. ഇനി cash flow and liquidity issues നമ്മുടെ കമ്പനി ഉണ്ടാകുന്നുണ്ടെന്ന് പറഞ്ഞു. കാരണം നമ്മുടെ കമ്പനി കുറേ ongoing research and development വേണ്ടി സ്പെൻഡ് ചെയ്യുന്നതാണ്. So in case if our company is spending significant amount for the research and development, അവിടെ ഉണ്ടാവാൻ പോകുന്ന റിസ്ക് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും, കമ്പനിക്ക് ക്യാഷ് ഫ്ലോ ഡിഫിക്കൽട്ടീസ് ഫേസ് ചെയ്യേണ്ടതായിട്ട് വരും. കമ്പനിയുടെ വർക്കിംഗ് ക്യാപിറ്റൽ ഓപ്പറേഷൻസ് ക്യാരി ഔട്ട് ചെയ്യാൻ വേണ്ടി കമ്പനിക്ക് ക്യാഷ് ഉണ്ടാവില്ല. സോ ഓട്ടോമാറ്റിക്കലി കമ്പനി വിൽ സ്ട്രഗിൾ. നെക്സ്റ്റ് ഇറ്റ്സ് അബൌട്ട് ദ പേറ്റന്റ് ഇൻഫ്രിഞ്ച്മെന്റ്. നമ്മളോട് പറയാണ് പേറ്റന്റ് ഇൻഫ്രിഞ്ച്മെന്റ് ഉണ്ടായിട്ടുണ്ട് എന്ന് വെച്ചാൽ നിങ്ങളുടെ ക്വസ്റ്റൻ ഇങ്ങനെ ആയിരിക്കും പറഞ്ഞിട്ടുണ്ടാവുക, കമ്പനി എന്തെങ്കിലും തരത്തിലുള്ള പേറ്റന്റിന് വേണ്ടിയിട്ട് സിഗ്നിഫിക്കന്റ് എമൗണ്ട് സ്പെൻഡ് ചെയ്തു. കമ്പനി പേറ്റന്റിന് വേണ്ടിയിട്ട് സ്പെൻഡ് ചെയ്ത സമയത്ത് ഈ പേറ്റന്റ് എന്ന് പറയുന്നത് പല രീതി പറഞ്ഞിട്ടുണ്ടാവും, വേറെ ആരെങ്കിലും യൂസ് ചെയ്തു എന്നായിരിക്കും പറയാം. സോ ഒരു പേറ്റന്റ് ഇൻഫ്രിഞ്ച്മെന്റ് ഒരുപാടുള്ള സ്ഥലത്താണ് നമ്മുടെ കമ്പനിയുടെ ലൊക്കേഷൻ എന്നുണ്ടെങ്കിൽ അവിടെ ഉണ്ടാവാൻ ചാൻസ് ഉള്ള പ്രോബ്ലം തന്നെയാണ്. ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങളുടെ പേറ്റന്റ് വേറെ ആരെങ്കിലും പോയി യൂസ് ചെയ്തിട്ടുണ്ടാവും. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യേണ്ടി വരും, അവർക്ക് എഗൈൻസ്റ്റ് ആയിട്ട് കേസ് ഫയൽ ചെയ്യേണ്ടതായിട്ട് വരും. സോ ഓട്ടോമാറ്റിക്കലി എന്ത് സംഭവിക്കും, യു വിൽ ഇൻകർ സിഗ്നിഫിക്കന്റ് എമൗണ്ട് ഓഫ് ലീഗൽ എക്സ്പെൻസസ്. ആൻഡ് അറ്റ് ദ സെയിം ടൈം നിങ്ങൾ വേറെ ആരെങ്കിലും പേറ്റന്റും പോയി യൂസ് ചെയ്തിട്ടുണ്ടാവും. അപ്പൊ അവരെന്ത് ചെയ്യും, നിങ്ങൾക്ക് എഗൈൻസ്റ്റ് ആയിട്ട് കേസ് ഫയൽ ചെയ്യും. അപ്പം നിങ്ങൾ എന്ത് ചെയ്യേണ്ടി വരും, അതിന് വേണ്ടിയിട്ട് പെനാൽറ്റി ആൻഡ് ഫൈൻ പേ ചെയ്യേണ്ടതായിട്ട് വരും. അറ്റ് ദ സെയിം ടൈം റെപ്യൂട്ടേഷണൽ ഡാമേജും ക്രിയേറ്റഡ് ആവും. അപ്പം നിങ്ങൾ വേറെ ആരുടെയും പേറ്റന്റ് യൂസ് ചെയ്താലും പ്രശ്നമാണ്, നിങ്ങളുടെ പേറ്റന്റ് വേറെ ആരെങ്കിലും യൂസ് ചെയ്താലും പ്രശ്നമാണ്. സോ യു നീഡ് ടു ടോക്ക് അബൌട്ട് ബോത്ത് ദി സൈഡ്സ്. ക്ലിയർ ആയോ? Is that clear, everyone? Yes. Okay. The next one is lack of future funding available for research and development. നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടാവും നിങ്ങൾക്ക് ഫർദർ ഫണ്ട് ഒന്നും അവൈലബിൾ അല്ല റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് നടത്താൻ. സോ ഇഫ് യു ലാക്ക് ഫണ്ട് ഫോർ ദ പേർപ്പസ് ഓഫ് റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ്, അവിടെ ഉണ്ടാകുന്ന പ്രോബ്ലം എന്തായിരിക്കും, ഇത്രയും നാൾ നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്ത എമൗണ്ട് എല്ലാം വെറുതെ ആവും. കാരണം അൾട്ടിമേറ്റ്ലി നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്ത എമൗണ്ടിന് പുറമെ വീണ്ടും റിസർച്ച് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ദാറ്റ് എമൗണ്ട് വിൽ ബി വർത്ത്ലെസ്. അപ്പൊ അതായിരിക്കും നിങ്ങൾ പറയേണ്ടി വരിക, if lack of funding is not available for research and development, company will not be able to carry out the research phase. So automatically കമ്പനിക്ക് going concern problems കാര്യങ്ങളും ഉണ്ടാവാം. ഇനി നമ്മുടെ കമ്പനി ഒരു ഹൈ ടെക്നോളജി ആൻഡ് കോമ്പറ്റീവ് ഇൻഡസ്ട്രിയിലാണ് നമ്മുടെ കമ്പനിയുടെ ഓപ്പറേഷൻസ് ക്യാരി ഔട്ട് ചെയ്യുന്നത് പറയാം. സോ ഇഫ് അവർ കമ്പനി ഈസ് വർക്കിംഗ് ഇൻ എ ഹൈ ടെക്നോളജി ആൻഡ് കോമ്പറ്റീവ് ഇൻഡസ്ട്രി, അവിടെ എന്തായിരിക്കും സംഭവിക്കുന്നുണ്ടാവുക, there will be significant changes in the market demands, and നമുക്ക് adequate amount of resources വെച്ചിട്ട് നമുക്ക് മാർക്കറ്റ് അപ്ഡേഷൻസ് ചെയ്തുകൊണ്ടേ ഇരുന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ what will happen, our product will become obsolete and slow moving. So in that case നമ്മൾ ഒന്നെങ്കിൽ product development ചെയ്യേണ്ടി വരും, അല്ലെങ്കിൽ we need to sell the product at significant low price. So അവിടെ ഉണ്ടാവുന്ന റിസ്ക് എന്തായിരിക്കും, again unwanted നമ്മുടെ കമ്പനിയുടെ പ്രോഫിറ്റ് മാർജിൻസും കാര്യങ്ങളും പോകും, and we will also not remain competitive. Clear ആയോ?
Is that clear? Yes, sir. Yes, sir. നമ്മുടെ കമ്പനി എബ്രോഡ് ഒരു കൺട്രിയിൽ നിന്നാണ് പ്രൊഡക്ട്സ് ഇമ്പോർട്ട് ചെയ്യുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടാവും. സപ്പോസ് കൺസിഡർ ദാറ്റ് ഇഫ് വി ആർ ഇമ്പോർട്ടിംഗ് പ്രൊഡക്ട്സ് ഫ്രം അനദർ കൺട്രി, അവിടെ രണ്ട് തരത്തിലുള്ള റിസ്ക് ആയിരിക്കും ഉണ്ടാവുക. ദ ഫസ്റ്റ് തിങ് ഈസ് ദാറ്റ് ദർ വിൽ ബി എക്സ്ചേഞ്ച് റേറ്റ് ഫ്ലക്ച്വേഷൻസ്. അവിടെ നമ്മൾ പറയുന്ന ഇതേ ഉള്ളൂ, നമ്മുടെ ക്ലയന്റ് മറ്റൊരു കൺട്രിയിൽ നിന്നാണ് പ്രൊഡക്ട്സ് ഇമ്പോർട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മുടെ എക്സ്ചേഞ്ച് റേറ്റ് വൊളാറ്റൈൽ ആയിരിക്കും. എന്ന് വെച്ചാൽ നമ്മുടെ എക്സ്ചേഞ്ച് റേറ്റ്സ് എന്ത് ചെയ്തുകൊണ്ടേയിരിക്കും, മാറിക്കൊണ്ടേയിരിക്കും. സോ ഓട്ടോമാറ്റിക്കലി നമ്മുടെ ക്യാഷ് ഫ്ലോസും എന്തായിരിക്കും, ഫ്ലക്ച്വേറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും. സോ കമ്പനി ഈ റിസ്ക് മിറ്റിഗേറ്റ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ എന്ത് സംഭവിക്കും, ഫോർവേഡ് എക്സ്ചേഞ്ച് കോൺട്രാക്ട്സ് ഒന്നും യൂസ് ചെയ്ത് മിറ്റിഗേറ്റ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഈ ഗെയിൻ ആൻഡ് ലോസസ് വിൽ ബി ഹൈലി വൊളാറ്റൈൽ, പ്രോഫിറ്റ് വൊളാറ്റൈൽ ആയി മാറും. ക്ലിയർ ആയോ? Is that clear? Yes, sir. Yes, sir. Import goods transportation issues. അതായത് നമ്മളിപ്പം എബ്രോഡ് ഒരു കൺട്രിയിൽ നിന്നാണ് പ്രൊഡക്ട്സ് ഇമ്പോർട്ട് ചെയ്യുന്നതെന്ന് പറഞ്ഞു. എബ്രോഡ് ഒരു കൺട്രിയിൽ നിന്നാണ് പ്രൊഡക്റ്റ് ഇമ്പോർട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ അവിടെ ഉണ്ടാവാൻ പോകുന്ന പ്രോബ്ലം എന്തായിരിക്കും, കോസ്റ്റ് ഓഫ് ഇമ്പോർട്ട് വിൽ ബി സിഗ്നിഫിക്കൻറ്റ്ലി ഹൈ. കോസ്റ്റ് ഓഫ് ഇമ്പോർട്ട് ഭയങ്കര ഹൈ ആയിരിക്കും. സോ നമ്മുടെ കമ്പനിയുടെ മാർജിൻസിന്റെ മേലെയും അവിടെ ഓട്ടോമാറ്റിക്കലി എന്ത് സംഭവിക്കും, ഇമ്പാക്ട് ഉണ്ടാവും. കാരണം കോസ്റ്റ് ഓഫ് ഇമ്പോർട്ട് ഹൈ ആകുമ്പോൾ നമ്മുടെ പ്രോഫിറ്റ് കുറഞ്ഞുകൊണ്ടിരിക്കും. ഇൻ അഡീഷൻ ടു ദാറ്റ് നമ്മൾ ഇമ്പോർട്ട് ചെയ്യുന്നതായിട്ട് റിലേറ്റ് ചെയ്യുന്ന കുറെ റിസ്ക് ഉണ്ട്. കാരണം എന്താ, ഇപ്പൊ നമ്മൾ ഇമ്പോർട്ട് ചെയ്യുന്ന സമയത്ത് എന്തെങ്കിലും തരത്തിലുള്ള ഇഷ്യൂസ് ഉണ്ടായി കഴിഞ്ഞാൽ വി വോണ്ട് ബി ഏബിൾ ടു ഇമ്പോർട്ട് ദ പ്രോഡക്ട്സ് ഓൺ ടൈം. സോ ഓട്ടോമാറ്റിക്കലി നമ്മുടെ പ്രൊഡക്ട്സ് ഹോൾട്ടഡ് ആവും, പ്രൊഡക്ഷൻ ഹോൾട്ടഡ് ആവും. വി വോണ്ട് ബി ഏബിൾ ടു സാറ്റിസ്ഫൈ ദ കസ്റ്റമർ ഡിമാൻഡ്സ്. ഇതായിരിക്കും നമ്മൾ ആ കേസിൽ അവിടെ പറയുന്ന റിസ്ക് എന്ന് പറയാം. ക്ലിയർ ആയോ? Yes, sir. So basically these are the way in which we used to explain, we need to explain each of the business rules. So literally we are just identifying what is there in the scenario. We will explain everything in our own words, and finally we have to show the impact that have been created over the company's cash flow, profit margin, then reputation, brand name, goodwill, and so on, so on. Clear ayo? Sir, ഒരു ഡൗട്ട്. ചോദിച്ചോ. ഹലോ സാറേ, ഇപ്പൊ ഈ അഡ്വർടൈസ്മെന്റിന്റെ റെഗുലേഷൻ ഉണ്ട് എന്ന് പറഞ്ഞാൽ മാത്രമേ നമ്മള് റെഗുലേഷന്റെ ഇഷ്യൂസ് എഴുതാൻ പറ്റുള്ളൂ? അതായത് നമ്മുടെ ക്വസ്റ്റ്യൻ പറയാണ്, അഡ്വർടൈസിംഗ് റിലേറ്റഡ് ആയിട്ടുള്ള റെഗുലേഷൻസ് ഉണ്ട് നമ്മുടെ മാർക്കറ്റിൽ, കമ്പനി സിഗ്നിഫിക്കന്റ് എമൗണ്ട് അഡ്വർടൈസ്മെന്റിന് വേണ്ടി സ്പെൻഡ് ചെയ്യുന്നുണ്ട് എന്ന് പറയാം. അങ്ങനെയാണ് നമുക്ക് പറയാം. ഓക്കെ സർ, താങ്ക് യു. ആൻഡ് മോർ ഓവർ ഞാൻ പറഞ്ഞല്ലോ, ഇറ്റ് ഈസ് പ്യുവർ അസംഷൻ. കാരണം അൾട്ടിമേറ്റ്ലി വി ആർ മെൻഷനിങ് ദ റിസ്ക് വിച്ച് മീൻസ് എ പോസിബിലിറ്റി ഓഫ് മിസ്റ്റേക്ക്. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് ബിസിനസ് റിസ്ക് പറയുമ്പോൾ എവിടേക്കാണ് യു ഫീൽ ദാറ്റ് സംതിങ് വിൽ ബാഡ്ലി എഫക്ട് ദ കമ്പനീസ് ഗോൾ അല്ലെങ്കിൽ ഒബ്ജക്റ്റീവ് എന്ന് തോന്നുന്നത്, വാട്ട് എവർ ബി ദ തിങ്, അത് നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ യുവർ ഓൺ വേർഡ്സ്. മനസ്സിലായോ? ഓക്കെ. അതേ പറഞ്ഞ there are no specific standard, there are no specific guidelines, just write whatever things that you believe will affect the company's objective. അത് ക്ലിയർലി എക്സ്പ്ലെയിൻ ചെയ്യണം. ഇമ്പാക്ട് എവിടെയാണ് വരാൻ പോകുന്നതെന്നുള്ളതും പറയണം. ഇത്രയേ ഉള്ളൂ ബിസിനസ് റിസ്കുമായിട്ട് റിലേറ്റ് ചെയ്ത് നിങ്ങൾക്ക് ചെയ്യാനായിട്ട്. മനസ്സിലായോ എല്ലാവർക്കും? യെസ് സർ. പെർഫെക്റ്റ്. സോ വീണ്ടും ഞാൻ പറയുന്നു, ഇത്രയും ബിസിനസ് റിസ്ക് മാത്രമാണോ നിങ്ങളുടെ എക്സാമിന് വരുന്നതെന്ന് ചോദിച്ചാൽ ഡെഫിനറ്റ്ലി അല്ല. ഇത് തന്നെയാണ് വരുന്നതെന്ന് ചോദിച്ചാൽ പറയാം അല്ല. ഇതിനെ വരാൻ ചാൻസ് ഉണ്ടോ എന്ന് ചോദിച്ചാൽ വരാം. വെൽ, എങ്ങനെ വേണമെന്ന് ചോദിക്കാം. ഞാൻ പറഞ്ഞല്ലോ, ദീസ് ആർ ജസ്റ്റ് സാമ്പിൾസ്, അല്ലെ റെഫറൻസിന് വേണ്ടിയിട്ട് മാത്രം യൂസ് ചെയ്യുക. സോ ഇങ്ങനെയായിരിക്കും നമുക്ക് ബിസിനസ് റിസ്ക് എഴുതേണ്ടതായിട്ട് വരിക. സോ നമുക്ക് ബിസിനസ് റിസ്കിനെ ബേസ് ചെയ്തുള്ള ക്വസ്റ്റ്യൻ ചെയ്യാം, ബട്ട് ആഫ്റ്റർ സം ടൈം. കാരണം നമുക്ക് ബാക്കിയുള്ള കുറച്ച് ഡിസ്കസ് ചെയ്യാനുള്ള ഏരിയാസ് കൂടെ ഡിസ്കസ് ചെയ്തതിനു ശേഷം അങ്ങോട്ട് പോവാം. ഓക്കെ, cool. അപ്പൊ ഐ ബിലീവ് ദാറ്റ് യു ഹാവ് ഗോട്ട് ആൻ ഓവറോൾ ഐഡിയ അബൌട്ട് ബിസിനസ്സസ്. ആർക്കെങ്കിലും ഒരു മൈന്യൂട്ട് ആയിട്ടുള്ള ഡൗട്ട് എങ്കിലും ഉണ്ടോ? സ്പീഡിലാണ് ഡിസ്കസ് ചെയ്ത് പോയത്, ബട്ട് അൾട്ടിമേറ്റ്ലി ഇറ്റ്സ് റിവിഷൻ. അത് കാരണം കൊണ്ടാണ്, ഒന്ന് പഠിച്ചാണല്ലോ എന്നുള്ള ബേസിസിലാണ്. ക്ലിയർ ആണോ എല്ലാവർക്കും? യെസ് സർ. പെർഫെക്റ്റ്. സോ നമ്മുടെ റിക്വയർമെന്റിന് അത് ബേസിക്കലി ചോദിക്കാറുള്ള ഒരു അഡീഷണൽ റിക്വയർമെന്റ് ആണ്, അഡീഷണൽ ഇൻഫർമേഷൻ. So you will be getting questions on additional information. എന്താ അഡീഷണൽ ഇൻഫർമേഷൻ എന്ന് ചോദിച്ചാൽ മാരകമായ ഒന്നുമില്ല. നിങ്ങളോട് ഇങ്ങനെയായിരിക്കും പറയുന്നുണ്ടാവുക, what are the additional information that need to be obtained by the auditor in relation to the identified risk. നിങ്ങൾ കണ്ടുപിടിച്ച റിസ്കുകൾ എന്തൊക്കെയാണോ അതിനെ ബേസ് ചെയ്ത് എന്തൊക്കെ അഡീഷണൽ ഇൻഫർമേഷൻ വേണം എന്നാണ് നിങ്ങളുടെ അടുത്ത് ചോദിക്കുന്നത്. സോ ലിറ്ററലി ഇറ്റ് മീൻസ് നത്തിങ് ബട്ട് ഇത്രയേ ഉള്ളൂ, നിങ്ങൾ ആസ് ആൻ ഓഡിറ്റർ എന്നുള്ള രീതിയിൽ റിസ്കുകൾ ഐഡന്റിഫൈ ചെയ്തു. സോ നിങ്ങൾക്ക് അറിയണം ശരിക്കും ഈ റിസ്ക് ഉണ്ടോ എന്നുള്ള കാര്യം, അല്ലെങ്കിൽ ശരിക്കും ഈ ഒരു പർട്ടിക്കുലർ റിസ്ക് FSന്റെ എന്തെങ്കിലും ഇമ്പാക്ട് ക്രിയേറ്റ് ചെയ്യുന്നുണ്ടോ എന്ന് അറിയണം. സോ നിങ്ങൾക്ക് അറിയാൻ വേറെ മാർഗമൊന്നുമില്ല. നമ്മുടെ എല്ലാ ക്വസ്റ്റ്യൻ്റെ അകത്തും നമ്മൾ കണ്ടിട്ടുണ്ട്, ഒരു ഓഡിറ്റ് പാർട്ണർ നിങ്ങൾക്ക് മെയിൽ അയക്കുകയാണ്, മാനേജറായി നിങ്ങൾക്ക് മെയിൽ അയക്കുകയാണ്, അയാൾ മീറ്റിങ്ങിന് പോയ സമയത്ത് കണ്ട കാര്യങ്ങളെ കുറിച്ച്. എന്നിട്ട് നിങ്ങളോട് പറയുന്നത് എന്താ, അയാൾ അയച്ച മെയിലിന് നിങ്ങൾക്ക് കിട്ടിയ ഇൻഫർമേഷൻ വെച്ചിട്ട് റെസ്പോണ്ട് ചെയ്യാനാണ് പറയുന്നത്. അപ്പൊ നിങ്ങൾക്ക് അറിയുന്നില്ല ഇവിടെ ഫർദർ റിസ്ക് ഉണ്ടോ ഇല്ലയോ എന്ന്.
റിസ്ക് ഉണ്ടോ ഇല്ലെന്ന് അസ്യൂം ചെയ്യണേ ഈ പുള്ളി നിങ്ങൾക്ക് കുറച്ചുകൂടി ഇൻഫർമേഷൻ തന്നാൽ മാത്രമേ നിങ്ങൾക്ക് അത് മനസ്സിലാവത്തുള്ളൂ. അപ്പൊ അന്നേരം നിങ്ങൾ അവരോട് ചോദിക്കുകയാണ്, നമുക്ക് ഇന്ന ഡേറ്റാസും കൂടി വേണം, ആ ഡേറ്റാസ് ഒന്ന് തരാവോ, സോ ദാറ്റ് വി വിൽ ബി ഏബിൾ ടു അണ്ടർസ്റ്റാൻഡ് വെദർ ദർ ഇസ് എനി ഫർദർ റിസ്ക്. അങ്ങനെ നിങ്ങൾ ചോദിക്കുന്ന ഡേറ്റ എന്തൊക്കെയാണോ അതിനെയാണ് നമ്മൾ അഡീഷണൽ ഇൻഫർമേഷൻ എന്ന് പറയുക. ഇപ്പൊ സേ ഫോർ എക്സാമ്പിൾ വളരെ സിമ്പിൾ ആയിട്ടാണെങ്കിൽ ഇങ്ങനെ ഓർത്ത് വെച്ചാൽ മതി. ഇപ്പൊ നമ്മളോട് സിനാരിയോക്ക് അത് പറഞ്ഞു, ഒരു ന്യൂ ക്ലയന്റ് ആണ് നമ്മൾ ഓഡിറ്റ് ചെയ്യാൻ പോകുന്നത്. ഒരു ന്യൂ ക്ലയന്റിനെയാണ് ഓഡിറ്റ് ചെയ്യാൻ പോകുന്നത് നമ്മുടെ അടുത്ത് പറഞ്ഞു. ആൻഡ് അറ്റ് ദ സെയിം ടൈം നമ്മൾ എപ്പോഴും പറയാനുള്ള റിസ്ക് ആണ്, ന്യൂ ക്ലയന്റ് ആണെന്നുണ്ടെങ്കിൽ ഓപ്പണിംഗ് ബാലൻസുകൾ മിസ്റ്റേറ്റഡ് ആണ് എന്ന് നിങ്ങൾ പറയാറുണ്ട്, ശരിയല്ലേ? അപ്പോ ന്യൂ ക്ലയന്റിന്റെ ഓപ്പണിംഗ് ബാലൻസ് മിസ്റ്റേറ്റഡ് ആണോ എന്ന് അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്താൽ മതി? യു ക്യാൻ ജസ്റ്റ് സെർച്ച് ഫോർ ദ കോപ്പീസ് ഓഫ് ദി വർക്കിംഗ് പേപ്പർ ഫ്രം ദ പ്രീവിയസ് ഇയർ ഓഡിറ്റർ. പ്രീവിയസ് ഇയർ ഓഡിറ്ററിന്റെ വർക്കിംഗ് പേപ്പറിന്റെ കോപ്പി വാങ്ങിക്കാം. അപ്പൊ നിങ്ങൾക്ക് അറിയാൻ പറ്റും ഓപ്പണിംഗ് ബാലൻസ് മിസ്റ്റേറ്റഡ് ആണോ എന്നുള്ള കാര്യം. ക്ലിയർ ആയോ? ഓക്കെ. 2, നിങ്ങൾ എപ്പോഴും പറയാറുണ്ട് ഒരു കമ്പനിക്ക് റവന്യൂ കിട്ടി. ഇപ്പൊ സേ ഫോർ എക്സാമ്പിൾ നിങ്ങളോട് പറയാണ്, കമ്പനി ഹാസ് റിസീവ് ആൻ അഡ്വാൻസ് പേയ്മെന്റ് ഫോർ എ ബെസ്പോക്ക് ഇൻവെന്ററി. ഒരു കസ്റ്റമൈസ്ഡ് ഇൻവെന്ററിക്ക് വേണ്ടിയിട്ട് കമ്പനിക്ക് ഒരു അഡ്വാൻസ് എമൗണ്ട് കിട്ടി എന്ന് പറയും. അപ്പോഴേ നിങ്ങൾ എന്ത് പറയും? IFRS 15 പ്രശ്നമാണെന്ന് പറയും, അല്ലേ? നിങ്ങൾ പറയും IFRS 15 പ്രകാരം ആ അഡ്വാൻസ്ഡ് എമൗണ്ട് നമ്മൾ എങ്ങനെയായിരുന്നു ട്രീറ്റ് ചെയ്യേണ്ടത്? ഡെഫേർഡ് ഇൻകം ആയിട്ടായിരുന്നു ട്രീറ്റ് ചെയ്യേണ്ടത്, പക്ഷെ അവർ റവന്യൂ ആയിട്ട് ട്രീറ്റ് ചെയ്തിട്ടുണ്ടാവും, ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് മിസ്റ്റേറ്റഡ് ആവും എന്നല്ലേ നിങ്ങൾ പറയാറ്. ബട്ട് നിങ്ങളോട് അവിടെ എന്ത് മാത്രമേ സിനാരിയോയിൽ പറഞ്ഞിട്ടുള്ളൂ? അവിടെ ആകെ പറയുന്ന ഒരു അഡ്വാൻസ് കിട്ടിയെന്ന് മാത്രമോ, അവരങ്ങനെ കൊണ്ട് കാണിച്ചു എന്ന് പോലും നിങ്ങളുടെ അടുത്ത് പറഞ്ഞിട്ടില്ല. അപ്പം നിങ്ങൾക്ക് അറിയണം അവിടെ എന്താണ് സംഭവിച്ചതെന്ന്. സോ ലിറ്ററലി ആ പാർട്ട്ണർ നിങ്ങൾക്ക് തന്ന ഇൻഫർമേഷൻ ആയ അഡ്വാൻസ് കിട്ടി എന്നുള്ളത് വെച്ചിട്ട് മാത്രം നിങ്ങൾക്ക് പറയാൻ പറ്റൂല അവിടെ മിസ്റ്റേക്ക് ഉണ്ടെന്ന്. അപ്പൊ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? റവന്യൂ റെക്കഗ്നേഷൻ പോളിസി കമ്പനിയോട് ചോദിക്കാം. അപ്പൊ നിങ്ങൾക്ക് എന്തറിയാൻ പറ്റും? സെയിൽസ് അപ്രോപ്രിയേറ്റ് ആയിട്ടാണോ റെക്കഗ്നൈസ് ചെയ്തേക്കുന്നത് അറിയാൻ പറ്റും. അപ്പൊ ഇവിടെ നമ്മൾ IFRS 15 കേസിലായിരിക്കും ഈ അഡീഷണൽ ഇൻഫർമേഷൻ ചോദിക്കുന്നുണ്ടാവുക. ക്ലിയർ ആയോ? സോ ലിറ്ററലി അപ്പൊ നിങ്ങൾ എന്താ പറയേണ്ടതെന്ന് ചോദിച്ചാൽ ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് എന്താണ് വേണ്ടുന്ന ഡോക്യുമെന്റ് അല്ലെങ്കിൽ ഇൻഫർമേഷൻ, ആ ഡോക്യുമെന്റ് അല്ലെങ്കിൽ ഇൻഫർമേഷൻ എന്താണ് വേണ്ടതെന്നുള്ള പറയാം. പ്ലസ് നിങ്ങൾ എന്തെങ്കിലും പ്രൊസീജിയർ ആയിട്ട് സ്പെസിഫിക്കലി ചെയ്യുന്നുണ്ട്, അതായത് അസസ്, കമ്പയർ, കൺസിഡർ, അതെന്തെങ്കിലും ചെയ്യുന്നുണ്ട് അത് പറയാം. പ്ലസ് നിങ്ങൾ എന്ത് പേർപ്പസിന് വേണ്ടിയിട്ടാണോ ഇത് ഒബ്ടൈൻ ചെയ്യുന്നത് അത് പറയാം. ഇത് കണ്ടോ, റവന്യൂ റെക്കഗ്നേഷൻ പോളിസി, അതാണ് നിങ്ങളുടെ ഡോക്യുമെന്റ് എന്ന് പറയാം. എന്തിനു വേണ്ടിയിട്ടാ? ടു എൻഷുർ, പ്രൊസീജിയർ ആണ്. എന്താ എൻഷുർ ചെയ്യേണ്ടത്? സെയിൽസ് അപ്രോപ്രിയേറ്റ് ആയിട്ടാണോ റെക്കഗ്നൈസ് ചെയ്തേക്കുന്നത്, അതാണ് നിങ്ങളുടെ പേർപ്പസ്. അപ്പൊ ഇങ്ങനെ ഈ 3 കാര്യങ്ങളാണ് നിങ്ങൾ പറയേണ്ടത്. നിങ്ങൾ ലാസ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്ത കാര്യമായിരുന്നു, ഒരു പുതിയ ഫിനാൻസ് ഡയറക്ടറിനെ അപ്പോയിന്റ് ചെയ്തു എന്ന് പറഞ്ഞു. അപ്പൊ നിങ്ങൾ എന്ത് പറയും? അയാൾക്ക് ആഡിക്വേറ്റ് എമൗണ്ട് ഓഫ് എക്സ്പീരിയൻസ് ഇല്ലെങ്കിൽ ഓട്ടോമാറ്റിക്കലി FSന്റെ അകത്ത് മിസ്റ്റേക്ക് ഉണ്ടാവും എന്നുള്ള കാര്യമായിരിക്കും നിങ്ങൾ പറയാം. അപ്പം അവിടെ അയാൾക്ക് നോളജ് ഉണ്ടോ എന്ന് അറിയാൻ നിങ്ങൾക്ക് എന്താ അഡീഷണൽ ഇൻഫർമേഷൻ ആയിട്ട് ചോദിക്കേണ്ടത്? ഡീറ്റെയിൽസ് ഓഫ് എക്സ്പീരിയൻസ് ആൻഡ് ക്വാളിഫിക്കേഷൻ ഓഫ് ദാറ്റ് ഫിനാൻസ് ഡയറക്ടർ ചോദിക്കാം. എന്തിനു വേണ്ടിയിട്ടാണ്? അയാളുടെ കോമ്പീറ്റൻസ് അസസ് ചെയ്യാൻ. ഇപ്പൊ ഒരു കോമ്പണന്റ് ഓഡിറ്ററിന്റെ വർക്ക് യൂസ് ചെയ്യുന്നതിനെ കുറിച്ചാണ് പറയുന്നത്. അപ്പൊ നിങ്ങൾ പറയും ഇവിടെ ഡിറ്റക്ഷൻ റിസ്ക് ഉണ്ടാവും. അവിടെ നിങ്ങൾക്ക് എന്ത് ചോദിക്കാം? ഡീറ്റെയിൽസ് ഓഫ് എക്സ്പീരിയൻസ് ആൻഡ് ക്വാളിഫിക്കേഷൻ ഓഫ് ദി കോമ്പണന്റ് ഓഡിറ്റർ ചോദിക്കാം ടു അസസ് ദ കോമ്പീറ്റൻസ്. ക്ലിയർ ആയോ? ഇനി മിസ്ക്ലാസിഫിക്കേഷൻ ഓഫ് എക്സ്പെൻസസ് ഉണ്ടാവാൻ ചാൻസ് ഉള്ള കേസില്ലേ? അതായത് നമുക്കറിയാം, നമ്മൾ എപ്പോഴും പറയാറുള്ള കാര്യമാണ് റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് എക്സ്പെൻഡിച്ചറിന്റെ, അതായത് റിസർച്ച് എക്സ്പെൻസിനെ കൊണ്ട് ഡെവലപ്മെന്റ് ആയിട്ട് കാണിച്ചിട്ടുണ്ടാവും പറയും. അല്ലെങ്കിൽ നമ്മൾ പറയാറുണ്ടായിരുന്നില്ലേ GP മാർജിൻ OP മാർജിൻ തമ്മിൽ ഇൻവേഴ്സ് റിലേഷൻ വന്നപ്പോൾ നമ്മൾ പറഞ്ഞു GP മാർജിന്റെ അകത്തെ കോസ്റ്റ് ഓഫ് സെയിൽസ് കാണിക്കേണ്ടതുകൊണ്ട് ഓപ്പറേറ്റിംഗ് എക്സ്പെൻസിന്റെ അത് കാണിച്ചിട്ടുണ്ടാവും, അല്ലെ? അല്ലെങ്കിൽ റവന്യൂ എക്സ്പെൻഡിച്ചറും ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചറും തമ്മിലുള്ള മിസ്ക്ലാസിഫിക്കേഷൻ നമ്മൾ പറയാറുണ്ട്. അപ്പം എവിടെയെങ്കിലും മിസ്ക്ലാസിഫിക്കേഷൻ ഉണ്ടായിട്ടുണ്ടോ എന്ന് അറിയണം നിങ്ങൾ എന്ത് ചെയ്താൽ മതി? ബ്രേക്ക് ഡൗൺ ഓഫ് ആ എക്സ്പെൻസസ് എടുക്കുക, എന്നിട്ട് നമുക്ക് റിവ്യൂ ചെയ്യാം മിസ്ക്ലാസിഫിക്കേഷൻ ബിറ്റ്വീൻ പ്രോപ്പർ അക്കൗണ്ട്സ് ഉണ്ടായിട്ടുണ്ടോ. ഇപ്പം റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് പറയുമ്പോൾ എന്ത് പറഞ്ഞാൽ മതി? ബ്രേക്ക് ഡൗൺ ഓഫ് റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് പറയാം ടു റിവ്യൂ ഫോർ മിസ്ക്ലാസിഫിക്കേഷൻ ബിറ്റ്വീൻ പ്രോപ്പർ അക്കൗണ്ട്സ്. ക്ലിയർ ആയോ? ഇനി നമ്മൾ പല സിറ്റുവേഷൻസിലും പറയാനുള്ള കാര്യമാണ്, ഒരു കമ്പനി ഫിനാൻസ് കോസ്റ്റ് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടാവില്ല, അല്ലെങ്കിൽ ആ കമ്പനി എന്തെങ്കിലും തരത്തിലുള്ള ഇമ്പയർമെന്റ് എക്സ്പെൻസ്, ഡിപ്രിസിയേഷൻ ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല. ഇന്നലെ തന്നെ നമ്മൾ ചെയ്ത ക്വസ്റ്റ്യൻ്റെ അത് നമ്മൾ കണ്ടു, ആദംസ് ഗ്രൂപ്പിന്റെ കറണ്ട് ഇയറിലെയും പ്രയർ ഇയറിലെയും നമ്മുടെ SOFPക്ക് അകത്ത് TPയുടെ എമൗണ്ട് സെയിം ആയിരുന്നു. അപ്പൊ നമ്മൾ പറഞ്ഞു അവരവിടെ ഡിപ്രിസിയേഷൻ എടുത്തിട്ടുണ്ടാവില്ല. അങ്ങനെയാണ് ഡിപ്രിസിയേഷൻ എടുത്തിട്ടുണ്ടോ എന്നറിയണം നമ്മൾ എന്ത് ചെയ്താൽ മതി? ഓപ്പറേറ്റിംഗ് എക്സ്പെൻസിന്റെ ബ്രേക്ക് ഡൗൺ എടുത്തിട്ട് നോക്കിയാൽ പറയാം അതിനകത്ത് ഡിപ്രിസിയേഷൻ കുഴപ്പമുണ്ടോന്ന്. സിമ്പിൾ, അത് നമ്മൾ പറയാം ഡിസഗ്രിഗേഷൻ ഓഫ് മേജർ കാറ്റഗറി ഓഫ് എക്സ്പെൻസ് എടുക്കണം, ഓപ്പറേറ്റിംഗ് എക്സ്പെൻസിന്റെ അകത്ത് ഇൻക്ലൂഡ് ചെയ്തേക്കുന്നത്. എന്നിട്ട് നമ്മൾ കൺഫേം ചെയ്യണം ഇംപേയ്മെന്റ് ലോസസ് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടോ. മനസ്സിലായോ? Is that clear? Yes, sir. Yes, sir. Then നെക്സ്റ്റ്, നിങ്ങൾക്ക് ചില ക്വസ്റ്റ്യൻസിൽ കറണ്ട് അസറ്റിന്റെയും കറണ്ട് ലയബിലിറ്റിയുടെ ഒന്നും ബ്രേക്ക് ഡൗൺ തന്നിട്ടുണ്ടാവില്ല. അപ്പൊ നിങ്ങൾക്ക് കറണ്ട് റേഷ്യോ കാൽക്കുലേറ്റ് ചെയ്യാം, പക്ഷെ എന്താണ് അവിടെ വന്നിരിക്കുന്ന ഫ്ലക്ച്വേഷൻ എന്നുള്ള മനസ്സിലാവില്ല. അപ്പൊ ആ സിറ്റുവേഷൻ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? കറണ്ട് അസറ്റിന്റെയും കറണ്ട് ലയബിലിറ്റീസിന്റെയും ബ്രേക്ക് ഡൗൺ എടുക്കാം, എന്നിട്ട് എന്തുകൊണ്ടാണ് ഡിക്രീസോ അല്ലെങ്കിൽ ഇൻക്രീസോ വന്നതെന്നുള്ളത് പ്രയർ ഇയറുമായിട്ട് കമ്പയർ ചെയ്യാൻ പറയാം.
ഇനി അതുപോലെ തന്നെ ഒരു കമ്പനി ന്യൂ ലോൺ എടുത്തു എന്ന് പറയാണ്. അപ്പൊ നമ്മൾ എപ്പോഴും പറയാറുണ്ട് ന്യൂ ലോൺ എടുത്തു കഴിഞ്ഞാൽ ഇൻട്രസ്റ്റ് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടാവില്ല, അല്ലെങ്കിൽ ന്യൂ ലോൺ എടുത്തു കഴിഞ്ഞാൽ അതിന്റെ കാര്യങ്ങൾ കറക്റ്റ് ആയിട്ടായിരിക്കില്ല ചെയ്തേക്കുന്നതാണ്. അപ്പൊ നമുക്ക് എന്ത് പറയാം, ഡീറ്റെയിൽസ് ഓഫ് ദി ലോൺ ടേക്കൺ ഔട്ട് എടുക്കാം. എന്നിട്ട് ന്യൂ ലോണിന്റെ ഇൻട്രസ്റ്റ് റേറ്റ് എത്രയാണ്, റീപേബിൾ ടേംസ് എന്താണ്, ബോറോയിങ് കോസ്റ്റ് എങ്ങനെയാണ് ഇൻകർ ആയേക്കുന്നത്, ഈ കാര്യങ്ങൾ നമുക്ക് നോക്കാം. ഇനി ഒരു കമ്പനി ന്യൂ ഷെയർ ഇഷ്യൂ നടത്തി എന്ന് പറയാണ്. ഒരു കമ്പനി ന്യൂലി ലിസ്റ്റഡ് ആണ്, ന്യൂ ഷെയർ ഇഷ്യൂ നടത്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അവിടെ നോക്കാൻ പറ്റുന്നത് എന്തായിരിക്കും, we can look for the information relating to flotation. അപ്പൊ നമുക്ക് പ്രീ ആൻഡ് പോസ്റ്റ് ഇയർ പ്രസ് റിലീസ് നോക്കാം, സ്റ്റോക്ക് എക്സ്ചേഞ്ച് രജിസ്ട്രാറുമായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻസ് ഒക്കെ നോക്കാം. അപ്പൊ നമുക്ക് അറിയാൻ പറ്റും ഷെയർസ് എങ്ങനെയാണ് കാണിച്ചേക്കുന്നത് എന്നുള്ളത്. അതുപോലെ തന്നെ ഇപ്പൊ നമ്മുടെ കറന്റ് അസറ്റ് ആൻഡ് കറന്റ് ലയബിലിറ്റിന്റെ ബ്രേക്ക് ഡൗൺ തന്നിട്ടില്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, കറന്റ് അസറ്റ് ആൻഡ് കറന്റ് ലയബിലിറ്റിന്റെ ബ്രേക്ക് ഡൗൺ ചോദിക്കാം. എന്നിട്ട് ഇൻവെന്ററിയുടെ ഫിഗറും റിസീവ്സിന്റെ ഫിഗറും ക്യാഷിന്റെ ഫിഗറും ഒക്കെ കറക്റ്റ് ആയിട്ട് തന്നെയാണ് ഇൻക്ലൂഡ് ചെയ്തേക്കുന്നുള്ള കാര്യം കൺസിഡർ ചെയ്യാൻ പറയാം. സെയിം ആസ് ദാറ്റ് നമ്മുടെ കമ്പനിക്ക് ഡിഫറെന്റ് മാനുഫാക്ചറിംഗ് ലൊക്കേഷൻ അല്ലെങ്കിൽ കമ്പനി വെയർ ഹൗസസ് ഉണ്ടെന്നുള്ള കാര്യം പറഞ്ഞിട്ടുണ്ടാവും. അപ്പൊ നമുക്ക് മൾട്ടിപ്പിൾ വെയർ ഹൗസ് ഉണ്ടെന്നുള്ളതാണ് സിനാരിയോയിൽ പറയുന്നതെങ്കിൽ നമുക്ക് എന്ത് പറയാം, നമ്മൾ അവിടെ എപ്പോഴും പറയാറുള്ള റിസ്ക് നമുക്ക് അവിടെ എല്ലായിടത്തും പോകാൻ പറ്റില്ല എന്നുള്ളതാണ്. അത് നമുക്ക് എന്ത് ചെയ്യാം, ഇൻ റെസ്പെക്ട് ഓഫ് ദി മാനുഫാക്ചറിംഗ് ലൊക്കേഷൻ അല്ലെങ്കിൽ കമ്പനി വെയർ ഹൗസ് നമുക്ക് ഡീറ്റെയിൽസ് ഓഫ് ദി ഇൻവെന്ററി കൗണ്ട് ഇൻസ്ട്രക്ഷൻസ് ചോദിക്കാം. അതേപോലെ തന്നെ ഇപ്പം റിസൾട്ട്സ് ഓഫ് ഇൻവെന്ററി കൗണ്ട് ചോദിക്കാം, ഡീറ്റെയിൽസ് ഓഫ് മാനേജ്മെന്റ് മോണിറ്ററിംഗ് ദി ഇൻവെന്ററി കൗണ്ട് ചോദിക്കാം. അതുപോലെ തന്നെ എന്തൊക്കെ ഇഷ്യൂസ് ആണ് എൻകൗണ്ടർ ചെയ്തേക്കുന്നത്, ആ ഇഷ്യൂസ് എന്തൊക്കെയാണ് എൻകൗണ്ടർ ചെയ്തേക്കുന്നത് ചോദിക്കാം. ഈ കാര്യങ്ങളൊക്കെ ആയിരിക്കും നമുക്ക് ചോദിക്കാൻ പറ്റുന്നുണ്ടാവും. ക്ലിയർ ആയോ? ഇസ് ക്ലിയർ? യെസ് സാർ. ഇനി നമ്മുടെ കമ്പനി എന്തെങ്കിലും ക്യാഷ് ഫ്ലോ ഡിഫിക്കൽട്ടീസ് ഫേസ് ചെയ്യുന്നതിനെ കുറിച്ച് പറയാണ്. എസ്പെഷ്യലി നമ്മൾ ഇന്നലെ പറഞ്ഞില്ലായിരുന്നു, നമ്മൾ എല്ലാ റേഷ്യോസും കൂടെ അഡ്വേഴ്സ് റേഷ്യോസ് പിക്ക് ചെയ്തിട്ട് കമ്പനിക്ക് വർക്കിംഗ് ക്യാപിറ്റൽ ഡിഫിക്കൽട്ടീസ് ഉണ്ടെന്ന് നമ്മൾ പറയുന്നത്. അങ്ങനെ കമ്പനിക്ക് എന്തെങ്കിലും തരത്തിലുള്ള വർക്കിംഗ് ക്യാപിറ്റൽ ഡിഫിക്കൽട്ടീസ് ഫേസ് ചെയ്തതിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, ഫുൾ സെറ്റ് ഓഫ് ഫോർകാസ്റ്റ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് റിവ്യൂ ചെയ്യാൻ പറയണം. എന്നിട്ട് കമ്പനിയുടെ ക്യാഷ് ഫ്ലോ ഡിഫിക്കൽട്ടീസ് എന്തൊക്കെയാണെന്നുള്ളത് നോക്കാൻ പറയാം. അതുപോലെ തന്നെ നമുക്ക് കോപ്പീസ് ഓഫ് ബാങ്ക് എഗ്രിമെന്റ് നോക്കാം. കമ്പനി എന്തെങ്കിലും തരത്തിലുള്ള ക്രെഡിറ്റ് ആരുടെയും കയ്യിൽ നിന്ന് എടുത്തിട്ടുണ്ടെങ്കിൽ ആ ക്രെഡിറ്റ് എടുത്തതിന്റെ റീസൺസ് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്. അതുപോലെ തന്നെ നമ്മുടെ കമ്പനി ഏതെങ്കിലും ഒരു അസോസിയേറ്റിനെ പർച്ചേസ് ചെയ്യുമെന്ന് പറയാണ്. നമ്മൾ ഇന്നലെയും പറഞ്ഞു ക്ലാസിഫിക്കേഷന്റെ കാര്യം. ഒരു അസോസിയേറ്റിനെ പർച്ചേസ് ചെയ്തു എന്ന് പറയുന്ന സമയത്ത് നമ്മൾ എന്താ പറയാറ്, അസോസിയേറ്റിനെ പർച്ചേസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ അവിടെ എങ്ങനെ ട്രീറ്റ് ചെയ്യണം എന്ന് സാധാരണ പറയാറ്, അസോസിയേറ്റിനെ പർച്ചേസ് ചെയ്ത് മോർ ദാൻ 20% നോക്കിയിട്ടല്ല, പകരം നമുക്ക് അവരുടെ മേലെ ഇൻഫ്ലുവൻസ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് അതിനെ അസോസിയേറ്റ് ആയിട്ട് ട്രീറ്റ് ചെയ്യാൻ പാടുള്ളൂ എന്നൊക്കെയല്ല നമ്മൾ ഇതിനെ പറഞ്ഞത്. അപ്പം അവരങ്ങനെ തന്നെയാണ് ചെയ്തേക്കുന്നത് അറിയാൻ നമ്മൾ എന്ത് ചെയ്താൽ മതി, ലീഗൽ ഡോക്യുമെന്റേഷൻസ് നോക്കിയാൽ മതി. പർച്ചേസ് ഓഫ് അസോസിയേറ്റ് അല്ലെങ്കിൽ പർച്ചേസ് ഓഫ് ജോയിന്റ് വെഞ്ചർ അല്ലെങ്കിൽ പർച്ചേസ് ഓഫ് സബ്സിഡറി ആയിട്ട് റിലേറ്റ് ചെയ്ത്, എന്നിട്ട് നമുക്ക് പേരന്റ് കമ്പനിക്ക് എത്രത്തോളം ഇൻഫ്ലുവൻസ് ഇതിന്റെ മേലെ ചെയ്യാൻ പറ്റും എന്നുള്ള കാര്യം നോക്കാം. ഇനി നമ്മുടെ കമ്പനി ഏതെങ്കിലും ന്യൂ ഫിനാൻസ് ഡയറക്ടറിനെ അല്ലെങ്കിൽ നോൺ എക്സിക്യൂട്ടീവ് ഡയറക്ടറിനെ അപ്പോയിന്റ് ചെയ്തെന്ന് പറയാണ്. അങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യണം, ബാക്ക്ഗ്രൗണ്ട് ആൻഡ് എക്സ്പീരിയൻസ് ഓഫ് ഈ ന്യൂ നോൺ എക്സിക്യൂട്ടീവ് ഡയറക്ടർ അല്ലെങ്കിൽ ഫിനാൻസ് ഡയറക്ടർ നോക്കണം. അതായത് അവരുടെ പ്രൊഫഷണൽ ക്വാളിഫിക്കേഷനും പ്രീവിയസ് എംപ്ലോയ്മെന്റും കാര്യങ്ങളൊക്കെ കൺസിഡർ ചെയ്യണം. ദെൻ നമ്മുടെ കമ്പനി ഇപ്പൊ എന്തെങ്കിലും ഒരു അസറ്റ് റീവാല്യൂ ചെയ്തു എന്ന് പറയാം. നമ്മൾ ഇന്നലെ തന്നെ കണ്ടതാണ്, റീവാലുവേഷനോട് റിലേറ്റ് ചെയ്ത് നമ്മൾ കുറെ റിസ്കുകൾ പറയാറുണ്ട്. അപ്പം ഏതെങ്കിലും ഒരു അസറ്റ് റീവാല്യൂ ചെയ്തു എന്ന് പറഞ്ഞാൽ നമ്മൾ എന്ത് പറഞ്ഞാൽ മതി, ഡീറ്റെയിൽസ് ഇൻ റിലേഷൻ ടു ദ വാലുവേഷൻ നമുക്ക് നോക്കാം. അതായത് ഡേറ്റ് ഓഫ് വാലുവേഷൻ, അതുപോലെ തന്നെ വാല്യൂർക്കുള്ള ക്വാളിഫിക്കേഷൻസ് എന്തൊക്കെയാണ്, കമ്പനിയും ഇവരും തമ്മിലുള്ള റിലേഷൻ എങ്ങനെയാണ്, ഈ കാര്യങ്ങൾ കൺസിഡർ ചെയ്യാൻ പറയാം. ദെൻ ഒരു ഇന്റേണൽ ഓഡിറ്ററിന്റെ വർക്ക് യൂസ് ചെയ്യുന്നതിനെ കുറിച്ച് എന്തെങ്കിലും സിനാരിയോയിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ എന്ത് ചെയ്യാം, ഇന്റേണൽ ഓഡിറ്ററിന്റെ ക്വാളിഫിക്കേഷൻസിന്റെ ഡീറ്റെയിൽസ് ചോദിക്കാം, അവർക്ക് എത്ര എക്സ്പീരിയൻസ് ഉണ്ടെന്ന് ചോദിക്കാം, എന്നിട്ട് അവർക്ക് എന്ത് കോമ്പീറ്റൻസ് ആണ് ഈ വർക്ക് ചെയ്യാനുള്ളതെന്ന് നോക്കാം. അതേപോലെ തന്നെ നമ്മുടെ കമ്പനിയിൽ എന്തെങ്കിലും ഫ്രോഡുലന്റ് ആക്ടിവിറ്റീസ് നടന്നതിനെ കുറിച്ച് പറയാം. അങ്ങനെയാണെങ്കിൽ ഇന്റേണൽ ഓഡിറ്റർ ഈ ഫ്രോഡുലന്റ് ആക്ടിവിറ്റീസ് നടത്തിയതുമായിട്ട് റിലേറ്റ് ചെയ്ത് എന്തൊക്കെയാണ് ഡിസ്കഷൻസ് നടത്തിയത്, ആ നോട്ട്സ് ഓഫ് ഡിസ്കഷൻസ് നമുക്ക് ചോദിക്കാം. ഇനി കമ്പനി എന്തെങ്കിലും ഒരു പൊട്ടൻഷ്യൽ അക്വിസിഷൻ നടത്തി അല്ല നടത്താൻ പോകുന്നതിനെ കുറിച്ച് പറയുകയാണ്. അങ്ങനെയാണ് നമുക്ക് ആ കേസിൽ ഡ്യൂ ഡെലിജൻസ് റിപ്പോർട്ട് ചോദിക്കാം. അതുപോലെ തന്നെ കമ്പനി എന്തെങ്കിലും ഒരു പർട്ടിക്കുലർ അക്വിസിഷൻ നടത്താൻ പോവാണ് റൈറ്റ് ആഫ്റ്റർ ദി ഇയർ എൻഡ്, അങ്ങനെയാണെങ്കിൽ പൊട്ടൻഷ്യൽ അക്വിസിഷൻ നടത്തുന്നതിന്റെ കംപ്ലീഷൻ ഡേറ്റ്സ് നമുക്ക് ചോദിക്കാം. കാരണം ആഫ്റ്റർ ദി ഇയർ എൻഡ് നമ്മൾ ചിലപ്പോൾ എന്ത് ചെയ്യേണ്ടി വരും, ഇയർ എൻഡ് ആഫ്റ്റർ റിപ്പോർട്ടിംഗ് പീരീഡ് ആയിട്ടൊക്കെ കൺസിഡർ ചെയ്യേണ്ടി വരും. അതുകൊണ്ടാണ് നമ്മൾ ചോദിക്കുന്നുണ്ടാവുക. അതുപോലെ തന്നെ സ്റ്റോക്ക് എക്സ്ചേഞ്ച് ലിസ്റ്റിംഗ് കമ്പനി റീസെന്റ് ആണ് നടത്തിയേക്കുന്നുണ്ടെങ്കിൽ ആ സ്റ്റോക്ക് എക്സ്ചേഞ്ച് ലിസ്റ്റിംഗുമായിട്ട് റിലേറ്റ് ചെയ്തുള്ള ഡീറ്റെയിൽസ് നമുക്ക് ചോദിക്കാം. ബിക്കോസ് ടേംസ് ഓഫ് ഫ്ലോട്ടേഷൻ, നമ്പർ ഓഫ് ഇക്വിറ്റി ഷെയർസ് എത്രയാണ് ഇഷ്യൂ ചെയ്തേക്കുന്നത്, എമൗണ്ട് ഓഫ് ഇക്വിറ്റി ക്യാപിറ്റൽ എത്രയാണ് റേസ് ചെയ്തേക്കുന്നത് എന്നൊക്കെ മനസ്സിലാവാനായിട്ട്. നെക്സ്റ്റ് അതേപോലെ തന്നെ ഇൻഫർമേഷൻ സ്പെസിഫിക് ലിസ്റ്റിംഗ് റൂൾസ് സ്റ്റോക്ക് എക്സ്ചേഞ്ചുമായിട്ട് റിലേറ്റ് ചെയ്തിട്ട്, സോ ദാറ്റ് നമുക്ക് അറിയാൻ പറ്റും എന്തെങ്കിലും തരത്തിലുള്ള സ്റ്റോക്ക് എക്സ്ചേഞ്ച് ലിസ്റ്റിംഗ് നടത്തിയിട്ടുണ്ടോ എന്നുള്ളത്. എന്തെങ്കിലും ചോദിച്ചായിരുന്നോ? ഫ്ലോട്ടേഷൻ എന്ന് പറയുമ്പോൾ കറക്റ്റ് ആയിട്ട് എന്താ ഉദ്ദേശിക്കുന്നത് പറഞ്ഞുതരും. ഫ്ലോട്ടേഷൻ എന്ന് പറയുമ്പോൾ നമ്മുടെ കമ്പനി ഫസ്റ്റ് ടൈം ഷെയർ ഇഷ്യൂ നടത്തുന്നത്, അതായത് നമ്മുടെ കമ്പനി ലിസ്റ്റ് ചെയ്ത് ഷെയർ ഇഷ്യൂ നടത്തുന്നതിനാണ് ഫ്ലോട്ടേഷൻ എന്ന് പറയുന്നത്. Then again നമ്മുടെ കമ്പനിക്ക് എന്തെങ്കിലും റവന്യൂ റെക്കഗ്നേഷനുമായിട്ട് റിലേറ്റഡ് ഇഷ്യൂസ് വരുമ്പോൾ നമുക്ക് എന്ത് പറയാം, IFRS 15 പ്രകാരം റവന്യൂ റെക്കഗ്നേഷന്റെ ക്രൈറ്റീരിയാസ്
അപ്രോപ്രിയേറ്റ് ആണോ നോക്കാൻ പറയാം. റവന്യൂ ഇമ്മീഡിയറ്റ്ലി റെക്കോർഡ് ചെയ്യണോ അല്ലെങ്കിൽ ഡെഫർ ചെയ്ത് വെക്കണം എന്ന് അറിയാനായിട്ട്. നമ്മുടെ കമ്പനി ചിലപ്പോൾ ഏതെങ്കിലും ഫോറിൻ സ്റ്റോക്ക് മാർക്കറ്റിൽ ലിസ്റ്റ് ചെയ്യുന്നതിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടാവും. അപ്പം ഡീറ്റെയിൽസ് ഓഫ് ദി പ്ലാൻഡ് ഫോറിൻ സ്റ്റോക്ക് മാർക്കറ്റ് ലിസ്റ്റിംഗ് നമ്മൾ നോക്കണം. ഏത് ജൂറിസ്ഡിക്ഷൻ ആണുള്ളത്, എന്ത് റാഷണൽ ബേസിസിലാണോ ഒരു സ്റ്റോക്ക് എക്സ്ചേഞ്ച് ലിസ്റ്റിംഗ് നടത്തിയേക്കുന്നത്, ഇതൊക്കെ മനസ്സിലാവാനായിട്ട്. ദെൻ നമ്മുടെ കമ്പനിക്ക് എന്തെങ്കിലും തരത്തിലുള്ള ഇന്റേണൽ ഓഡിറ്റ് റിപ്പോർട്ട് ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്ത് പറയണം? ആ ഇന്റേണൽ ഓഡിറ്റ് റിപ്പോർട്ട് റിവ്യൂ ചെയ്യണം, ഫൈൻഡിങ്സ് എന്തൊക്കെയാണ് ഇവാലുവേറ്റ് ചെയ്യാൻ. അതുപോലെ തന്നെ നമ്മൾ ഡിറ്റർമൈൻ ചെയ്യുന്നുണ്ടാവണം ഇന്റേണൽ ഓഡിറ്റ് ഡിപ്പാർട്ട്മെന്റ് ആഡിക്വേറ്റ് ആണെന്നുള്ള കാര്യം. ആൻഡ് വെരി ഫൈനലി നമ്മൾ പറയുകയാണ്, നമ്മുടെ കമ്പനി എന്തെങ്കിലും ഷെയർ ബേസ് പേയ്മെന്റ്സ് നടത്തുന്നുണ്ടെന്നുള്ള പറയുകയാണെന്നുണ്ടെങ്കിൽ ഷെയർ ബേസ് പേയ്മെന്റ് സ്കീമിന്റെ ഡോക്യുമെന്റേഷൻ നമ്മൾ നോക്കണം എന്ന് പറയണം. അതായത് എത്ര നമ്പർ ഓഫ് ഷെയർസ് ഈ സ്കീമിലുണ്ട്, എത്രയാണ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സിനകത്ത് മെറ്റീരിയാലിറ്റി വരിക, ഈ കാര്യങ്ങൾ മനസ്സിലാവാനായിട്ട്. ക്ലിയർ ആയ എല്ലാവർക്കും? സോ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ പ്രോപ്പർലി മനസ്സിലാക്കേണ്ടത് ഇൻ റിലേഷൻ ടു ദ അഡീഷണൽ ഇൻഫർമേഷൻ. അഗൈൻ ഇറ്റ് ഈസ് ജസ്റ്റ് എ സപ്പോർട്ട് നോട്ട്. ഇതിൻ്റെ അകത്തുള്ളത് മാത്രമാണ് വരുന്നതെന്ന് ചോദിച്ചാൽ അല്ല, ബട്ട് സ്റ്റിൽ ഇതിനെ ബേസ് ചെയ്ത് തന്നെ നിങ്ങൾക്ക് ഈസിലി എഴുതാൻ പറ്റും. സോ പ്ലീസ് ഗോ ത്രൂ ദാറ്റ്. ആൻഡ് ഇതാരും ആവശ്യമില്ലാതെ ബൈഹേർട്ട് പഠിക്കേണ്ട യാതൊരു കാര്യമില്ല. നിങ്ങൾ ഇതിന്റെ മീനിങ് മനസ്സിലാക്കി വെക്കുക. ആൻഡ് അതേപോലെ തന്നെ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം, ഏതെങ്കിലും അഡീഷണൽ ഇൻഫർമേഷൻ കൊണ്ട് എഴുതി വെച്ചാൽ മാർക്ക് കിട്ടത്തില്ല. നിങ്ങളുടെ അടുത്ത് എക്സാമിന് ചോദിക്കുന്നുണ്ടാവും ഇതായിരിക്കും, ഇൻ റിലേഷൻ ടു ദ ഓഡിറ്റ് റിസ്ക് ദാറ്റ് യു ഹാവ് ഐഡന്റിഫൈഡ്. നിങ്ങൾ എന്തൊക്കെ തരത്തിലുള്ള ഓഡിറ്റ് റിസ്കുകളാണോ ഐഡന്റിഫൈ ചെയ്ത്, നിങ്ങൾ ഐഡന്റിഫൈ ചെയ്ത ഓഡിറ്റ് റിസ്കുമായിട്ട് റിലേറ്റ് ചെയ്തുള്ള അഡീഷണൽ ഇൻഫർമേഷൻസ് കണ്ടുപിടിക്കാനായിട്ടായിരിക്കും നിങ്ങളോട് ചോദിക്കുന്നുണ്ടാവുക. അപ്പൊ നിങ്ങൾ എന്തൊക്കെയാണ് റിസ്കുകൾ കണ്ടുപിടിച്ചത്, നിങ്ങൾ കണ്ടുപിടിച്ച റിസ്കിന് വേണ്ടിയിട്ടുള്ള അഡീഷണൽ ഇൻഫർമേഷൻ മാത്രം നിങ്ങൾ പറഞ്ഞാൽ മതി. അല്ലാണ്ട് നോർമലി ഉള്ള ഏതെങ്കിലും റാൻഡം പോയിന്റ്സ് കൊണ്ട് എഴുതി വെക്കരുത്. യു വോണ്ട് ഗെറ്റ് എനി മാർക്സ് ഫോർ ദാറ്റ്. മനസ്സിലായോ? സോറി, അഡീഷണൽ ഇൻഫർമേഷൻ മാർക്കിംഗ് എങ്ങനെയാണ്? 1.1 മാർക്ക്. അഡീഷണൽ ഇൻഫർമേഷൻ, ഓഡിറ്റ് പ്രൊസീജിയേഴ്സ്, ഓഡിറ്റ് എവിഡൻസ്, ഇതിനെല്ലാത്തിനും ഒരു പോയിന്റിന് 1 മാർക്ക് വെച്ചിട്ടായിരിക്കും വരിക. ഓക്കെ സാറേ, ഈ നമ്മളുടെ കിറ്റിലുള്ള ഈ എവിഡൻസ് ആ എവിഡൻസ് തന്നെയാണോ ഈ അഡീഷണൽ ഇൻഫർമേഷൻ ഉദ്ദേശിക്കുന്നത്? അല്ല, എവിഡൻസ് എൻറ്റയർലി ഡിഫറെന്റ്, അഡീഷണൽ ഇൻഫർമേഷൻ എൻറ്റയർലി ഡിഫറെന്റ്. അത് രണ്ടും രണ്ട് സിനാരിയോയിലാണ് വരുന്നത്. എവിഡൻസ് എങ്ങനെയാണ് ആൻസർ സ്ട്രക്ചറിങ് ഒരേപോലെയാണ് തോന്നുന്നുണ്ട്. എവിഡൻസിന്റെ ആൻസറിംഗ് സ്ട്രക്ചറിനകത്ത് നമ്മൾ ജസ്റ്റ് നെയിം ഓഫ് ദി ഡോക്യുമെന്റ് അല്ലെങ്കിൽ ഇൻഫർമേഷൻ പ്ലസ് പേർപ്പസ് മാത്രമാണ് എഴുതുന്നത്. പക്ഷേ അവിടെ വരുന്ന വ്യത്യാസം എന്താണെന്ന് ചോദിച്ചാൽ പർപ്പസ് ഈസ് എൻറ്റയർലി ഡിഫറെന്റ്, ഇവിടുത്തെ പർപ്പസ് ഈസ് എൻറ്റയർലി ഡിഫറെന്റ്. അഡീഷണൽ ഇൻഫർമേഷന്റെ പർപ്പസ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഐഡന്റിഫൈ ചെയ്ത റിസ്ക് എന്താണോ ആ റിസ്ക് അവിടെ ശരിക്കും ഉണ്ടോ എന്നറിയാൻ വേണ്ടിയിട്ട് നമ്മൾ എന്തൊക്കെ ഇൻഫർമേഷൻ ആണ് ചോദിക്കുന്നത്, അതാണ് അഡീഷണൽ ഇൻഫർമേഷൻ. ഓഡിറ്റ് എവിഡൻസ് എന്ന് പറഞ്ഞാൽ അവിടെ നമ്മളോട് ചോദിക്കുന്നത് ഒരു ഓഡിറ്റർ ഓൾറെഡി ഓഡിറ്റ് പെർഫോം ചെയ്തു. സോ ഹി ഹാവ് ഡൺ സർട്ടൻ സബ്സ്റ്റാൻറ്റീവ്സ് ആൻഡ് ഹി ഹാവ് ഡൺ ദ ഓഡിറ്റ്. ആൻഡ് അതിനുശേഷം നമ്മളോട് റിവ്യൂവിന് ചെല്ലുമ്പോൾ വർക്കിംഗ് പേപ്പറിന്റെ അകത്ത് എന്തൊക്കെ കാര്യങ്ങളുണ്ടെന്നാണ് നമ്മളോട് ചോദിക്കുന്നത്. അവിടെ അപ്പം നമ്മൾ പറയേണ്ടത് എന്താ, സബ്സ്റ്റാൻറ്റീവ് പ്രൊസീജിയേഴ്സ് തന്നെയാണ് നമ്മളോട് പറയുന്നത്. ബട്ട് നമ്മളത് പാസ്റ്റിൽ പറയുന്നത് മാത്രമേ ഉള്ളൂ. അതായത് ഓൾറെഡി ഒബ്റ്റൈൻ ചെയ്ത് വെച്ചേക്കുന്ന എവിഡൻസ് അവിടെ എന്തൊക്കെ ഇരിക്കുന്നു എന്ന് പറയുന്നത് മാത്രമേ ഉള്ളൂ. അപ്പം അവിടുത്തെ ഡോക്യുമെന്റ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും, എന്താണോ അവിടെ ഉണ്ടായിരിക്കുന്ന ആ ഒരു പർട്ടിക്കുലർ ഇഷ്യൂ അതിനെ ബേസ് ചെയ്തുള്ള സബ്സ്റ്റാൻറ്റീവ് ആയിട്ട് കളക്ട് ചെയ്തേക്കുന്ന ഡോക്യുമെന്റും ഇൻഫർമേഷനും ആയിരിക്കും ഉണ്ടാവുക. അവിടുത്തെ പേർപ്പസ് എന്ന് പറഞ്ഞാൽ അസേർഷൻസ് പ്രൂവ് ചെയ്യുക എന്നുള്ളതാണ് അവിടുത്തെ പർപ്പസ്. ഇവിടുത്തെ പേർപ്പസ് റിസ്ക് ഉണ്ടോ എന്ന് നോക്കുക എന്നുള്ളതാണ്. സോ രണ്ടിലും ഫോർമാറ്റ് ഓൾമോസ്റ്റ് ഐഡന്റിക്കൽ ആണെന്നുണ്ടെങ്കിലും രണ്ടിന്റെയും ക്വാണ്ടിറ്റി ഈസ് എൻറ്റയർലി ഡിഫറെന്റ്, പേർപ്പസ് ഈസ് എൻറ്റയർലി ഡിഫറെന്റ് കേട്ടോ. ഓക്കെ, സോ നാളെ നമ്മൾ ഈ ഒരു പർട്ടിക്കുലർ അഡീഷണൽ ഇൻഫർമേഷൻ കഴിഞ്ഞതിന് ശേഷം നാളെ നമ്മൾ ഓഡിറ്റ് എവിഡൻസ് പഠിക്കും. സോ ഓഡിറ്റ് എവിഡൻസ് പഠിക്കുന്ന സമയത്ത് ഞാൻ ഓഡിറ്റ് എവിഡൻസും അഡീഷണൽ ഇൻഫർമേഷനും ഓഡിറ്റ് പ്രൊസീജിയറും തമ്മിലുള്ള ഡിഫറൻസ് പറഞ്ഞുതരാം. സോ യു വിൽ ഹാവ് എ ബെറ്റർ ഐഡിയ അബൌട്ട് ദാറ്റ്. ഓക്കെ, യെസ് സർ. അപ്പം ഈ പറഞ്ഞ ഇത്രയും കാര്യങ്ങൾ ക്ലിയർ അല്ലേ എല്ലാവർക്കും പ്രോപ്പർലി? യെസ് സർ. ഓൾറൈറ്റ്. നല്ല സ്പീഡിലാണ് പോകുന്നത്. സ്പീഡ് കൂടുമ്പോൾ പറഞ്ഞാൽ മതി കേട്ടോ, റിവിഷൻ ആയതുകൊണ്ടാണ്. Next is the most crucial topic in the paper AAA, that's the ethics. നമുക്കറിയാം, നമുക്ക് എന്താണെങ്കിലും 25 മാർക്കിൻ്റെ അകത്തും 50 മാർക്കിൻ്റെ അകത്തും ഒക്കെ ചോദിക്കാൻ പോകുന്ന ഒരു ഏരിയ ആണ് എത്തിക്സ് എന്ന് പറയുന്ന ഏരിയ. ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻ്റ് ആസ് വെൽ. സോ ബേസിക്കലി വെൻ ഇറ്റ് കംസ് ടു ദ ഏരിയ ഓഫ് എത്തിക്സ് നമുക്കിവിടെ ഫണ്ടമെന്റൽ എത്തിക്കൽ പ്രിൻസിപ്പിൾസ് പഠിക്കാനുണ്ട്. ഏതൊക്കെയാണ് ഫണ്ടമെന്റൽ എത്തിക്കൽ പ്രിൻസിപ്പിൾസ് അല്ലെങ്കിൽ പ്രിൻസിപ്പിൾ ഓഫ് എത്തിക്സ് അല്ലെങ്കിൽ ACC കോഡ് ഓഫ് എത്തിക്സ് ആൻഡ് കണ്ടക്ട് അല്ലെങ്കിൽ പ്രിൻസിപ്പിൾസ് ഓഫ് പ്രൊഫഷണൽ എത്തിക്സ് എല്ലാം സെയിം തന്നെയാണ്. ഏതൊക്കെയായിരുന്നു? ഇന്റഗ്രിറ്റി, പറയും നോക്കിയിട്ട് പറ. ഇന്റഗ്രിറ്റി, ഒബ്ജക്ടിവിറ്റി, പറഞ്ഞു മക്കളെ പഠിച്ചു പോവാം നമുക്ക്. കോൺഫിഡൻഷ്യാലിറ്റി, പ്രൊഫഷണൽ ബിഹേവിയർ, പ്രൊഫഷണൽ കോമ്പറ്റൻസ് ആൻഡ് ഡ്യൂ കെയർ. സോ വാട്ട് ഡു യു മീൻ ബൈ ഇന്റഗ്രിറ്റി? എന്താണ് ഇന്റഗ്രിറ്റി എന്ന് പറഞ്ഞാൽ മെമ്പേഴ്സ് എപ്പോഴും എന്തായിരിക്കണം നമ്മൾ പഠിച്ചിട്ടുള്ളത്? സ്ട്രേറ്റ് ഫോർവേഡ്,
അതുപോലെ തന്നെ they must be always be honest in all their professional and business relationship. So members എപ്പോഴും സ്ട്രേറ്റ് ഫോർവേഡ് ആയിരിക്കണം, അവരുടെ എല്ലാ പ്രൊഫഷണൽ ആൻഡ് ബിസിനസ് റിലേഷൻഷിപ്പിലും അവർ ഓണസ്റ്റ് ആയിരിക്കണം എന്ന് പറയുന്നതിനെയാണ് ഇന്റഗ്രിറ്റി എന്ന് പറയാം. ഒബ്ജക്ടിവിറ്റി എന്ന് പറഞ്ഞാൽ എന്താന്ന് ചോദിച്ചാൽ ഇത്രയേ ഉള്ളൂ, മെമ്പേഴ്സ് ബയാസ്ഡ് ആവാൻ പാടില്ല, കോൺഫ്ലിക്ട് ഓഫ് ഇൻട്രസ്റ്റ് അല്ലെങ്കിൽ അൺഡ്യൂ ഇൻഫ്ലുവൻസ് ഉണ്ടാവാൻ പാടില്ല, അതുവഴി നമ്മുടെ പ്രൊഫഷണൽ അല്ലെങ്കിൽ ബിസിനസ് ജഡ്ജ്മെന്റ്സ് ഓവർ റൈഡ് ചെയ്യാൻ പാടില്ല. അതിനെയാണ് ഒബ്ജക്ടിവിറ്റി എന്ന് പറയാം. പ്രൊഫഷണൽ കോമ്പിറ്റൻസ് ആൻഡ് ഡ്യൂ കെയർ എന്താണെന്ന് ചോദിച്ചാൽ ഇത്രയേ ഉള്ളൂ, നമ്മുടെ മെമ്പേഴ്സ് എപ്പോഴും ഒരു പ്രൊഫഷണൽ നോളജ് അല്ലെങ്കിൽ സ്കില്ല് മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ടേയിരിക്കണം. Whenever we deliver a service to a client, we must be delivering it on the basis of the most recently developed standards. അതുപോലെ തന്നെ നമ്മളൊരു സർവീസ് പ്രൊവൈഡ് ചെയ്യുമ്പോൾ you should accept that only if you have got sufficient knowledge on that എന്ന് പറയുന്നതാണ് പ്രൊഫഷണൽ കോമ്പിറ്റൻസ് ആൻഡ് ഡ്യൂ കെയർ. കോൺഫിഡൻഷ്യാലിറ്റി എന്ന് പറയുന്ന പ്രിൻസിപ്പിളിനകത്ത് നമ്മൾ രണ്ട് കാര്യങ്ങളായിരുന്നു പറഞ്ഞത്. എന്തായിരുന്നു? നമ്പർ 1, if you have obtained an information from a client, you should use it only for the purpose for which you have obtained that. നിങ്ങളൊരു ക്ലയന്റിന്റെ കയ്യിൽ നിന്ന് ഇൻഫർമേഷൻ ഒബ്റ്റൈൻ ചെയ്യുമ്പോൾ എന്തിനു വേണ്ടിയിട്ടാണ് നിങ്ങൾ ആ ഇൻഫർമേഷൻ ഒബ്റ്റൈൻ ചെയ്ത് അതിന് വേണ്ടിയിട്ട് മാത്രമേ യൂസ് ചെയ്യാൻ പാടുള്ളൂ. അതുപോലെ തന്നെ നിങ്ങൾ ഒരു ഇൻഫർമേഷൻ ഒബ്റ്റൈൻ ചെയ്ത് കഴിഞ്ഞാൽ യു ഷുഡ് നോട്ട് ഡിസ്ക്ലോസ് ഇറ്റ് ടു എനി ഓഫ് ദി തേർഡ് പാർട്ടീസ്. മറ്റൊരു തേർഡ് പാർട്ടിയുടെ അടുത്ത് ഇൻഫർമേഷൻ ഡിസ്ക്ലോസ് ചെയ്യാനും പാടില്ല എന്ന് പറയുന്നതാണ് കോൺഫിഡൻഷ്യാലിറ്റി. ഇനി പ്രൊഫഷണൽ ബിഹേവിയർ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? മെമ്പേഴ്സ് എല്ലാവരും ലോ ആൻഡ് റെഗുലേഷൻ കംപ്ലൈ ചെയ്യുന്നുണ്ടാവണം, ആൻഡ് പ്രൊഫഷണൽ ബോഡീനെ ഡിസ്ക്രെഡിറ്റ് ചെയ്യുന്ന തരത്തിലുള്ള ഒന്നും ചെയ്യാൻ പാടില്ല എന്ന് പറയുന്നതാണ് പ്രൊഫഷണൽ ബിഹേവിയർ. സോ ഇതായിരിക്കും നമ്മുടെ 5 ഫണ്ടമെന്റൽ എത്തിക്കൽ പ്രിൻസിപ്പിൾസ് എന്ന് പറയുന്നത്. ആൻഡ് നിങ്ങളോട് ചോദിക്കുന്നുണ്ടാവുക എക്സാമിന് എങ്ങനെയായിരിക്കും, വാട്ട് ആർ ദ എത്തിക്കൽ ആൻഡ് പ്രൊഫഷണൽ ഇഷ്യൂസ് ഇൻവോൾവ്? ഈ പറഞ്ഞ കാര്യങ്ങൾക്ക് എഗനിസ്റ്റ് ആയിട്ട് വരുന്നതാണ് പ്രൊഫഷണൽ ഇഷ്യൂസ്. സോ ഇഫ് യു ആർ നോട്ട് ആക്ടിങ് ഇൻ ആൻ ഒബ്ജക്റ്റീവ് മാനർ, വിച്ച് മീൻസ് ഇഫ് ദർ ഈസ് എനി സോർട്ട് ഓഫ് കോൺഫ്ലിക്ട് ഓഫ് ഇൻട്രസ്റ്റ് ആൻഡ് യു ആർ ഹാവിംഗ് അൺഡ്യൂ ഇൻഫ്ലുവൻസ് ഫ്രം സം അതർ പാർട്ടീസ്, ഒബ്ജക്ടിവിറ്റി ആണ്. സോ ബേസിക്കലി നമ്മൾ 5 ഫണ്ടമെന്റൽ എത്തിക്കൽ ത്രെഡ്സ് പഠിച്ചിട്ടില്ലേ? ഏതൊക്കെയായിരുന്നു? സെൽഫ് ഇൻട്രസ്റ്റ്, സെൽഫ് റിവ്യൂ, advocacy, familiarity, intimidation. All these threats are against the objectivity. ഏതെങ്കിലും ത്രെട്ട് ഉണ്ടായി കഴിഞ്ഞാൽ അത് ഒബ്ജക്ടിവിറ്റിക്ക് അഗൈൻസ്റ്റ് ആണ്. അപ്പൊ നിങ്ങൾ എല്ലാ ത്രെട്ട് വരുമ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ പറയാം, ഇറ്റ് മേ ക്രിയേറ്റ് എ ത്രെട്ട് ടു ഒബ്ജക്ടിവിറ്റി, ഇറ്റ് മേ ക്രിയേറ്റ് എ സെൽഫ് ഇൻട്രസ്റ്റ് ത്രെട്ട് ടു ഒബ്ജക്ടിവിറ്റി, ഇറ്റ് മേ ക്രിയേറ്റ് എ ഫെമിലിയാരിറ്റി ത്രെട്ട് ടു ഒബ്ജക്ടിവിറ്റി. സോ എവറി ത്രെട്ട് ഈസ് അഗൈൻസ്റ്റ് ഒബ്ജക്ടിവിറ്റി. ഇനി നിങ്ങളോട് ക്വസ്റ്റ്യൻ പറയാണ്, ഓഡിറ്റ് ജൂനിയർ ഒരു വർക്ക് പെർഫോം ചെയ്തു, അപ്പം ഓഡിറ്റ് ജൂനിയർ ആ വർക്കിന്റെ അകത്ത് ക്ലയന്റ് പെർഫോം ചെയ്തേക്കുന്ന ഒരു ഫ്രോഡ് കണ്ടുപിടിച്ചു. ഓഡിറ്റ് മാനേജറുടെ അടുത്ത് ഇത് റിപ്പോർട്ട് ചെയ്തപ്പോൾ ഓഡിറ്റ് മാനേജർ പറയാണ്, ഓഡിറ്റ് മാനേജർക്ക് പരിചയമുള്ള ഒരാളാണ് ചെയ്ത്, അതിനെക്കുറിച്ച് ആരുടെ അടുത്ത് പറയണ്ടെന്ന്. അങ്ങനെയാണ് എന്തായിരിക്കും? ഹീസ് നോട്ട് ആക്ടിങ് ഇൻ എ ഓണസ്റ്റ് മാനർ, ഇറ്റ്സ് അഗൈൻസ്റ്റ് ദി ഇന്റഗ്രിറ്റി ഓഫ് ദി ഓഡിറ്റർ. നിങ്ങളോട് പറയാണ്, ഓഡിറ്റർ ഒരു ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സിന്റെ ഫൈനൽ റിവ്യൂ പെർഫോം ചെയ്യാനായിട്ട് ചെന്നു. ഫൈനൽ റിവ്യൂ പെർഫോം ചെയ്യാൻ ചെന്ന സമയത്ത് സീനിയർ പറഞ്ഞു ഫൈനൽ റിവ്യൂ ചെയ്യണ്ട, അതിന്റെ ആവശ്യമില്ലാന്ന് പറഞ്ഞു. അങ്ങനെയാണ് എന്തായിരിക്കും? It's against professional competence and due care because they are not performing the work in accordance with the standards. Then നിങ്ങളോട് പറയാണ്, നിങ്ങളൊരു വർക്ക് പെർഫോം ചെയ്യാൻ ചെന്നു, വർക്ക് ചെയ്യാൻ ചെല്ലുന്ന സമയത്ത് നിങ്ങൾ ആ ക്ലയന്റിന്റെ ഇൻഫർമേഷൻ എടുത്ത് വേറൊരു തേർഡ് പാർട്ടിയുടെ അടുത്ത് കൊടുത്തു, against the confidentiality. And whatever things that you perform, whichever is against the professional body, that will be considered under the professional behavior. Say for example, നിങ്ങളൊരു അഡ്വർടൈസിങ് ചെയ്യാണ്, നിങ്ങൾ അഡ്വർടൈസിങ് ചെയ്യുന്ന സമയത്ത് you are giving an advertisement that discredit another professional. So നിങ്ങൾ പറയാണ്, you provide better service than your ex company. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അവിടെ എന്തായിരിക്കും സംഭവിക്കുക? You are acting not in a professional manner, so it's against the professional behavior. So this is how we will treat the ethical threats. Clear ayo? Yes sir. Perfect. Then next it's about the threats to professional ethics. നമ്മൾ 5 ethical threats ആയിരുന്നു പഠിച്ചിരുന്നത്. ഒന്നുകൂടെ വേഗം പറഞ്ഞ എല്ലാവരും ഏതൊക്കെയായിരുന്നു? Self interest, self review, advocacy, familiarity, intimidation. So when what do you mean by the self interest threat? And the self interest threat എന്ന് പറഞ്ഞാൽ you might be acting in your own personal interest, അല്ലേ? നിങ്ങൾ നിങ്ങളുടെ പേഴ്സണൽ ഇൻട്രസ്റ്റിൽ ആക്ട് ചെയ്യുന്ന സമയത്ത് അവിടെ വരുന്ന ത്രെട്ട് ആയിരിക്കും എന്ത്? സെൽഫ് ഇൻട്രസ്റ്റ് ത്രെട്ട് എന്ന് പറയാം. അതായത് എന്തെങ്കിലും ഫാമിലി അല്ലെങ്കിൽ പേഴ്സണൽ റിലേഷൻഷിപ്പ്, നിങ്ങൾക്ക് എന്തെങ്കിലും ലോൺ അല്ലെങ്കിൽ ഗ്യാരണ്ടി കിട്ടുന്നു, ക്ലോസ് ബിസിനസ് റിലേഷൻഷിപ്പ് ഉണ്ട്, നിങ്ങൾ ക്ലയന്റ് കമ്പനിയിൽ ഒരു ഇൻവെസ്റ്റ്മെന്റ് നടത്തിയിട്ടുണ്ട്, നിങ്ങളാണ് ക്ലയന്റ് കമ്പനിയിലെ സ്റ്റാഫിനെ റിക്രൂട്ട് ചെയ്ത് കൊടുത്തേക്കുന്നത്. ഈ സിറ്റുവേഷനിലൊക്കെ ഉണ്ടാകുന്ന ത്രെട്ടിനെയാണെന്ന് വിളിക്കുക, വിൽ കോൾ ഇറ്റ് as self interest threat. So literally whatever may be the case, ഏത് സാഹചര്യത്തിലാണെങ്കിലും if you are acting in your own personal interest, it will give rise to a threat. That's a self interest threat. There are also threats like lowballing. Lowballing എന്ന് പറഞ്ഞാൽ എന്താ? നോർമലി അതായത് ഓഡിറ്റ് ഫീസ് ആദ്യമേ കുറച്ച് കൂട്ട് ചെയ്യും, എന്നിട്ട് പ്രൊപ്പോർഷനേറ്റ്ലി ഓഡിറ്റിന്റെ ക്വാളിറ്റി റെഡ്യൂസ് ചെയ്യും. സോ ഇറ്റ്സ് എ സെൽഫ് ഇൻട്രസ്റ്റ് threat. ഹൈ പെർസെന്റേജ് ഫീസ്. ഒരു സിംഗിൾ ക്ലയന്റിന്റെ കയ്യിൽ നിന്ന് 2 consecutive years ആയിട്ട് more than 15% മേലെ ഫീസ് നിങ്ങൾക്ക് കിട്ടുന്നുണ്ട്.
സോ ദാറ്റ്സ് എ ഹൈ പെർസെന്റേജ് ക്ലൈന്റ്. കാരണം ആ ഒരു ക്ലൈന്റ് വേണ്ടിയിട്ട് ഫേവറബിൾ ആയിട്ടുള്ള എന്ത് നിങ്ങൾ ചെയ്തു കൊടുക്കാൻ വേണ്ടി ആവും. പെർസെന്റേജ് ഓർ കണ്ടിജന്റ് ഫീസ്, നിങ്ങളുടെ ടോട്ടൽ ഫീസിന്റെ 5% ക്ലൈന്റ് തരും എന്ന് പറയാണ്. ടോട്ടൽ ഫീസ് നിങ്ങളോട് പറയാണ് ടോട്ടൽ റവന്യൂവിന്റെ 5% ക്ലൈന്റ് നിങ്ങൾക്ക് ഓഡിറ്റ് ഫീസ് ആയിട്ട് തരും എന്ന് പറയാണ്. റവന്യൂ ഓവർ സ്റ്റേറ്റ് ആണെങ്കിൽ നിങ്ങൾ കുറയ്ക്കാൻ പറയുമോ? ഇല്ല, കുറച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ കാശ് പോകും. സോ യു വോണ്ട് ഡു ദാറ്റ്. സോ ദാറ്റ്സ് ഓൾസോ എ സെൽഫ് ഇൻട്രസ്റ്റ് റേറ്റ്. സോ ഇങ്ങനെ ഉണ്ടാകുന്ന ത്രെഡിനെയാണ് സെൽഫ് ഇൻട്രസ്റ്റ് റേറ്റ് എന്ന് വിളിക്കുക. സെൽഫ് റിവ്യൂ ത്രെഡ് എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? നിങ്ങൾ ചെയ്ത വർക്ക് നിങ്ങൾ തന്നെ റിവ്യൂ ആണ്. അപ്പോൾ അവിടെ ക്രിയേറ്റഡ് ആവുന്ന ത്രെഡാണ് സെൽഫ് റിവ്യൂ ത്രെഡ്. സേ ഫോർ എക്സാമ്പിൾ, നിങ്ങൾ ക്ലയന്റിന് ടാക്സ് സർവീസ് കൊടുത്തു, നാളെ നിങ്ങൾ തന്നെ ഓഡിറ്റ് ചെയ്യാൻ ചെല്ലുന്നു. ടാക്സിനകത്ത് എന്തെങ്കിലും വ്യത്യാസം ഉണ്ടെങ്കിൽ നിങ്ങൾ പറയുമോ? ഇല്ല, നമ്മൾ മണ്ടനാവെന്ന് പറയാവും. സോ വി വോണ്ട് ഡു ദാറ്റ്. സോ ദാറ്റ്സ് എ സെൽഫ് റിവ്യൂ ത്രെഡ്. അഡ്വക്കസി ത്രെഡ് എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? നമ്മൾ ക്ലയന്റിനെ റെപ്രസെന്റ് ചെയ്ത് സംസാരിക്കുന്ന സമയത്ത് അവിടെ ഉണ്ടാകുന്ന ത്രെഡാണ് അഡ്വക്കസി ത്രെഡ്. Because once we talk about someone in favor, it is very difficult to talk against them in other case. അവിടെ ഉണ്ടാകുന്ന ത്രെഡാണ് അഡ്വക്കസി ത്രെഡ്. ലൈക്ക് ഇഫ് യു ആർ റെപ്രസെന്റിംഗ് ദ ക്ലയന്റ് കമ്പനി ഇൻ എ ബാങ്ക്, നിങ്ങൾ ക്ലയന്റ് കമ്പനിയുടെ ഫിനാൻഷ്യൽസ് വേറെ ലെൻഡറിന്റെ അടുത്ത് സബ്മിറ്റ് ചെയ്യാൻ പോകുന്നു. നിങ്ങൾ ക്ലയന്റ് കമ്പനിയുടെ ടാക്സ് ഡിസ്പ്യൂട്ട് സോൾവ് ചെയ്യാനായിട്ട് റെപ്രസെന്റേറ്റീവ് ആയിട്ട് പോകും. അവിടെയൊക്കെ ഉണ്ടാകുന്ന ത്രെഡ് എന്തായിരിക്കും? അഡ്വക്കസി ആയിരിക്കും. Then when it comes to the familiarity thread, ക്ലയന്റ് കമ്പനിയും നിങ്ങളും തമ്മിൽ ഒരു കോമൺ ഇൻട്രസ്റ്റ് വരികയാണ്. സേ ഫോർ എക്സാമ്പിൾ, നിങ്ങളും ക്ലയന്റ് കമ്പനി തമ്മിലുള്ള ഒരു പരിചയം പലതരത്തിലുള്ള പരിചയമായിരിക്കാം. ഫാമിലി അല്ലെങ്കിൽ പേഴ്സണൽ റിലേഷൻഷിപ്പ് ആയിരിക്കാം, നിങ്ങളുടെ ഒരു ബോയ് ഫ്രണ്ട് അല്ലെങ്കിൽ ഗേൾ ഫ്രണ്ട് ആയിരിക്കാം, നിങ്ങളുടെ ഹസ്ബൻഡ് അല്ലെങ്കിൽ വൈഫ് ഐ മീൻ സ്പൗസ് ആവാം, സിബ്ലിംഗ്സ് ആവാം. അതുമല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ ലോങ് ടേം അസോസിയേഷൻ വിത്ത് ക്ലയന്റ് ആയിരിക്കാം. ഇൻ വാട്ട് എവർ മേ ബി ദ കേസ്, ഏത് സാഹചര്യത്തിലാണെങ്കിലും രണ്ടുപേരും തമ്മിലുള്ള പരിചയത്തിന് പുറത്ത് മാത്രം ഒരു കാര്യം ചെയ്തു കൊടുക്കുകയാണെങ്കിൽ ഇറ്റ്സ് എ ഫെമിലിയാരിറ്റി ത്രെഡ്. നെക്സ്റ്റ് ഇറ്റ്സ് അബൌട്ട് ദി ഇന്റിമിഡേഷൻ ത്രെഡ്. ഇന്റിമിഡേഷൻ ത്രെഡ് എന്ന് പറയുമ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്ന ഇത്രയേ ഉള്ളൂ. അതായത് 3 സിറ്റുവേഷനിലാണ് ഇന്റിമിഡേഷൻ ത്രെഡ് വരിക. ഫാമിലി അല്ലെങ്കിൽ കൊയേഷൻ, അൺഡ്യൂ ഇൻഫ്ലുവൻസ്, ക്രിയേറ്റിംഗ് ലിമിറ്റേഷൻ, ദ സ്കോപ്പ് ഓഫ് ഓഡിറ്റ്. കൊയേഷൻ എന്ന് വെച്ചാൽ ഇത്രയേ ഉള്ളൂ. നിങ്ങൾ ഭീഷണിപ്പെടുത്തുകയാണ്. നിങ്ങളോട് പറയാണ് നിങ്ങൾ ഇത് ചെയ്തില്ലെങ്കിൽ നമ്മൾ അത് ചെയ്തു തരില്ല, നിങ്ങൾ നമുക്ക് വേണ്ടിയിട്ട് ഒരു ഫേവറബിൾ ഒപ്പീനിയൻ തന്നിട്ടില്ല, നിങ്ങൾ അൺമോഡിഫൈഡ് ഒപ്പീനിയൻ തന്നില്ലെങ്കിൽ നിങ്ങളുടെ ഓഡിറ്റ് ഫീസ് തരില്ല. നിങ്ങൾ നമുക്ക് അൺമോഡിഫൈഡ് ഒപ്പീനിയൻ തന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ അഗൈൻസ്റ്റ് നമ്മൾ ലിറ്റിഗേഷൻ കേസ് ഫയൽ ചെയ്യും. നിങ്ങൾ എനിക്ക് അൺമോഡിഫൈഡ് ഒപ്പീനിയൻ തന്നിട്ടില്ലെങ്കിൽ ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് അത് ചെയ്തു തരും, ഇത് ചെയ്യും എന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തുന്നതിനെയാണ് we will call it as undue influence. കൊയേഷൻ. ഇനി അൺഡ്യൂ ഇൻഫ്ലുവൻസ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് ചോദിച്ചാൽ ഇത്രയേ ഉള്ളൂ. അതായത് നമ്മൾ നമ്മുടെ മേലെ അതോറിറ്റി ഉള്ള ഒരാൾ പറയേണ്ട കേക്ക് വരിക, അതാണ് അൺഡ്യൂ ഇൻഫ്ലുവൻസ്. ഇപ്പൊ സേ ഫോർ എക്സാമ്പിൾ, എന്റെ സീനിയർ ആയിട്ട് നേരത്തെ എന്റെ ഫേമിൽ വർക്ക് ചെയ്തുകൊണ്ടിരുന്ന ഒരാൾ ഇപ്പൊ ക്ലയന്റ് കമ്പനിയിലേക്ക് മൂവ് ആയി, പുള്ളി എന്റെ മേലെ അൺഡ്യൂ ഇൻഫ്ലുവൻസ് എടുക്കുകയാണ്. അതുമല്ലാന്നുണ്ടെങ്കിൽ എന്റെ മേലെ ഹയർ അതോറിറ്റി എടുക്കാൻ കേപ്പബിലിറ്റി ഉള്ള ആരാണെങ്കിലും എന്റെ മേലെ അതോറിറ്റി എടുക്കുകയാണെങ്കിൽ ദാറ്റ് കംസ് അണ്ടർ ദ അൺഡ്യൂ ഇൻഫ്ലുവൻസ്. ഇനി നമ്മൾ അതുപോലെ തന്നെ നെക്സ്റ്റ് വൺ പറയാണ്, in addition to this undue influence, there can also be chances of having other particular threats as well, creating limitation in the scope of audit. Scope of audit nadu limitation create ചെയ്യണം. അതായത് എനിക്ക് adequate amount of information തരുന്നില്ല, അല്ലെങ്കിൽ എനിക്ക് ഓഡിറ്റ് ടീം മെമ്പേഴ്സ് ആയ നമുക്ക് നമ്മുടെ ക്ലയന്റ് കമ്പനിയിലെ സ്റ്റാഫിലേക്ക് ആക്സസ് തരുന്നില്ല, നമുക്ക് ഇൻവെന്ററി വെയർഹൗസിൽ പോകാൻ സമ്മതിക്കുന്നില്ല. ഇങ്ങനെ എന്തൊക്കെയാണ് ഓഡിറ്റിന് സമയത്ത് നമുക്ക് വേണ്ടത്? നമുക്ക് വേണ്ടത് ഇൻഫർമേഷൻ അല്ലെങ്കിൽ ആളുകളിലേക്ക് നമുക്ക് ആക്സസ് തന്നിട്ടില്ലെങ്കിൽ അതും പ്രോബ്ലം ആണ്. അതാണ് ക്രിയേറ്റിംഗ് ലിമിറ്റേഷൻ ഇൻ ദ സ്കോപ്പ് ഓഫ് ഓഡിറ്റ് എന്ന് പറയാം. അപ്പൊ ഇത് ഏത് വന്നിട്ടുണ്ടെങ്കിലും എന്തായിരിക്കും? ഇന്റിമിഡേഷൻ ത്രെഡ് ആയിരിക്കും. സോ കൊയേഷൻ, undue influence, creating limitation in the scope of audit, all this will give rise to intimidation threat. Is that clear, everyone? Maklai manasilayo? Yes, sir. Yes, sir. Perfect. So, in total 5 threat aanullathu: self-interest, self-review, advocacy, familiarity, intimidation. And sometimes there can be chances that this threat might create some sort of difficulties for you. കാരണം കൺഫ്യൂസിങ് ആവാം ഈ എല്ലാ ത്രെഡുകളും വന്നിരിക്കും. നിങ്ങൾ ഇത്ര മാത്രം ഓർത്ത് വെച്ചാൽ മതി. ഒരു പർട്ടിക്കുലർ സിറ്റുവേഷനിൽ 2 ത്രെഡ് ഇൻഡിപെൻഡന്റും 3 ത്രെഡ് അസോസിയേറ്റഡും ആണ്. ഒരു ഫാമിലി അല്ലെങ്കിൽ പേഴ്സണൽ റിലേഷൻഷിപ്പ് വന്നു കഴിഞ്ഞാൽ തന്നെ സെൽഫ് ഇൻട്രസ്റ്റ് വരും, ഫെമിലിയാരിറ്റി വരും, ഇന്റിമിഡേഷൻ വരും. ഹൗ ടു ഡിസ്റ്റിങ്വിഷ് ദാറ്റ് എന്ന് ചോദിച്ചാൽ ഇത്രയേ ഉള്ളൂ. നിങ്ങളുടെ കൂടി പേഴ്സണൽ ബെനിഫിറ്റ് എക്സ്പെക്ട് ചെയ്തിട്ടാണ് എന്തെങ്കിലും കാര്യം ചെയ്തത്. അങ്ങനെയാണെങ്കിൽ ദാറ്റ്സ് എ സെൽഫ് ഇൻട്രസ്റ്റ് ത്രെഡ്. വെറും പരിചയത്തിന് പുറത്ത് മാത്രമാണ് നിങ്ങൾ ആ കാര്യം ചെയ്തു കൊടുക്കുന്നത്. സോ ദാറ്റ്സ് എ ഫെമിലിയാരിറ്റി ത്രെഡ്. നിങ്ങൾ ഒരു കാര്യം ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ മേലുള്ള അതോറിറ്റി യൂസ് ചെയ്ത് അവർ നിങ്ങളെ കൊണ്ട് ബലമായിട്ട് ചെയ്യിപ്പിക്കുന്നതാണ്. സോ ദാറ്റ്സ് എ കം അണ്ടർ ദി ഇന്റിമിഡേഷൻ ത്രെഡ്. ഇങ്ങനെയാണ് 3 നമ്മൾ ഡിസ്റ്റിങ്വിഷ് ചെയ്യുന്നുണ്ടാവുക. ഇനി എപ്പോഴും 2 ത്രെഡ് എപ്പോഴും ഡിഫറെന്റ് ആയിരിക്കും, വിച്ച് ഇൻക്ലൂഡ്സ് എ സെൽഫ് റിവ്യൂ ആൻഡ് അഡ്വക്കസി. കാരണം നമ്മൾ ക്ലയന്റിന് എവിടെയെങ്കിലും പോയി റെപ്രസെന്റ് ചെയ്ത് സംസാരിച്ചാൽ മാത്രമേ അഡ്വക്കസി ത്രെഡ് വരത്തുള്ളൂ. ആൻഡ് അറ്റ് ദ സെയിം ടൈം നമ്മൾ ക്ലയന്റിനെ പോയി റെപ്രസെന്റ് ചെയ്ത് സംസാരിക്കുമ്പോൾ മാത്രമല്ല, നമുക്ക് അതുപോലെ തന്നെ ഓൾറെഡി ചെയ്ത ഒരു വർക്ക് നമ്മൾ തന്നെ റിവ്യൂ ചെയ്താൽ മാത്രമേ സെൽഫ് റിവ്യൂവും വരത്തുള്ളൂ. അതുകൊണ്ട് തന്നെ ഇത് രണ്ടും ഡിസ്റ്റിങ്വിഷ് ചെയ്ത് നിർത്താൻ എളുപ്പമാണ്. സോ എപ്പോഴും ഓർത്ത് വെച്ചാൽ മതി, 3 ത്രെഡ് റിലേറ്റഡ് ആയിട്ടുള്ളൂ. ഏതൊക്കെയാണ്? സെൽഫ് ഇൻട്രസ്റ്റ്, ഫെമിലിയാരിറ്റി ആൻഡ് ഇന്റിമിഡേഷൻ.
അതർ ദാൻ ദാറ്റ് ബാക്കി രണ്ട് ത്രെട്ടും ഇൻഡിപെൻഡന്റ് ആയിരിക്കും. ആൻഡ് ത്രെഡിനെ ഡിസ്റ്റിങ്വിഷ് ചെയ്യുന്ന ഫാക്ടർ നമ്മൾ പറഞ്ഞു പേഴ്സണൽ ബെനിഫിറ്റും കൂടെ എക്സ്പെക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ സെൽഫ് ഇൻട്രസ്റ്റ്, വെറും പരിചയത്തിന് പുറത്ത് മാത്രമാണെങ്കിൽ ഫെമിലിയാരിറ്റി, ആൻഡ് ഇൻ കേസ് ഇഫ് ദർ ഈസ് എനി ചാൻസസ് ഓഫ് ഹാവിംഗ് അൺഡ്യൂ ഇൻഫ്ലുവൻസ് ദെൻ ഇറ്റ് വിൽ ബി കോൾഡ് ഇന്റിമിഡേഷൻ. ക്ലിയർ ആയോ? Is that clear, everyone? Yes, sir. Perfect. ഇനി we have also studied about the management threat as well, അല്ലേ? എന്താണ് മാനേജ്മെന്റ് ത്രെട്ട് എന്ന് പറഞ്ഞാൽ? ഒരു ഫേമിന്റെ മാനേജ്മെന്റ് എന്തൊക്കെയാണോ ചെയ്യേണ്ട റെസ്പോൺസിബിലിറ്റീസ്, ആ റെസ്പോൺസിബിലിറ്റീസ് ഓഡിറ്റർ അറിയാണ്ട് എന്ത് ചെയ്യുന്നു? ഓഡിറ്ററിന്റെ റെസ്പോൺസിബിലിറ്റി ആയിട്ട് കൺസിഡർ ചെയ്യുന്നു. അപ്പോൾ ഉണ്ടാവുന്ന ത്രെട്ടാണ് മാനേജ്മെന്റ് ത്രെട്ട്. ക്ലിയർ ആയോ? അതായത് ഒരു ഫേം എന്ത് ചെയ്യാൻ പാടില്ല? ഫേമിന്റെ റെസ്പോൺസിബിലിറ്റി അല്ലാതെ മാനേജ്മെന്റിന്റെ റെസ്പോൺസിബിലിറ്റി ഫേം റെസ്പോൺസിബിലിറ്റി ആയിട്ട് അക്സെപ്റ്റ് ചെയ്യാൻ പാടില്ല. അങ്ങനെ അക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് ത്രെട്ട് ആയിരിക്കും? It will be so called management threat. Clear ayo everyone? Yes, sir. Okay. ഇനി ഈ ത്രെട്ടിന്റെ സിഗ്നിഫിക്കൻസ് നോക്കണം നമ്മൾ പറഞ്ഞു. എങ്ങനെയായിരിക്കും ഓരോ ത്രെട്ടും സിഗ്നിഫിക്കന്റ് ആണോ എന്ന് കൺസിഡർ ചെയ്യുന്നുണ്ടാവും? എന്തൊക്കെ കാര്യങ്ങൾ നോക്കിയിട്ടാണ്? ഞാൻ പറ, വാല്യൂ ഓഫ് ദി ത്രെട്ട് കൂടുന്നതിനനുസരിച്ച് ത്രെട്ടിന്റെ സിഗ്നിഫിക്കൻസ് എന്ത് ചെയ്തുകൊണ്ടിരിക്കും? കൂടിക്കൊണ്ടിരിക്കും. ദെൻ നെക്സ്റ്റ് നമ്മൾ പറഞ്ഞു സീനിയോറിറ്റി ഓഫ് ദി സ്റ്റാഫ് ഇൻവോൾവ്. ഏത് സ്റ്റാഫാണ് അവിടെ വർക്ക് പെർഫോം ചെയ്യുന്നത് അതിന്റെ സീനിയോറിറ്റി കൂടുന്നതിനനുസരിച്ചും ത്രെട്ടിന് സിഗ്നിഫിക്കൻസ് ഓട്ടോമാറ്റിക്കലി കൂടിക്കൊണ്ടിരിക്കും. നെക്സ്റ്റ് നമ്മൾ പറഞ്ഞു ഇമ്പാക്ട് ദ ഓഡിറ്റ് ഫേം. ഓഡിറ്റ് ഫേമിനെ സംബന്ധിച്ച് എന്ത് ഇമ്പാക്ട് ആണ് ഈ ത്രെട്ട് ക്രിയേറ്റ് ചെയ്യുന്നത് നോക്കണം. ഓഡിറ്റ് ഫേമിനെ സംബന്ധിച്ച് എന്ത് ഇമ്പാക്ട് ആണ് ഈ ത്രെട്ട് ക്രിയേറ്റ് ചെയ്യുന്നത് നോക്കുക. ഓഡിറ്റ് ഫേം ഈ ഒരു പർട്ടിക്കുലർ സിറ്റുവേഷനിൽ വലിയ ത്രെട്ട് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ എന്തുണ്ടാവും? ദേ വിൽ ബി ഇന്റിമിഡേഷൻ ത്രെട്ട്. ആൻഡ് നമ്മൾ പറഞ്ഞു ഇമ്പാക്ട് ടു ദ ഓഡിറ്റ് ഫേം ഇസ് വെരി ഹൈ. ആൻഡ് ഫൈനലി അപ്പം ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സിനെ സംബന്ധിച്ച് എത്ര മെറ്റീരിയൽ ആണെന്ന് നോക്കണം. മെറ്റീരിയാലിറ്റി ഓഫ് ദി ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് കൂടുന്നതിനനുസരിച്ചും ത്രെട്ടിന് സിഗ്നിഫിക്കൻസും കൂടിക്കൊണ്ടിരിക്കും. ക്ലിയർ ആയോ? Is that clear, everyone? Yes. Okay. അപ്പോൾ നമ്മൾ പറഞ്ഞ ത്രെഡിന്റെ സിഗ്നിഫിക്കൻസ് കൺസിഡർ ചെയ്യുന്ന ഫാക്ടേഴ്സ് എന്തൊക്കെയാണ്? വാല്യൂ ഓഫ് ദി ത്രെഡ് നോക്കണം, സീനിയോറിറ്റി ഓഫ് ദി സ്റ്റാഫ് നോക്കണം, ഇമ്പാക്ട് ടു ദി ഓഡിറ്റ് ഫേം നോക്കണം, മെറ്റീരിയാലിറ്റി ടു ദി ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് നോക്കണം. ഇത്രയും കാര്യങ്ങൾ കൺസിഡർ ചെയ്തിട്ടായിരിക്കും ഒരു ത്രെഡ് എത്ര സിഗ്നിഫിക്കന്റ് ആണ് എന്നുള്ള കാര്യം നമ്മൾ നോക്കുന്നുണ്ടാവുക. ഓക്കെ. ഇനി ഓരോ ത്രെഡിനും വേണ്ടിയിട്ട് എന്തൊക്കെ സേഫ് ഗാർഡ്സ് ആണ് നമ്മൾ എടുക്കേണ്ടതെന്നാണ് അതിന് ശേഷം പറഞ്ഞത്. ഓരോ ത്രെഡിനും വേണ്ടിയിട്ട് എന്തൊക്കെ സേഫ് ഗാർഡ്സ് എടുക്കണമെന്ന് ചോദിച്ചാൽ എന്തൊക്കെയായിരിക്കും എടുക്കേണ്ടി വരിക? നമുക്ക് മാനേജ്മെന്റും ഓഡിറ്റ് കമ്മിറ്റിയും ദോസ് ചാർജസ് ഗവൺമെന്റ്സുമായിട്ട് ആക്കാനും ഡിസ്കസ് ചെയ്യാം. ആ പർട്ടിക്കുലർ ഇൻഡിവിജ്വൽ ഓഡിറ്റ് ടീമിൽ നിന്ന് റിമൂവ് ചെയ്യാം. എക്സ്റ്റേണൽ ഓഡിറ്റിനെ കൊണ്ട് വർക്ക് റിവ്യൂ ചെയ്യിക്കാം. സീനിയർ പേഴ്സണെ നമുക്ക് റൊട്ടേറ്റ് ചെയ്യാം. സെൽഫ് റിവ്യൂ ത്രെഡിന്റെ കേസിൽ നമുക്ക് സെപ്പറേറ്റ് ടീംസ് യൂസ് ചെയ്യാം. പ്രൊഫഷണൽ സ്കെപ്റ്റിസിസം നമുക്ക് ത്രൂ ഔട്ട് ദ ഓഡിറ്റ് മെയിൻറ്റെയിൻ ചെയ്യാം. പ്രൊഫഷണൽ ബോഡിയുടെ നമുക്ക് അഡ്വൈസ് സ്വീകരിക്കാം. ഓർഗനൈസേഷൻ കോഡ് ഓഫ് കണ്ടക്ട് മെയിൻറ്റെയിൻ ചെയ്യാം. നമ്മുടെ അടുത്ത് റിക്വസ്റ്റ് ചെയ്യുന്ന സർവീസ് എന്താണോ ആ സർവീസ് നമ്മൾ പറ്റൂല എന്ന് പറഞ്ഞ് പൊളൈറ്റ്ലി ഡിക്ലൈൻ ചെയ്യാം. നമ്മുടെ അടുത്ത് എത്ര നമ്പർ ഓഫ് ഷെയർസ് ആണുള്ളത് ഡിസ്പോസ് ചെയ്യാം ഇമ്മീഡിയറ്റ്ലി. ആൻഡ് ഒന്നും പറ്റിയിട്ടില്ലെങ്കിൽ എൻഗേജ്മെന്റിൽ നിന്ന് റിസൈൻ ചെയ്യാം. അതുപോലെ തന്നെ there are also chances where we audit multiple entities in a competent market. ഒരു കോമ്പീറ്റന്റ് മാർക്കറ്റിലുള്ള മൾട്ടിപ്പിൾ എൻറ്റിറ്റീസിനെ ഓഡിറ്റ് ചെയ്യുന്നതിനെ കുറിച്ച് നമ്മൾ പറയുന്നുണ്ടാവും. ഒരു കോമ്പീറ്റന്റ് മാർക്കറ്റിലുള്ള മൾട്ടിപ്പിൾ എൻറ്റിറ്റി, സേ ഫോർ എക്സാമ്പിൾ ആപ്പിളിന്റെയും അതുപോലെ തന്നെ സാംസങ്ങിന്റെയും ഓഡിറ്റ് നമ്മളാണ് പെർഫോം ചെയ്യുന്നതെന്ന് പറഞ്ഞു. സോ ഇഫ് വി ആർ പെർഫോമിംഗ് ദ ഓഡിറ്റ് ഓഫ് ബോത്ത് ആപ്പിൾ ആൻഡ് സാംസങ്, അവിടെ ഉണ്ടാവാൻ പോകുന്ന റിസ്ക് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ആപ്പിളിന്റെയും സാംസങ്ങിന്റെ ഓഡിറ്റ് നമ്മളാണ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ആപ്പിളിന്റെയും ഇന്റലിന്റെയും എന്ന് വെച്ചാൽ എൻറ്റിറ്റീസ് ദാറ്റ് ട്രേഡ് വിത്ത് ഈച്ച് അതർ. സോ ആപ്പിളിന്റെയും സാംസങ്ങിന്റെ ഓഡിറ്റ് നമ്മളാണ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ആപ്പിളിന്റെയും ഇന്റലിന്റെ ഓഡിറ്റ് നമ്മളാണ് ചെയ്യുന്നുണ്ടെങ്കിൽ അവിടെ എന്തൊക്കെ പ്രോബ്ലംസ് ആയിരിക്കും ഉണ്ടാവുക? കോൺഫ്ലിക്ട് ഓഫ് ഇൻട്രസ്റ്റ് ഉണ്ടാവും. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ത്രെഡ്സ് ടു ഒബ്ജക്ടിവിറ്റി അതുപോലെ തന്നെ കോൺഫിഡൻഷ്യാലിറ്റി ക്രിയേറ്റ് ചെയ്യും, അല്ലേ? അതായത് നമ്മൾ പറയാണ് കോൺഫ്ലിക്ട് ഓഫ് ഇൻട്രസ്റ്റ് ക്രിയേറ്റ് ചെയ്യുന്നില്ല, അല്ലെങ്കിൽ ത്രെഡ്സ് ടു ഒബ്ജക്ടിവിറ്റി അല്ലെങ്കിൽ കോൺഫിഡൻഷ്യാലിറ്റി ക്രിയേറ്റ് ചെയ്യുന്നില്ല എന്ന് നമുക്ക് എൻഷുർ ചെയ്യാൻ പറ്റണം. എങ്കിൽ മാത്രമേ നമുക്ക് വർക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പാടുള്ളൂ. അതിനുവേണ്ടി നമ്മൾ എന്ത് ചെയ്യണമെന്നായിരുന്നു പഠിച്ചിരുന്നത്? ആദ്യമേ ഈ രണ്ട് എൻറ്റിറ്റിയുടെയും കയ്യിൽ നിന്നും കൺസെന്റ് ഒബ്ടൈൻ ചെയ്യണം. വി ഹാവ് ടു ഒബ്ടൈൻ കൺസെന്റ് ഫ്രം ബോത്ത് ക്ലയൻസ്. അതിനുശേഷം എന്ത് ചെയ്യാം? അവർ കൺസെന്റ് തന്നു കഴിഞ്ഞാൽ നമ്മൾ സെപ്പറേറ്റ് ആയിട്ടുള്ള എൻഗേജ്മെന്റ് ടീം യൂസ് ചെയ്യണം ഇവരുടെ വർക്ക് പെർഫോം ചെയ്യാൻ. വി മസ്റ്റ് ഹാവ് പ്രൊസീജിയേഴ്സ് ടു പ്രിവെന്റ് ആക്സസ് ടു ഇൻഫർമേഷൻ. അതുപോലെ തന്നെ കോൺഫിഡൻഷ്യാലിറ്റി എഗ്രിമെന്റ് സൈൻ ചെയ്തിട്ടുണ്ടാവണം രണ്ടുപേരും. ആപ്ലിക്കേഷൻ ഓഫ് സേഫ് ഗാർഡ്സ് നമ്മൾ റെഗുലർലി റിവ്യൂ ചെയ്യുന്നുണ്ടാവണം. ഇൻഡിപെൻഡൻസ് അഡ്വൈസും ക്ലയന്റിന്റെ കയ്യിൽ നിന്ന് വാങ്ങിക്കുന്നുണ്ടാവണം. ക്ലിയർ ആയോ? ഓക്കെ, വൺ മോർ ടൈം. എന്തൊക്കെ അഡീഷണൽ സേഫ് ഗാർഡ്സ് നമ്മൾ എടുക്കേണ്ടത്? സെപ്പറേറ്റ് എൻഗേജ്മെന്റ് ടീം യൂസ് ചെയ്യണം. There must be procedures to prevent access to information. Confidentiality agreement സൈൻ ചെയ്തിട്ടുണ്ടാവണം. Then application of safeguards regular basis നമ്മൾ റിവ്യൂ ചെയ്യണം. Then independent advice നമ്മൾ സീക്ക് ചെയ്യുന്നുണ്ടാവണം. ക്ലിയർ ആയോ? Is that clear everyone? Yes sir. Yes sir. And ഈ ഏതെങ്കിലും സേഫ് ഗാർഡ് എടുക്കാൻ പറ്റിയിട്ടില്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം എന്ന് പറഞ്ഞിട്ടുള്ളത്? We must decline or resign from the engagement. ക്ലിയർ ആയോ? സർ ഒരു ഡൗട്ട് ചോദിച്ചോ. ഈ പ്രൊഫഷണൽ സ്കെപ്റ്റിസിസം മെയിൻറ്റെയിൻ ചെയ്യണമെന്ന് പറയണ്ടല്ലോ മുകളിൽ. പ്രൊഫഷണൽ സ്കെപ്റ്റിസിസം
മെയിൻറ്റെയിൻ ചെയ്യുന്ന കാര്യം പറഞ്ഞല്ലോ സേഫ് ഗാർഡ് ആയിട്ട്, അത് നമ്മൾ ആക്ച്വലി എല്ലാ ഓഡിറ്റിനും മെയിൻറ്റെയിൻ ചെയ്യേണ്ടതല്ലേ? എല്ലാ ഓഡിറ്റും മെയിൻറ്റെയിൻ ചെയ്യേണ്ടതാണ്, ബട്ട് ഇറ്റ് ഈസ് ജസ്റ്റ് എ ജനറൽ സേഫ് ഗാർഡ്. അതായത് ഇപ്പം എത്തിക്കൽ ത്രെട്ട് ഉണ്ടാവുന്ന സമയത്ത് നമ്മൾ സ്കെപ്റ്റിക് ആയിട്ടിരിക്കണം എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഇത്രയേ ഉള്ളൂ. നമ്മളിപ്പോൾ ക്ലയന്റ് കമ്പനി ചെല്ലുകയാണ്, ക്ലയന്റ് കമ്പനി നമുക്കിപ്പോൾ എന്തെങ്കിലുമൊക്കെ ഹോസ്പിറ്റാലിറ്റി സർവീസസ് തരികയാണ്. അപ്പം നമ്മൾ പറയാണ്, ഇപ്പൊ നമ്മളെ ഭയങ്കരമായിട്ടും സുഖിപ്പിക്കാനുള്ള കാര്യങ്ങൾ തന്നെ അവർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ചുമ്മാ ഇരിക്കുമ്പോൾ അത് കൊണ്ടുവന്നായിരുന്നു, ഇത് കൊണ്ടുവന്നായിരുന്നു, ഭയങ്കരമായിട്ട് നമ്മളെ ഹാപ്പി ആക്കുന്നു. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? അതും സ്കെപ്റ്റിക് ആയിട്ട് ചിന്തിക്കണം. അതായത് ഇവരെന്തെങ്കിലും മറച്ചു വെക്കാൻ ശ്രമിക്കുകയാണോ, എന്തെങ്കിലും പോസിബിലിറ്റി ഓഫ് ഫ്രോഡ് അല്ലെങ്കിൽ എറർ ഉണ്ടോ എന്ന് ചിന്തിക്കണം എന്നാണ് പറഞ്ഞത്. മനസ്സിലായോ? ഓക്കെ സർ, താങ്ക് യു. ഇനി കറണ്ട് ഇഷ്യൂസ് നമ്മൾ പറഞ്ഞു. എൻഗേജ്മെന്റ് പാർട്ണറിനെ ആണെങ്കിലും എൻഗേജ്മെന്റ് ക്വാളിറ്റി കൺട്രോൾ റിവ്യൂറിനെ ആണെങ്കിലും കീ ഓഡിറ്റ് പാർട്ണറിനെ ആണെങ്കിലും എല്ലാവരുടെയും മാക്സിമം ഒരു എൻറ്റിറ്റി സെർവ് ചെയ്യാൻ പറ്റുന്ന പീരീഡ് എത്രയായിരുന്നു? 7 years ആയിരുന്നു. അവരുടെയൊക്കെ കൂളിംഗ് ഓഫ് പീരീഡ് എന്ന് പറഞ്ഞാൽ എത്രയായിരുന്നു? എൻഗേജ്മെന്റ് പാർട്ണറിന്റെ കൂളിംഗ് ഓഫ് പീരീഡ് എത്രയാ? 5 years. എൻഗേജ്മെന്റ് ക്വാളിറ്റി കൺട്രോൾ റിവ്യൂറിന്റെയോ 3, കീ ഓഡിറ്റ് പാർട്ണറിന്റെ 2. എന്താണ് മക്കളെ കൂളിംഗ് ഓഫ് പീരീഡ് എന്ന് പറഞ്ഞാൽ? എത്ര പീരീഡിലേക്കാണോ നമ്മുടെ ഫെമിലിയാരിറ്റി ത്രെട്ട് അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ട് അവരോട് ഈ എൻഗേജ്മെന്റ് അത് പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പാടില്ല എന്ന് പറയുന്നത്, അവരോട് എൻഗേജ്മെന്റ് അത് പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പാടില്ല എന്ന് പറയുന്ന പീരീഡിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക? വി വിൽ കോൾ ഇറ്റ് as കൂളിംഗ് ഓഫ് പീരീഡ്. ക്ലിയർ ആയോ? ക്ലിയർ? യെസ് സർ. ഇനി എൻഗേജ്മെന്റ് പാർട്ണർ പ്ലസ് കീ ഓഡിറ്റ് പാർട്ണർ ആയിട്ടുള്ള റോളിൽ വർക്ക് ചെയ്യാണ്. അങ്ങനെയാണെങ്കിൽ സോറി, അതൊന്നുകൂടി ഒന്ന് പറയോ? ഇപ്പോ ഈ പീരീഡ് സേവ്ഡും കൂളിംഗ് ഓഫ് പീരീഡും തമ്മിലുള്ള ഡിഫറൻസ്. അതായത് ഞാനിപ്പം 2010 ഒരു ക്ലയന്റ് കമ്പനി ജോയിൻ ചെയ്തു. എനിക്ക് മാക്സിമം അവിടെ ഓഡിറ്റർ ആയിട്ട് ഇരിക്കാൻ പറ്റുന്നത് 2017 വരെ ആയിരിക്കും, അതായത് 7 years. അത് കഴിഞ്ഞിട്ട് അടുത്ത 5 വർഷത്തേക്ക് ഞാൻ ആ ക്ലയന്റിൽ ഒരു വർക്കിലും ഇൻവോൾവ് ആവാൻ പാടില്ല. അത് കഴിഞ്ഞിട്ട് വീണ്ടും 7 years വരെ പോവാം. പിന്നെ അടുത്ത 5 വർഷം വീണ്ടും ആ ക്ലയന്റുമായിട്ട് ഒരു ബന്ധത്തിനും പോകാൻ പാടില്ല. ആ ബന്ധത്തിന് പോകാൻ പാടില്ലാത്ത പീരീഡിനെയാണ് കൂളിംഗ് ഓഫ് പീരീഡ് എന്ന് പറയുന്നത്. കാരണം നമ്മൾ അവിടെ അസ്യൂം ചെയ്യുന്ന ഇത്രയേ ഉള്ളൂ, ഒരു സിഗ്നിഫിക്കന്റ് പീരീഡ് ഓഫ് ടൈമിലേക്ക് നമ്മൾ ക്ലയന്റുമായിട്ട് ഒരു ബന്ധത്തിന് പോയിട്ടില്ലെങ്കിൽ ഓട്ടോമാറ്റിക്കലി നമ്മളെ ഫെമിലിയാരിറ്റി കുറയും. അതിന് വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. മനസ്സിലായോ? ഇനി നമ്മൾ പറഞ്ഞ പോലെ തന്നെ എൻഗേജ്മെന്റ് പാർട്ണർ ആയിട്ട് എവിടെയൊക്കെ ഉണ്ടോ, എൻഗേജ്മെന്റ് പാർട്ണർ ആയിട്ട് എവിടെയൊക്കെ റോൾ ചെയ്തിട്ടുണ്ടോ അവിടെയൊക്കെ എത്ര തന്നെ ആയിരിക്കും? 5 തന്നെ ആയിരിക്കും. മൾട്ടിപ്പിൾ റോൾ ചെയ്യുമ്പോൾ, അതായത് ഞാൻ 3 വർഷം എൻഗേജ്മെന്റ് പാർട്ണർ ആയിട്ടിരുന്നു, 4 വർഷം കീ ഓഡിറ്റ് പാർട്ണർ ആയിട്ടിരുന്നു, അതിന് സിറ്റുവേഷൻ. അല്ലെങ്കിൽ എൻഗേജ്മെന്റ് ക്വാളിറ്റി കൺട്രോൾ റിവ്യൂറിന്റെ എപ്പോഴും ഇവിടെ പറഞ്ഞ പോലെ തന്നെ 3 years ആയിരിക്കും. Then engagement partner plus engagement quality control reviewer ആയിട്ട് വർക്ക് ചെയ്താലും since there is a partner role 5 years ആയിരിക്കും. ഇങ്ങനെയായിരിക്കും നമ്മൾ കൂളിംഗ് ഓഫ് പീരീഡ് ട്രീറ്റ് ചെയ്യുക. ക്ലിയർ ആയോ? ഓക്കെ. ഹൗവർ ഞാൻ നിങ്ങളുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇത്രയാണ് നമുക്ക് എത്തിക്സ് പഠിക്കാനായിട്ടുള്ളത് ആക്ച്വലി. പക്ഷേ ഈ എത്തിക്സിന്റെ കാര്യം ഒരുപാട് നോക്കണ്ടെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. കാരണം ഐ ഹാവ് ഓൾറെഡി ഷെയർഡ് യു എ നോട്ട്സ് ഓൺ എത്തിക്സ്. സോ യു കൻ ഡൗൺലോഡ് ദിസ് നോട്ട്സ് ഫ്രം അവർ വെബ്സൈറ്റ്. എക്സലൻസിന്റെ വെബ്സൈറ്റിൽ നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാം. But at the same time, in addition to this, അല്ലെങ്കിൽ നിങ്ങൾക്ക് നേരെ ഗൂഗിൾ സെർച്ച് ചെയ്താൽ മതി, എന്റെ പേരും ethical threats and safeguards എന്ന് സെർച്ച് ചെയ്താൽ മതി, you will be able to find that. ആൻഡ് ഈ ഒരു പർട്ടിക്കുലർ നോട്ടിന്റെ അകത്ത് ഞാൻ എന്തൊക്കെയാണ് കോമൺലി നിങ്ങളുടെ എക്സാമിന് ഇതുവരെ ചോദിച്ചിട്ടുള്ള ethical threats and safeguards അതാണ് സമ്മറൈസ് ചെയ്തിരിക്കുന്നത്. സോ ഐ ഹവ് ജസ്റ്റ് ഡൺ വൺ തിങ്. എങ്ങനെ എത്തിക്കിന് ആൻസർ ചെയ്തിട്ടുണ്ടെന്ന് ചോദിച്ചാൽ നിങ്ങളോട് പറഞ്ഞു, എത്തിക്സിന്റെ ആൻസർ എവിടെ എഴുതിയാലും നിങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കണം. ആദ്യമേ എന്താണോ ആ എത്തിക്കൽ ത്രെട്ട് അത് നിങ്ങൾ ക്ലിയർ ആയിട്ട് ഐഡന്റിഫൈ ചെയ്യുക. ആ ത്രെട്ട് നിങ്ങൾ എന്തുകൊണ്ടാണ് ത്രെട്ട് ആയെന്നുള്ളത് എക്സ്പ്ലെയിൻ ചെയ്യുക. പ്ലസ് ആ ത്രെട്ട് എത്ര വലുതാണെന്നുള്ള സിഗ്നിഫിക്കൻസിനെ കുറിച്ച് നിങ്ങൾക്ക് പറയാം. ഫൈനലി എപ്പോഴും മറന്നു പോകരുത്, ഒരിക്കലും മറക്കരുത്, ഫോർ ഈച്ച് ത്രെട്ട് നിങ്ങൾ സേഫ് ഗാർഡ് എഴുതണം. ഒരിക്കലും ത്രെട്ട് തന്നെയായിട്ട് എഴുതി വെക്കരുത്. ഓരോ ത്രെട്ടും എഴുതുമ്പോൾ ആ ഓരോ ത്രെട്ടിനും വേണ്ടിയിട്ട് നിങ്ങൾ സേഫ് ഗാർഡ് എഴുതുന്നുണ്ടാവണം. എപ്പോഴും അത് ഓർത്തോണം. ക്ലിയർ ആയോ? ഓക്കെ. സോ ഓൾവേസ് കീപ് ദാറ്റ് ഇൻ മൈൻഡ് കേട്ടോ. ഇനി അതുപോലെ തന്നെ എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നിങ്ങൾ ഈ ത്രെട്ട് എഴുതിയേക്കുന്ന സമയത്ത് നിങ്ങൾ ഇവിടെ കണ്ടോ, ഞാൻ ത്രെട്ട് ഐഡന്റിഫൈ ചെയ്തിട്ടുണ്ട്, എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്, ഇറ്റാലിക്സിൽ കൊടുത്തേക്കുന്നതാണ് സേഫ് ഗാർഡ്സ്. ആദ്യമായിട്ടാണ് ആരെങ്കിലും ഈ നോട്ട്സ് കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഗോ ത്രൂ ദിസ് നോട്ട് വൺസ്. കാരണം എന്താണ് ഇത് ബെനിഫിറ്റ് ചെയ്യുന്നത്, നിങ്ങളുടെ ഓരോ സിറ്റുവേഷനിൽ ഉണ്ടാകുന്ന എത്തിക്കൽ ത്രെട്ടും സേഫ് ഗാർഡ്സും കൊടുത്തിട്ടുണ്ട്. ആൻഡ് ഐ കൻ അഷ്യൂർ യു ദാറ്റ് ഈ ഒരു പർട്ടിക്കുലർ നോട്ട്സിന്റെ ബേസിൽ തന്നെ നിങ്ങൾക്ക് എത്തിക്സിന്റെ എല്ലാ ആൻസേഴ്സും നിങ്ങൾ AAA എക്സാമിന് എഴുതാൻ പറ്റും. കോൺഫിഡൻസ് എന്താണെന്ന് ചോദിച്ചാൽ ഇത്രയേ ഉള്ളൂ. ഞാൻ നിങ്ങളുടെ അടുത്ത് ഓൾറെഡി പറഞ്ഞ പോലെ തന്നെ അൾട്ടിമേറ്റ്ലി ഏത് ത്രെട്ടും വന്ന് നിൽക്കുന്ന 5 സിറ്റുവേഷനിലാണ്. ഈദർ ഇറ്റ് വിൽ ബി എ സെൽഫ് ഇൻട്രസ്റ്റ് ഓർ ഇറ്റ് വിൽ ബി എ സെൽഫ് റിവ്യൂ, അതും അല്ലെങ്കിൽ ഫെമിലിയാരിറ്റി ത്രെട്ട് ആയിരിക്കും. അപ്പൊ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഏത് ത്രെട്ട് വന്നിട്ടുണ്ടെങ്കിൽ ഈ നോട്ട്സ് തന്നെ യൂസ് ചെയ്യാം. ഇത് വെച്ച് തന്നെ ആൻസർ എഴുതാൻ പറ്റും. സോ യു ക്യാൻ ഫോക്കസ് ഓൺ ദിസ് വൺ. ക്ലിയർ ആയോ? ഓക്കെ. അപ്പൊ ഇപ്പൊ നമ്മൾ 3 കാര്യങ്ങളാണ് ഡിസ്കസ് ചെയ്ത്. സോ വെൽ വി ഹാവ് ഡിസ്കസ് ക്വിക്ലി അബൌട്ട് ദ ബിസിനസ് റിസ്ക്, ദെൻ വി ഹാവ് ഗോൺ ത്രൂ the areas of additional information, and finally we went through the area of ethics.
അപ്പൊ ഈ കാര്യങ്ങളെല്ലാം കൺസിഡർ ചെയ്തിട്ടായിരിക്കണം നിങ്ങൾ എത്തിക്സിന് ആൻസർ ചെയ്യുന്നത്. ഓക്കെ സാർ, എത്തിക്സിന്റെ മാർക്കിംഗ് എങ്ങനെയാണ്? എത്തിക്സിന്റെ മാർക്കിംഗ് മാറിക്കൊണ്ടിരിക്കും ബ്രോ. ഇൻ ദ സെൻസ് നമുക്കിപ്പം എത്തിക്സിന് ഇപ്പൊ നോർമലി ഇങ്ങനെ കിട്ടുക, അതായത് 1-1-1, അതായത് ഫോർ ഈസ് ഐഡന്റിഫിക്കേഷൻ പാർട്ട് ഐഡന്റിഫൈ ചെയ്ത് എക്സ്പ്ലെയിൻ ചെയ്യുന്നതിന് 1 മാർക്ക്, സേഫ് ഗാർഡിന് 1 മാർക്ക്, അങ്ങനെ ആയിരിക്കും വരുന്നുണ്ടാവുക. പക്ഷെ എത്തിക്സിന് എന്താ സംഭവിക്കാന്ന് വെച്ചാൽ നിങ്ങൾക്ക് 50 മാർക്സിന്റെ അകത്ത് 10 മാർക്സ് എത്തിക്സ് ആയിരിക്കും, അപ് ടു 10 മാർക്സ്. അപ്പൊ അവിടെ ചോദിക്കുമ്പോൾ എന്തായിരിക്കും, മൾട്ടിപ്പിൾ എത്തിക്കൽ ത്രെട്ട് ഒരു സിംഗിൾ സിനാരിയോയിൽ തന്നെ ഉണ്ടാവും. അപ്പൊ ഓരോന്നും ഐഡന്റിഫൈ ചെയ്ത് എക്സ്പ്ലെയിൻ ചെയ്യുന്നതിന് മാർക്ക് കിട്ടിക്കൊണ്ടിരിക്കും. മനസ്സിലായോ? ഓക്കെ. So now we will just do one thing. We will start doing a question on the area of business risk. So we'll just read the scenario, requirement now. So നമ്മളോട് ചോദിച്ചേക്കാൻ നോക്കി, evaluate the significant business risk faced by growth. നമ്മൾ എന്തൊക്കെ സിഗ്നിഫിക്കന്റ് റിസ്കുകളാണ്, ബിസിനസ് റിസ്കുകളാണ് ഫേസ് ചെയ്തതെന്ന് ചോദിച്ചിട്ടുണ്ട് for 10 മാർക്സ്. ആൻഡ് അറ്റ് ദ സെയിം ടൈം നമ്മളോട് ചോദിക്കുന്നുണ്ട് സിഗ്നിഫിക്കന്റ് റിസ്ക് ഓഫ് മെറ്റീരിയൽ മിസ്സ്റ്റേറ്റ്മെന്റ്, എന്തൊക്കെ റിസ്ക് ഓഫ് മെറ്റീരിയൽ മിസ്സ്റ്റേറ്റ്മെന്റ്സ് ആണ് ഉണ്ടായേക്കുന്നുള്ളത് ചോദിക്കുന്നുണ്ട്. ബാക്കി നമ്മളോട് ചോദിച്ചേക്കുന്ന എത്തിക്കൽ ഇഷ്യൂസ് ഇവിടെ എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടോ എന്നുള്ള കാര്യം ചോദിക്കുന്നുണ്ട്. ഇവിടെ അതുപോലെ തന്നെ പ്ലാനിങ്ങിന്റെ സമയത്തുള്ള ഒരു തിയറി ക്വസ്റ്റ്യൻ ആയിട്ടും ചോദിക്കുന്നുണ്ട്. സോ നൗ വി വിൽ ഫോക്കസ് ഓൺ വൺ തിങ്, ദാറ്റ് ബിസിനസ് റിസ്ക്കും റിസ്ക് ഓഫ് മെറ്റീരിയൽ മിസ്സ്റ്റേറ്റ്മെന്റ്സും ചെയ്യാം നമുക്ക്. സോ നിങ്ങൾക്ക് ബേസിക്കലി ബിസിനസ് റിസ്ക്കും റിസ്ക് ഓഫ് മെറ്റീരിയൽ മിസ്സ്റ്റേറ്റ്മെന്റ് ഒരു സിംഗിൾ ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം. ഒരു സെയിം ലൈനിൽ തന്നെ ബിസിനസ് റിസ്ക് ഉണ്ടാവും, അടുത്ത ലൈനിൽ റിസ്ക് ഓഫ് മെറ്റീരിയൽ മിസ്സ്റ്റേറ്റ്മെന്റ് ഉണ്ടാവും, ആൻഡ് അറ്റ് ദ സെയിം ടൈം ചിലപ്പോൾ ഒരു സിംഗിൾ ലൈനിൽ തന്നെ ബിസിനസ് റിസ്ക്കും റിസ്ക് ഓഫ് മെറ്റീരിയൽ മിസ്സ്റ്റേറ്റ്മെന്റ് ഉണ്ടാവാം. അപ്പൊ നിങ്ങൾ എന്താ ചെയ്യണമെന്ന് അറിയോ? വെൽ യു നോ ദാറ്റ് നിങ്ങൾക്ക് എക്സാമിന് ഹൈലൈറ്റ് ചെയ്യാനായിട്ടുള്ള ഓപ്ഷൻ ഉണ്ടാകും. നിങ്ങൾക്ക് മൾട്ടിപ്പിൾ കളേഴ്സ് ഉണ്ടാവും ഹൈലൈറ്റ് ചെയ്യാൻ. നിങ്ങളിപ്പം ബിസിനസ് റിസ്ക് ഈ യെല്ലോ കളറിലാണ് ഹൈലൈറ്റ് ചെയ്യുന്നതെങ്കിൽ റിസ്ക് ഓഫ് മെറ്റീരിയൽ മിസ്സ്റ്റേറ്റ്മെന്റ്സ് ഓരോന്നും ഗ്രീൻ കളറിൽ ഹൈലൈറ്റ് ചെയ്യാം. ദെൻ ഇൻ കേസ് എങ്ങാനും സെയിം ലൈനിൽ തന്നെ ബിസിനസ് റിസ്ക്കും റിസ്ക് ഓഫ് മെറ്റീരിയൽ മിസ്സ്റ്റേറ്റ്മെന്റ് ഉണ്ടെങ്കിൽ അത് വേറെ തന്നെ ഒരു കളറിൽ ഹൈലൈറ്റ് ചെയ്യാം. ആകെ നിങ്ങൾക്ക് ഇനീഷ്യലി സ്പെൻഡ് ചെയ്യേണ്ടി വരുന്ന സമയം എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? നിങ്ങൾ ഇനീഷ്യലി സ്പെൻഡ് ചെയ്യുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലിറ്ററലി പറഞ്ഞാൽ ഓരോ സ്ഥലത്തും പോയിട്ട് ഹൈലൈറ്റ് ചെയ്യുന്ന സമയത്ത് സിമ്പിൾ ആയിട്ട് നിങ്ങൾ ജസ്റ്റ് ഒന്ന് മാറ്റി കൊടുത്ത് ചെയ്താൽ മാത്രം മതി. നിങ്ങൾ ചിലപ്പോൾ അത് ബുദ്ധിമുട്ടായിട്ട് കാണും. എന്നിട്ട് നിങ്ങൾ എല്ലാം ഒറ്റ കളർ ഹൈലൈറ്റ് ചെയ്യും. അവസാനം കളർ മാത്രമേ ഉണ്ടാവുള്ളൂ ആൻസറിന്റെ അകത്ത്. എവിടെ നോക്കിയാലും ഫുള്ള് കളർ. പിന്നെ അത് വീണ്ടും വായിക്കേണ്ടി വരും, എവിടേക്കാണ് റിസ്ക് ഉള്ളത് കണ്ടുപിടിക്കാൻ. സോ പ്ലീസ് ഡോണ്ട് ഡു ദാറ്റ്. ഇൻസ്റ്റന്റ് നിങ്ങൾ എന്ത് ചെയ്യാം, നിങ്ങൾ നേരെ ചെയ്ത് പോവാം. അതുപോലെ തന്നെ എപ്പോഴും നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു നല്ല കാര്യമുണ്ട്. എന്താണെങ്കിലും നിങ്ങൾ ഓരോരോ ഹെഡിങ്സ് എഴുതേണ്ടതായിട്ട് വരും. അപ്പൊ നിങ്ങൾ ഓരോ റിസ്കുകളും ഐഡന്റിഫൈ ചെയ്യുന്നതിന്റെ കൂട്ടത്തിൽ തന്നെ റിസ്കുകൾ ഓരോന്നും ജസ്റ്റ് ഹെഡിങ്സ് എഴുതിയിട്ട് പോവാം. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്താൽ മതി, ഓരോ ആൻസർ എഴുതുമ്പോൾ എൻ്റർ അടിച്ചിട്ട് ആൻസർ എഴുതിയാൽ മതി. അപ്പം നിങ്ങൾ എഴുതുക എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എന്തായാലും ക്വസ്റ്റ്യൻ കോപ്പി പേസ്റ്റ് ചെയ്യാമല്ലോ. അപ്പൊ നിങ്ങൾ ആ റിസ്കിന്റെ സമ്മറി ക്വസ്റ്റ്യൻ ജസ്റ്റ് കോപ്പി ചെയ്ത് പേസ്റ്റ് ചെയ്തിട്ടാൽ മതി, 1 2 3 നമ്പേഴ്സ് ഇട്ട് അല്ലെങ്കിൽ ബുള്ളറ്റ് പോയിന്റ്സ് ഇട്ട്. അപ്പൊ കിട്ടുന്ന ബെനിഫിറ്റ് എന്ന് അറിയോ, വീണ്ടും സിനാരിയോ വായിക്കേണ്ടി വരില്ല, അല്ലെങ്കിൽ ഡൗട്ട് ഉണ്ടെങ്കിൽ മാത്രം നോക്കിയാൽ മതി. അപ്പൊ എപ്പോഴും എന്ത് ചെയ്യാം, ബിസിനസ് റിസ്ക് എന്നൊരു ഹെഡിങ് എഴുതുക, റിസ്ക് ഓഫ് മെറ്റീരിയൽ മിസ്സ്റ്റേറ്റ്മെന്റ് എന്നൊരു ഹെഡിങ് എഴുതുക. ഓരോ റിസ്ക്കും കാണുമ്പോൾ തന്നെ ഐഡന്റിഫൈ ചെയ്തിടുക. ഒപ്പം എഴുതി പോരുത് ഞാൻ നേരെ പറഞ്ഞ പോലെ തന്നെ ലാസ്റ്റ് എഴുതി തുടങ്ങാവുള്ളൂ. ബട്ട് ആദ്യമേ റിസ്കുകൾ കാണുമ്പോൾ ഹെഡിങ്സ് മാത്രം ഐഡന്റിഫൈ ചെയ്തിട്ട് പോവാം. ക്ലിയർ ആയോ? Okay. So let's start with this question, guys. So please take question number 13 in the latest revision kit 21-22 Kaplan revision kit. Question called Grohl. Ellarum ഒന്ന് start ചെയ്തേ. Grohl company. So you are a manager in Fu & Co, responsible for the audit of Grohl company, a company which produces circuit boards which are sold to manufacturers of electrical equipment such as computers and mobile phones. It is the first time you have managed this audit client, taking over from the previous audit manager, Bob Helen, last month. The audit planning for the year ended 30th November 2012 is about to commence. Any risk from this area? Any business risk or risk of material misstatements on do? Anything? No. No. Okay. It's the first time you have managed this audit client. Adenthelu risk ആണോ? അല്ല, സെയിം കമ്പനി തന്നെയല്ലേ ചെയ്യുന്നത്, ലൈക്ക് ഓഡിറ്റ് ഫേം തന്നെയല്ലേ ചെയ്യുന്നത്? എക്സാക്ട്ലി സെയിം ഓഡിറ്റ് ഫേം തന്നെയാണ് ജോയിൻ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ പ്രോബ്ലം ഇല്ല. ഇനി സെയിം ഓഡിറ്റ് ഫേം അല്ല എന്നുണ്ടെങ്കിൽ അവിടെ പ്രോബ്ലം ഉണ്ടോ? ഉണ്ട്. എന്താ? ബിസിനസ് റിസ്ക് ഇല്ല, മറ്റേതുണ്ട്. നമ്മൾ ഓഡിറ്റ് റിസ്ക് ഉണ്ട്, ലൈക്ക് ഫസ്റ്റ് ടൈം ആണ് ഡിറ്റക്ഷൻ റിസ്ക് വരും. പറയണോ? അല്ല, ഇതില് വേണ്ട, ഇതില് എന്താ പറയാ, ബിക്കോസ് ഇറ്റ്സ് എ ക്വസ്റ്റ്യൻ ഓൺ റിസ്ക് ഓഫ് മെറ്റീരിയൽ മിസ്സ്റ്റേറ്റ്മെന്റ്. അതുകൊണ്ട് ഇവിടെ പറയണ്ട. ഇഫ് യു ആർ ഗെറ്റിംഗ് എ ക്വസ്റ്റ്യൻ ഓൺ ഓഡിറ്റ് റിസ്ക് അങ്ങനെയാണ് എന്ത് ചെയ്യാം, പറയാം. ഓക്കെ. And ഇവിടെ നമുക്ക് തന്നിട്ടുണ്ട്, I am meeting with the audit partner tomorrow to discuss 2 audit clients about the Grohl and the Hawkins group. I recently had a planning meeting with M, the finance director of Grohl, and we discussed a number of issues which will impact the audit planning. I have provided you with some information in the form of number of exhibit
which you should use when planning the audit of your company. Related കാര്യങ്ങളെല്ലാം പറഞ്ഞു നമ്മൾ. Nothing much over there. Directly starting with the exhibit number 2, business overview. The Growth company's principal business activity remained the production of circuit board. One of the key materials used in production is copper wiring, all of which is imported. As a cost-cutting measure, in April 2012, contract with a new overseas supplier was signed, and all of the company's copper wiring is now supplied under this contract. Purchases are denominated in foreign currency, but the company does not use forward exchange currency contract in relation to its import of copper wiring. Growth company has 2 production facilities, one of which produces goods for the export market and the other produces goods for domestic market. About half of its goods are exported, but export market is suffering due to competition from the cheaper producers overseas. Most domestic sales are made under the contract with approximately 20 customers. ഇത്രയാണ് നമ്മൾ എടുത്ത് പറഞ്ഞിരിക്കുന്ന ഡീറ്റെയിൽസ്. And from this we have to identify both the businesses as well as the risk of material misstatements. പറയൂ, ഈ ഒരു സിനാരിയോയിൽ എന്തൊക്കെ ബിസിനസ് റിസ്കുകളാണ് ഉള്ളത്? നമ്മളെ മെയിൻ റോ മെറ്റീരിയൽ ഇമ്പോർട്ടഡ് ആണ്. ഓക്കെ. അത് കാരണത്താൽ തന്നെ നമുക്ക് എന്താ പറയാ, അതിൽ വല്ല ഇഷ്യൂസ് വന്നിട്ടുണ്ടെങ്കിൽ റോ മെറ്റീരിയൽസ് കിട്ടൂല, ലൈക്ക് പ്രൊഡക്ഷൻ ഹാൾട്ട് ആവും. എക്സാക്ട്ലി പറഞ്ഞു. അപ്പോ ഇറ്റ്സ് ബിസിനസ് അല്ലേ? അതായത് നമ്മുടെ അടുത്ത് പറഞ്ഞ പോലെ തന്നെ they are getting the products from an overseas supplier. So since they are importing from an overseas supplier, നമുക്ക് എന്ത് പറയാം, ഇപ്പൊ പറഞ്ഞ പോലെ തന്നെ since we are importing it from an overseas supplier, there can be chances that എന്തെങ്കിലും തരത്തിലുള്ള ഇഷ്യൂസ് ട്രാൻസ്പോർട്ടേഷൻ അത് ഉണ്ടായി കഴിഞ്ഞാൽ പ്രൊഡക്ഷൻ നമ്മുടെ ഹോൾട്ടഡ് ആവും, because we won't receive the products on time and we won't be able to continue with the production process. And at the same time വേറെ ഫർദർ എന്തൊക്കെ നമുക്ക് പറയാൻ പറ്റുന്നത്, നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ തന്നെ നമ്മൾ മറ്റൊരു കൺട്രിയിൽ നിന്ന് ഇമ്പോർട്ട് ചെയ്യുന്ന സമയത്ത് നമുക്കറിയാം there can be chances of having high cost which need to be spent on the transportation. So transportation cost കൂടി കഴിയുമ്പോൾ എന്ത് സംഭവിക്കാം, again it will lead to business risk that transportation cost കൂടി കഴിയുമ്പോൾ unnecessary cash outflows നമുക്ക് incur ആവും. ഇനി വേറെ എന്തായിരിക്കും നമുക്ക് പറയാൻ പറ്റുന്നുണ്ടാവും അവിടെ തന്നെ? ഇവിടെ ഫോർവേഡ് എക്സ്ചേഞ്ച് കോൺട്രാക്ട്സ് ഇല്ല. സോറി സർ, ന്യൂ സപ്ലയർ അല്ലേ? അതെ, ഇറ്റ്സ് എ സിംഗിൾ സപ്ലയർ. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് എന്താ പറയാം, സിംഗിൾ സപ്ലയർ ആണ്, പ്രൊഡക്ഷൻ ഹോൾട്ടഡ് ആവാനുള്ള ചാൻസ് എന്തായിരിക്കും, കൂടുതലായിരിക്കും. സോ അത് നിങ്ങൾ ആ ട്രാൻസ്പോർട്ടേഷൻ ഇഷ്യൂ കമ്പൈൻ ചെയ്ത് പറഞ്ഞാൽ മതി. പിന്നെന്താ, ഫോർവേഡ് എക്സ്ചേഞ്ച് കോൺട്രാക്ട്സ് ഇല്ല, ഫോർവേഡ് എക്സ്ചേഞ്ച് കോൺട്രാക്ട്സ് അവർ യൂസ് ചെയ്യുന്നില്ല. അപ്പൊ എന്തായിരിക്കും അവിടെ ഉണ്ടാകുന്ന ബിസിനസ്? അപ്പോ വല്ല ഫ്ലക്ച്വേഷൻസും കാര്യങ്ങളും വന്നിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് ഒരിക്കലും എന്താ പറയാ കോൺസ്റ്റന്റ് ആയിട്ട് നിർത്താൻ പറ്റില്ല. നമ്മുടെ പ്രോഫിറ്റും ക്യാഷ് ഫ്ലോസും അല്ലാതാവും, വോളറ്റൈൽ ആവും. അത് കാരണം കൊണ്ട് നമുക്ക് ചിലപ്പോൾ സിഗ്നിഫിക്കന്റ് ലോസസ് ഇൻകർ ചെയ്യേണ്ടതായിട്ട് വരും. ശരിയല്ലേ? ഓക്കെ. പിന്നെ വേറെന്താ പ്രോബ്ലം? പിന്നെ ഹൈലി ഡിപെൻഡന്റ് ഓൺ ദ കസ്റ്റമേഴ്സ്, ലൈക്ക് 20 കസ്റ്റമേഴ്സ് മാത്രമേ ഉള്ളൂ. എക്സാക്ട്ലി, they have got only 20 customers. അപ്പൊ എന്ത് പറയാം, എന്തായിരിക്കും അവർക്കായിരിക്കും ബാർഗൈനിങ് പവർ ഉണ്ടാവുക. സോ എക്സാക്ട്ലി, കസ്റ്റമേഴ്സ് വിൽ ബി ഹാവിംഗ് ബാർഗൈനിങ് പവർ. കസ്റ്റമേഴ്സിന് ഹൈ എമൗണ്ട് ഓഫ് ബാർഗൈനിങ് പവർ ഉണ്ടെങ്കിൽ എന്തായിരിക്കും സംഭവിക്കുന്നുണ്ടാവുക, നമ്മുടെ പ്രോഫിറ്റബിലിറ്റിനെ അത് എഫക്ട് ചെയ്യും. കാരണം അവര് പ്രൈസ് കുറക്കാൻ നമ്മൾ ബാധ്യസ്ഥരാകും. അങ്ങനെ പ്രോഫിറ്റബിലിറ്റി കുറയും. അതുപോലെ തന്നെ നമ്മുടെ കമ്പനിയുടെ റവന്യൂ എന്താവും, റെഡ്യൂസ്ഡ് ആവും. ഓക്കെ. പിന്നെ വേറെന്താ പ്രോബ്ലം ഇവിടെ ഉള്ള ബിസിനസ് റിസ്ക് എന്താ? ചീപ്പർ പ്രൊഡ്യൂസേഴ്സ് കാരണം കോമ്പറ്റീഷൻ നന്നായിട്ടില്ലേ? അപ്പൊ കോമ്പറ്റീവ് അഡ്വാൻറ്റേജ് പോയാൽ പിന്നെ കസ്റ്റമേഴ്സ് ഒക്കെ നമ്മളുടെ കസ്റ്റമേഴ്സ് ഒക്കെ ആ കോമ്പറ്റീറ്റേഴ്സിലേക്ക് പോകൂലേ? എക്സാക്ട്ലി. അപ്പൊ നമുക്ക് എന്ത് പറയാം, ഹൈ ടെക്നോളജി ആൻഡ് കോമ്പറ്റീറ്റീവ് മാർക്കറ്റിലാണ് കമ്പനി ഓപ്പറേറ്റ് ചെയ്യുന്നത് പറയാം അല്ലേ? അപ്പൊ നമുക്ക് എന്താ ചെയ്യാൻ പറ്റുന്നത്, പിന്നെ കമ്പനി ഓപ്പറേറ്റ്സ് ഇൻ ഹൈ കോമ്പറ്റീവ് മാർക്കറ്റ്, there can be chances that the company might need to spend significant amount of research and development. Or the hand company might need to reduce the price of the product. Price of the products reduce ചെയ്ത് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും, നമ്മുടെ കമ്പനിയുടെ പ്രോഫിറ്റ് മാർജിൻസ് കുറയും, പ്രോഫിറ്റബിലിറ്റി കുറഞ്ഞു പോകും. ക്ലിയർ ആയോ? യെസ് സർ. ഓക്കെ, ഫൈൻ. വാട്ട് എൽസ്? വേറെന്താ പ്രോബ്ലം? എക്സ്പോർട്ട് മാർക്കറ്റിന്റെ കേസിൽ നമുക്ക് അവിടുത്തെ ഒരു ഫോറിൻ കൺട്രിയിലോട്ടായിരിക്കുമല്ലോ എക്സ്പോർട്ട് ചെയ്യുന്നത്. അപ്പൊ അവിടുത്തെ റൂൾസ് ആൻഡ് റെഗുലേഷൻസിന്റെ ഒരു ലാക്ക് ഓഫ് അവയർനെസ് കാണത്തില്ലേ നമ്മുടെ എക്സ്പോർട്ട് ചെയ്യുന്ന മാർക്കറ്റിലെ? ഓക്കെ, ഫൈൻ. അപ്പൊ അതിനെ കുറിച്ച് അഡീഷണൽ ആയിട്ട് പറയാൻ പറ്റും. എക്സ്പോർട്ട് മാർക്കറ്റുമായിട്ട് റിലേറ്റ് ചെയ്ത് പലതരത്തിലുള്ള റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഫോളോ ചെയ്യാനുണ്ടാവും. കമ്പനി റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഫോളോ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ പെനാൽറ്റീസ് ആൻഡ് ഫൈൻസ് ഉണ്ടാവും എന്നുള്ള കാര്യം പറയാം. ഓക്കെ. അപ്പൊ ഇതെല്ലാം മേജർ ആയിട്ട് ഇവിടെ വരുന്ന ബിസിനസ് റിസ്ക് എന്ന് പറയാം.
ഇനി ഇവിടെ വരുന്ന റിസ്ക് ഓഫ് മെറ്റീരിയൽ മിസ്സ്റ്റേറ്റ്മെന്റ്സ് എന്തൊക്കെയായിരിക്കും? എന്തൊക്കെ റിസ്ക് ഓഫ് മെറ്റീരിയൽ മിസ്സ്റ്റേറ്റ്മെന്റ്സ്? റിസ്ക് നമുക്കെന്ത് പറയാം? ഫോറിൻ എക്സ്ചേഞ്ച് റിസ്ക് പറയാം അല്ലെ? ഫോറക്സിന്റെ കാര്യം പറയാം. ഫോറക്സിന് തന്നെ 2 റിസ്ക് ഇല്ലേ? ഏതൊക്കെയായിരുന്നു? നമ്പർ 1 ഫോറിൻ എക്സ്ചേഞ്ച് ട്രാൻസാക്ഷന്റെ ഇനീഷ്യൽ റെക്കഗ്നേഷൻ നമുക്ക് പറയാം അല്ലെ? ഇനീഷ്യൽ റെക്കഗ്നേഷൻ പറയാം. ഇനീഷ്യൽ റെക്കഗ്നേഷൻ ആയിട്ട് റിലേറ്റ് ചെയ്ത് നമുക്ക് എന്തായിരിക്കും പറയാനുണ്ടാവുക? നമുക്കറിയാം നമ്മുടെ എല്ലാ ട്രാൻസാക്ഷൻസും നമ്മൾ എങ്ങനെ കൺവേർട്ട് ചെയ്യേണ്ടത്? സ്പോട്ട് റേറ്റിലായിരിക്കും. അതുപോലെ തന്നെ നമ്മൾ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? കമ്പനി ഇൻഅപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള എക്സ്ചേഞ്ച് റേറ്റ് ആയിരിക്കും യൂസ് ചെയ്തിട്ടുണ്ടാവുക. അപ്പൊ നമ്മുടെ ട്രാൻസാക്ഷൻസ് ഓരോന്നും എന്താവാം? മിസ്സ്റ്റേറ്റഡ് ആവാം. രണ്ടാമത് നമ്മൾ പറയേണ്ടത് എന്താ? സബ്സീക്വന്റ് മെഷർമെന്റ് പറയണം അല്ലെ? ഇയർ എൻഡിന്റെ സമയത്ത് നമ്മുടെ എല്ലാ മോണിറ്ററി അസറ്റ്സും നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ടാവണം? റീട്രാൻസ്ലേറ്റ് ചെയ്തിട്ടുണ്ടാവണം. അവിടെ ഉണ്ടാവാൻ ചാൻസ് ഉള്ള റിസ്ക് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? റീട്രാൻസ്ലേഷൻ ഗെയിൻ ആൻഡ് ലോസസ് ശരിക്കും എടുക്കേണ്ട എങ്ങോട്ടാ? P&L-ലേക്ക് ആയിരിക്കും. ചാൻസസ് അവർ അത് എങ്ങോട്ട് എടുത്തിട്ടുണ്ടാവും? OCI-യിലേക്ക് എടുത്തിട്ടുണ്ടാവും. അങ്ങനെ എടുത്തു കഴിഞ്ഞാൽ എന്തായിരിക്കും സംഭവിക്കുക? മിസ്ക്ലാസിഫിക്കേഷൻ ഉണ്ടാവും. അതായത് നമ്മുടെ പ്രോഫിറ്റ് എന്തായിരിക്കും? അണ്ടർസ്റ്റേറ്റഡ് അല്ലെങ്കിൽ ഓവർസ്റ്റേറ്റഡ് ആവും. ഇനി വേറെന്താ പ്രോബ്ലം? ഹൈ കോമ്പറ്റീറ്റീവ് മാർക്കറ്റ് ആണെന്ന് പറഞ്ഞു. അവിടെ എന്തായിരിക്കും പ്രോബ്ലം ഉണ്ടാവുക? നമ്മുടെ എക്സ്പോർട്ട് മാർക്കറ്റ് ചീപ്പർ പ്രൊഡ്യൂസേഴ്സ് കാരണം കൊണ്ട് കോമ്പറ്റീഷൻ ഫേസ് ചെയ്യാന്ന് പറഞ്ഞില്ലേ? അപ്പൊ അത് കാരണം കൊണ്ട് അവിടെ അഫക്റ്റഡ് ആവാൻ ചാൻസ് ഉള്ളത് എന്തായിരിക്കും? എന്തായിരിക്കും മക്കളെ? എന്തായിരിക്കും അവിടെ അഫക്റ്റഡ് ആവാൻ ചാൻസ് ഉള്ളത്? എക്സാക്ട്ലി, ഇറ്റ്സ് ഇൻവെന്ററി. ശരിയല്ലേ? ഓവർ ദ മൈക്ക് പറയണേ. ഇൻവെന്ററി ബാലൻസ് അവിടെ എന്താവാൻ ചാൻസ് ഉണ്ട്? അഫക്റ്റഡ് ആവാൻ ചാൻസ് ഉണ്ട്. കാരണം എന്താണ്? ഒരു ഹൈ ടെക്നോളജി അല്ലെങ്കിൽ കോമ്പറ്റീറ്റീവ് മാർക്കറ്റിൽ നമ്മുടെ കമ്പനി വർക്ക് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ഇൻവെന്ററീസ് എല്ലാം എന്താവും? സ്ലോ മൂവിങ് അല്ലെങ്കിൽ ഒബ്സലേറ്റ് ആവും. സ്ലോ മൂവിങ് അല്ലെങ്കിൽ ഒബ്സലേറ്റ് ആയിട്ടുള്ള ഇൻവെന്ററി നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും? We need to recognize it in the lower of cost of NRV. അവിടെ ഉണ്ടാവാൻ ചാൻസ് ഉള്ള റിസ്ക് എന്തായിരിക്കും? അവർ അപ്രോപ്രിയറ്റ്ലി ട്രീറ്റ് ചെയ്തിട്ടുണ്ടാവില്ല. വാല്യൂ ഓഫ് ഇൻവെന്ററി എന്തായിരിക്കും? ഓവർ സ്റ്റേറ്റഡ് ആയിരിക്കും. റിലേറ്റഡ് എക്സ്പെൻസസ് എന്താവും? അണ്ടർ സ്റ്റേറ്റഡ് ആവും. ക്ലിയർ ആയോ? ഓക്കെ. ഇനി in early November 2012, production was halted for a week at the production facility, which supplies the domestic market. Number of customers had returned goods, claiming fault in the circuit board supply. On inspection, it was found that copper used in the circuit board was corroded and therefore unsuitable for use. Corrosion is difficult to spot as it cannot be identified by eye. Relies on electrical testing. All the customers were contacted immediately and where necessary products recalled and replaced. Corroded copper is remaining in the inventory, has been identified and separated from the rest of the copper. പറയ്, എന്തൊക്കെ പ്രോബ്ലംസ് ഉള്ളത്? നമ്മുടെ ഒരു വീക്കിലേക്ക് ഹാൾട്ടഡ് ആയിട്ടുണ്ട്. അപ്പോൾ ഓബിയസ്ലി നമ്മളെ കസ്റ്റമേഴ്സും, കാരണം ഓൾറെഡി 20 കസ്റ്റമേഴ്സേ ഉള്ളൂ, അത് നഷ്ടപ്പെടാൻ ചാൻസ് വളരെ ഹൈ ആണ്. എക്സാക്ട്ലി. നമുക്ക് എന്താ പറയാൻ പറ്റുന്നത്? ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് പറയാം, നമ്മുടെ പ്രോഡക്റ്റ് റീകോൾ ചെയ്തു ആൻഡ് എക്സിസ്റ്റിംഗ് പ്രൊഡക്ഷൻ ഹോൾഡ് ചെയ്തേക്കാണ്. ഇപ്പൊ പറഞ്ഞ പോലെ തന്നെ the company is already having very less number of customers. Therefore, there can be chances that in case if any of the customers have not received products on time due to the production hold, the customers might be dissatisfied and they will not be willing to purchase any further products from the company. ഇനി വേറെ എന്തായിരിക്കും പ്രോബ്ലം? വേറെ ബിസിനസ് റിസ്ക് എന്താ? ഇലക്ട്രിക്കൽ ടെസ്റ്റിംഗ് എക്സ്പെൻസീവ് ആവൂലേ? അപ്പൊ ഒരു സിഗ്നിഫിക്കന്റ് ക്യാഷ് ഫ്ലോ ഉണ്ടാവാൻ ചാൻസ് ഇല്ലേ? അത് ഓപ്പറേറ്റിംഗ് എക്സ്പെൻസ് പോലെ അല്ലേ വരുള്ളൂ. അവർ കറന്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ടെസ്റ്റിംഗ് ഫർദർ വീണ്ടും നല്ലപോലെ നോക്കുന്നു എന്നല്ലേ ഉള്ളൂ. ഓക്കെ ഓക്കെ. ഇവിടെ തന്നെ ഒരു മാരകമായ പ്രശ്നമുണ്ട്. എന്താ സർ? 1 വീക്ക് പ്രൊഡക്ഷൻ നടന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ എംപ്ലോയീസിന് വർക്ക് ഉണ്ടാവുമോ? അത് അത്രയും ചിന്തിച്ചുകൊണ്ട് അല്ലാണ്ട് ഡയറക്ട്ലി നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ ഇവിടെ വേറൊരു റിസ്ക് ഉണ്ട്. എന്താ? പെനാൽറ്റി വല്ലതും വരുമോ ഈ റെഗുലേഷൻസ് കീപ്പ് ചെയ്യാതെ? ഈ മോശം കോപ്പർ കൊണ്ട് അങ്ങനെ നമുക്ക് എന്ത് പറയാം? നമ്മുടെ കമ്പനിയുടെ കസ്റ്റമേഴ്സ് ആരെങ്കിലും എന്ത് ചെയ്തിട്ടുണ്ടാവും? കമ്പനിക്ക് എഗൈൻസ്റ്റ് ആയിട്ട് കേസ് ഫയൽ ചെയ്തിട്ടുണ്ടാവാം, അല്ലെങ്കിൽ നമ്മുടെ കമ്പനിക്ക് എഗൈൻസ്റ്റ് ആയിട്ട് എന്തെങ്കിലും തരത്തിലുള്ള ഡാമേജസ് ക്ലെയിം ചെയ്തിട്ടുണ്ടാവാം. അതിന് വേണ്ടിയിട്ട് എന്തുണ്ടാവും എന്ന് പറയാം? സിഗ്നിഫിക്കന്റ് എമൗണ്ട് ഓഫ് ക്യാഷ് ഔട്ട് ഫ്ലോസ് ഉണ്ടാവും. കമ്പനി അപ്പം ക്യാഷ് ഫ്ലോസ് മീറ്റ് ചെയ്യാനായിട്ട് വരും എന്നുള്ള കാര്യം പറയാം. അതൊരു ഓഡിറ്റ് റിസ്ക് കൂടിയല്ലേ? അതെ, ഓഡിറ്റ് റിസ്ക് കൂടിയാണത്. കമ്പനി റെപ്യൂട്ടേഷൻ. എക്സാക്ട്ലി, ദാറ്റ്സ് എ മെയിൻ പോയിന്റ് ഹിയർ. നോക്കിക്കേ, നമ്മുടെ കമ്പനിയുടെ മേജർ കസ്റ്റമേഴ്സിന് കൊടുത്ത പ്രൊഡക്റ്റ് ഫുൾ ആണ് നമ്മൾ റീകോൾ ചെയ്തേക്കുന്നത്. അത് നമ്മൾ പ്രൊഡക്ഷൻ ഹോൾഡ് ചെയ്തു.
എല്ലാ കസ്റ്റമേഴ്സിന്റെയും കയ്യിൽ നിന്ന് പ്രൊഡക്ട്സ് തിരികെ വാങ്ങിച്ചു. അങ്ങനെയാണ് അവിടെ സിഗ്നിഫിക്കന്റ് ആയിട്ട് എന്തുണ്ടാവാൻ ചാൻസ് ഉണ്ട്? There can be chances of having reputational damages for the company. ശരിയല്ലേ? കമ്പനിക്ക് റെപ്യൂട്ടേഷണൽ ഡാമേജസ് ഉണ്ടാവാം. നമ്മൾ നേരത്തെ എക്സ്പ്ലെയിൻ ചെയ്ത പോലെ തന്നെ there can be chances that existing customers അവരുടെ കോൺട്രാക്ട് ഒക്കെ എന്ത് ചെയ്യാൻ ചാൻസ് ഉണ്ടെന്ന് പറയാം, ക്യാൻസൽ ചെയ്യാൻ ചാൻസ് ഉണ്ട്. So ultimately company will face cash flows as well as reduction in the amount of revenue. Clear ആയോ? Yes sir. Okay. പിന്നെ വേറെന്താ പ്രോബ്ലം? വേറെന്താ പ്രോബ്ലം? വേറെ സെയിൽസ് റിട്ടേൺ വരുന്നില്ലേ? സെയിൽസ് റിട്ടേൺ വരുന്നുണ്ട്. അപ്പോഴോ പ്രൊവിഷൻ ക്രിയേറ്റ് ചെയ്യണ്ടേ? അത് റിസ്ക് ഓഫ് മെറ്റീരിയൽ മിസ്സ്റ്റേറ്റ്മെന്റ് അല്ലേ? ഇപ്പൊ നമ്മൾ ഡിസ്കസ് ചെയ്തോണ്ടിരിക്കുന്ന ബിസിനസ് റിസ്ക് അല്ലേ? വേറെ എന്തെങ്കിലും ബിസിനസ് റിസ്ക് ഉണ്ടോ ഇവിടെ? കഴിഞ്ഞല്ല സർ, ഗുഡ്സിന്റെ ക്വാളിറ്റി ഒക്കെ ഈ റെപ്യൂട്ടേഷനിൽ കമ്പൈൽ ചെയ്ത് കൂടെ? അതെല്ലാം കമ്പൈൻ ചെയ്ത് എഴുതി പോയാൽ മതി, സെപ്പറേറ്റ്ലി കാണിക്കണ്ടേ. സാറേ സെയിൽസ് റിട്ടേൺ വരാ പറഞ്ഞാല് കസ്റ്റമേഴ്സ് ഗുഡ് വില്ല് ലോസ് ആയി പോവല്ലേ? അത് ഇപ്പൊ നമ്മൾ ഓൾറെഡി പറഞ്ഞില്ല, റെപ്യൂട്ടേഷൻ ഡാമേജ്. അപ്പം ഇനി നമുക്ക് എന്ത് പറയാം? ഇവിടെയുള്ള റിസ്ക് ഓഫ് മെറ്റീരിയൽ മിസ്സ്റ്റേറ്റ്മെന്റ്സ് ഓരോന്നും പറയും. എന്തൊക്കെയാ റിസ്ക് ഓഫ് മെറ്റീരിയൽ മിസ്സ്റ്റേറ്റ്മെന്റ്സ് ഉള്ളത്? നമ്പർ 1 പ്രൊവിഷന്റെ കാര്യം പറയാം. നമുക്ക് പറയാം ദ കമ്പനി ഹാവ് കോൾ ബാക്ക് ഓൾ ഓഫ് ദിയർ പ്രോഡക്ട്സ്. അപ്പൊ അതുകൊണ്ട് തന്നെ എന്ത് പ്രൊവിഷൻ അവിടെ ക്രിയേറ്റ് ചെയ്യേണ്ടത്? വാറന്റി പ്രൊവിഷൻ. വാറന്റി പ്രൊവിഷൻ അല്ല, റീകോളിന്റെ പ്രൊവിഷൻ അല്ലെ? അതായത് ഇവിടെ വാറന്റി അല്ലല്ലോ, അവര് എല്ലാ പ്രൊഡക്ട്സും തിരിച്ച് റീകോൾ ചെയ്യാണ് ചെയ്ത്. അപ്പൊ റീകോൾ ചെയ്ത പ്രൊഡക്ട്സിന്റെ എമൗണ്ട്സ് നമ്മൾ പേ ഓഫ് ചെയ്യണം. അപ്പൊ വി നീഡ് ടു ക്രിയേറ്റ് എ പ്രൊവിഷൻ ഫോർ ദ പ്രോഡക്റ്റ് റീകോൾ അല്ലെ? അവിടെ ഉണ്ടാവാൻ ചാൻസ് ഉള്ള റിസ്ക് എന്തായിരിക്കും? പ്രൊവിഷൻ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടാവില്ല, അല്ലെങ്കിൽ ചെയ്തത് തെറ്റായിട്ടാവാം. സിമ്പിൾ ആസ് ദാറ്റ്. ഏറ്റവും ഫസ്റ്റ് പ്രൈമറി ആയിട്ട് നമുക്ക് പറയാൻ പറ്റുന്നത് എന്തായിരിക്കും? There can be chances that the company might not have created adequate amount of provision. Adequate amount of provision create ചെയ്തിട്ടില്ല എന്ന് എന്തായിരിക്കും സംഭവിക്കുക? Amount of provision will be understated and the amount of profit will be overstated. പിന്നെ വേറെ എന്താ പ്രോബ്ലം? സെയിൽസ് റിട്ടേൺ. സെയിൽസ് സെയിൽസ് റിട്ടേൺ അല്ല, പ്രൊഡക്റ്റ് റീകോൾ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? റവന്യൂന്റെ എമൗണ്ട് എന്ത് ചെയ്യേണ്ടി വരും? കുറച്ച് കാണിക്കണം, റൈറ്റ് ഓഫ് ചെയ്യണം. ദെൻ ഇൻവെന്ററി എന്ത് ചെയ്യണം? റീഇൻസ്റ്റേറ്റ് ചെയ്യണം, ആഡ് ബാക്ക് ചെയ്യണം. റിസീവബിൾസിന്റെ വാല്യൂ എന്തെങ്കിലും ഉണ്ടെങ്കിൽ എന്ത് ചെയ്യണം? റൈറ്റ് ഓഫ് ചെയ്യണം. ഇവിടെ ഉണ്ടാവുന്ന റിസ്ക് എന്തായിരിക്കും? സിമ്പിൾ ആയിട്ട് ചെയ്തിട്ടുണ്ടാവില്ല. അപ്പൊ എന്ത് സംഭവിക്കും? പ്രോഫിറ്റ് എമൗണ്ട് ഓവർസ്റ്റേറ്റഡ് ആവും, റവന്യൂ ഓവർസ്റ്റേറ്റഡ് ആയിരിക്കും, റിസീവബിൾസ് ഓവർസ്റ്റേറ്റഡ് ആയിരിക്കും, ഇൻവെന്ററി എന്തായിരിക്കും? അണ്ടർസ്റ്റേറ്റഡ് ആയിരിക്കും. എക്സാക്ട്ലി, ഗുഡ്. ഇനി വേറെന്താ? എക്സാക്ട്ലി, IAS2. ഇൻവെന്ററി അവർ കോൾ ബാക്ക് ചെയ്തേക്കുന്ന എന്ത് ചെയ്തു പറഞ്ഞേക്കുന്നത്? They are still remaining in the company's warehouse and അവർ rest of the corporate നിന്ന് മാറ്റി വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു. But still if they are held in the company, നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും? വാല്യൂ ചെയ്യേണ്ടി വരും. We need to value it at the lower of cost of NRV. അവിടെ ഉണ്ടാവുന്ന റിസ്ക് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? There can be chances that they might not have done so, leading to എന്തായിരിക്കും? Overstatement of inventory and understatement of related expenses. Clear ആയോ? Yes sir. Okay, so in the early November 2012, a production was halted for a week. Work has recently been started on the new production line, which will ensure that Grohl Company meets new regulatory requirements prohibiting the use of certain chemicals, which came into force in March 2013. In July 2012, a loan of 30 million with an interest rate of 4% was negotiated with the Grohl's bank. The main purpose of the loan being to fund the capital expenditure necessary for the new production line. 2.5 million of loan represents an overdraft, which was converted into long-term finance. പറയാം എന്തൊക്കെ ബിസിനസ് റിസ്ക് ഉള്ളത്? ഒരു ന്യൂ പ്രൊഡക്ഷൻ ലൈൻ വരികയാണ്, സോ ഒബ്വിയസ്ലി ഒരു ഹൈ ക്യാഷ് ഫ്ലോ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. ലൈക്ക് കമ്പനിക്ക് ഒരു ന്യൂ പ്രൊഡക്ഷൻ ലൈൻ വരികയാണ്. സോ ഇൻ കേസ് ഇഫ് ദി കമ്പനി ഈസ് സ്പെൻഡിങ് സിഗ്നിഫിക്കന്റ് എമൗണ്ട് ഓൺ ക്യാഷ് ഫ്ലോ ഓൺ ദി ന്യൂ പ്രൊഡക്ഷൻ ലൈൻ, ഡെഫിനറ്റ്ലി ദി കമ്പനി വിൽ ഫേസ് cash flow difficulties during the current year period. കമ്പനിക്ക് cash flow difficulties മീറ്റ് ചെയ്യാൻ പറ്റിയിട്ടില്ല എന്നുണ്ടെങ്കിൽ കമ്പനിക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? ഓപ്പറേഷൻസ് പ്രോപ്പർലി ക്യാരി ഔട്ട് ചെയ്യാൻ പറ്റില്ല. പിന്നെ what else? ന്യൂ റെഗുലേറ്ററി റിക്വയർമെന്റ്സ്. ന്യൂ റെഗുലേറ്ററി റിക്വയർമെന്റ്സ് ഉണ്ട്. അപ്പൊ നമുക്ക് എന്ത് പറയാം? ന്യൂ റെഗുലേറ്ററി റിക്വയർമെന്റ്സിന്റെ അകത്ത് ഇവര് കംപ്ലയൻസ് റിസ്ക് ആയിരിക്കും ഉണ്ടാവുക അതോ നോൺ കംപ്ലയൻസ് റിസ്ക് ആയിരിക്കും ഉണ്ടാവുക? നോൺ കംപ്ലയൻസ് റിസ്ക്. നോ. ഒന്നും കൂടെ ക്വസ്റ്റ്യൻ വായിച്ചു നോക്കുക. എന്താ പറഞ്ഞേക്കുന്നത്? അവർ ആ ന്യൂ പ്രൊഡക്ഷൻ ലൈൻ സ്റ്റാർട്ട് ചെയ്യുന്ന എന്തിനു വേണ്ടിയിട്ടാണ്? റെഗുലേറ്ററി റിക്വയർമെന്റ്സ് മീറ്റ് ചെയ്യാനാണ്. ശരിയല്ലേ? അപ്പം ഇവിടെ കംപ്ലയൻസ് റിസ്ക് ആണുള്ളത് അല്ലെ? അവർ കംപ്ലൈ ചെയ്ത കാരണം കൊണ്ട് വരുന്ന റിസ്ക് ആണ്. സോ കംപ്ലൈ ചെയ്ത കാരണം കൊണ്ട് അവർക്ക് സിഗ്നിഫിക്കന്റ് ക്യാഷ് ഔട്ട്ഫ്ലോസ് ഉണ്ടാകുന്നു. ആ റിസ്ക് ആണ് പ്രൈമറി ആയിട്ട് ഇവിടെ വരുന്നത്. പ്ലസ് ഇൻ അഡീഷൻ ടു ദാറ്റ് എന്തും പറയാം,
there are chances that there might be some additional conditions which the company might not have satisfied. അങ്ങനെ ഏതെങ്കിലും additional conditions കമ്പനി സാറ്റിസ്ഫൈ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ അവിടെ എന്ത് സംഭവിക്കും? അല്ല സാർ, ഇതില് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടല്ലേ ഇവര് ന്യൂ പ്രൊഡക്ഷനിൽ സ്റ്റാർട്ട് ചെയ്യുന്നത്? അതെ അതെ, കംപ്ലീറ്റ് നമുക്ക് പറയാലോ, കാരണം അപ്പോ ടൈം അവര് കംപ്ലീറ്റ് ചെയ്തിട്ടില്ല എന്നല്ലേ? അല്ല, നമ്മൾ രണ്ട് കാര്യങ്ങളാണ് പറഞ്ഞു വരുന്നത്. ഒന്ന്, നമ്മൾ പറഞ്ഞ എന്താ, ഫസ്റ്റ് പറഞ്ഞ പോലെ തന്നെ അവർ കംപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് ന്യൂ പ്രൊഡക്ഷൻ ലൈനിന് വേണ്ടിയിട്ട് സിഗ്നിഫിക്കന്റ് എമൗണ്ട് സ്പെൻഡ് ചെയ്യുന്നുണ്ട്. അപ്പം ഓട്ടോമാറ്റിക്കലി എന്ത് സംഭവിക്കും? നമ്മൾ സിഗ്നിഫിക്കന്റ് എമൗണ്ട് ഓഫ് ക്യാഷ് ഫ്ലോസ് ഇൻകർ ആവും. രണ്ട്, ഇൻ അഡീഷൻ ടു ദ എക്സിസ്റ്റിംഗ് ന്യൂ പ്രൊഡക്ഷൻ ലൈൻ വേറെ റെഗുലേറ്ററി റിക്വയർമെന്റ്സ് ഉണ്ടാവും കംപ്ലൈ ചെയ്യാൻ, അത് ചെയ്തിട്ടുണ്ടാവില്ല. അപ്പം അവർക്ക് എന്തുണ്ടാവും? റെഗുലേറ്ററി കംപ്ലൈൻസ് ഇഷ്യൂസ് ഉണ്ടാവും. മനസ്സിലായോ? ഓക്കെ സർ. ഓക്കെ, പിന്നെ വേറെ എന്താ പ്രോബ്ലം? ഒരു പുതിയ ലോൺ എടുക്കേണ്ടപ്പോൾ ഓൾറെഡി എക്സിസ്റ്റിംഗ് ലോൺസ് ഉണ്ടെങ്കിൽ കോവനൻസ് ബ്രീച്ച് ആവാൻ ചാൻസ് ഉണ്ട്. എക്സാക്ട്ലി, അവർ ഓൾറെഡി ഒരു സിഗ്നിഫിക്കന്റ് എമൗണ്ട് ഓഫ് ലോൺ എടുക്കാൻ പോവാണ്. ഒരു സിഗ്നിഫിക്കന്റ് എമൗണ്ട് ഓഫ് ലോൺ നെഗോഷിയേറ്റ് ചെയ്തിട്ടുണ്ടെന്നാണ് പറഞ്ഞത് ബാങ്കുമായിട്ട്. ഒരു ലോൺ നെഗോഷിയേറ്റ് ചെയ്തിട്ടുണ്ട് ഓൾറെഡി ബാങ്കുമായിട്ട്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അവർ ഓട്ടോമാറ്റിക്കലി എന്ത് ചെയ്യേണ്ടതായിട്ട് വരും? എക്സിസ്റ്റിംഗ് ലോൺ കോവനൻസ് ബ്രീച്ച് ചെയ്യാണ്ട് നോക്കേണ്ടതായിട്ടുണ്ട്. അവിടെ ഉണ്ടാകുന്ന റിസ്ക് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? There can be chances that our existing loan covenants ചിലപ്പോൾ എന്ത് ചെയ്യും? ബ്രീച്ച് ചെയ്യും. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ എന്തായിരിക്കും സംഭവിക്കുന്നുണ്ടാവുക? എക്സിസ്റ്റിംഗ് കോസ്റ്റ് കൂടി ഇമ്മീഡിയറ്റ്ലി റീപേ ചെയ്യേണ്ടതായിട്ട് വരും. So which will incur significant amount of cash flow. Definitely the company will not be able to reach out to that. Clear ayo? Yes sir. Okay, so what else can we make on this area as part of the risk of material misstatements? ഈ ഓവർ ഡ്രാഫ്റ്റ് ലോങ് ടേം ഫിനാൻസ് ആക്കുന്നത് നമുക്കൊരു ഫിനാൻഷ്യൽ ലൈക്ക് ക്യാഷ് ഫ്ലോ ഡിഫിക്കൽറ്റി ആണെന്ന് പറയാൻ പറ്റുമോ? ഇല്ല, അങ്ങനെ എന്തെങ്കിലും സ്പെസിഫിക്കലി പറഞ്ഞാൽ മാത്രം പറഞ്ഞാൽ മതി. അതിപ്പോ കമ്പനി നമ്മൾ ഷോർട്ട് ടേം ലോൺ എടുത്ത് ലോങ് ടേം ആക്കി കൺവേർട്ട് ചെയ്യൂലേ, അവിടെ വേറെ റിസ്ക് ഓഫ് മെറ്റീരിയൽ മിസ്സ്റ്റേറ്റ്മെന്റ് വരും. എന്താ? ക്ലാസിഫിക്കേഷൻ ഇഷ്യൂസ്. എക്സാക്ട്ലി. ഒരു കമ്പനി ഒരു ഷോർട്ട് ടേം ലോൺ എടുക്കുന്ന സമയത്ത് കമ്പനി എങ്ങനെ വേണം അത് ട്രീറ്റ് ചെയ്യാനായിട്ട്? ഷോർട്ട് ടേം ലോൺ എടുക്കുമ്പോൾ അതിന് എങ്ങനെയായിരിക്കും ട്രീറ്റ് ചെയ്യുന്നുണ്ടാവുക? current liability അല്ലേ? However, when it is converted into a long term finance അതിനെ നമ്മൾ എന്തായിട്ട് കാണിക്കേണ്ടി വരും? നോൺ കറന്റ് ലയബിലിറ്റി ആയിട്ട് കാണിക്കേണ്ടതായിട്ട് വരും. അവിടെ ഉണ്ടാവാൻ ചാൻസ് ഉള്ള റിസ്ക് എന്തായിരിക്കും? അവർ സ്റ്റിൽ കറന്റ് ലയബിലിറ്റി ആയിട്ടായിരിക്കും കാണിക്കുക. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ കറന്റ് ലയബിലിറ്റി എന്ത് ചെയ്യും? അണ്ടർസ്റ്റേറ്റഡ് ആയിരിക്കും. നോൺ കറന്റ് ലയബിലിറ്റി കറന്റ് ലയബിലിറ്റി എന്തായിരിക്കും? ഓവർസ്റ്റേറ്റഡ് ആയിരിക്കും. നോൺ കറന്റ് ലയബിലിറ്റി എന്താവും? അണ്ടർസ്റ്റേറ്റഡ് ആയിരിക്കും. ഇനി ലോൺ എടുക്കണ്ടല്ലോ, അതും ആ ഒരു 30 മില്യൺ ലോൺ എടുക്കണ്ടല്ലോ. എന്തോ? ആ 30 മില്യൺ ലോൺ എടുക്കണ്ടല്ലോ അവര്. 30 മില്യൺ ലോൺ എടുക്കുന്നുണ്ട്. അതിന്റെ പേരെ തന്നെ പറയണം. അത് അതിന് ആ 30 മില്യണും ഇതേപോലെ നമ്മള് കറന്റ് ലയബിലിറ്റി ആയിട്ട് നോൺ കറന്റ് ലയബിലിറ്റി സ്പ്ലിറ്റ് ചെയ്യണ്ടേ? അത് പറയാം. അത് സെപ്പറേറ്റ് പോയിന്റ് ആയിട്ട് തന്നെ പറയാം. അതായത് 30 മില്യൺ ലോൺ അവർ എടുത്തിട്ടുണ്ട്. അവിടെ നമ്മൾ കറക്റ്റ് ആയിട്ട് സ്പ്ലിറ്റ് ബിറ്റ്വീൻ കറന്റ് ആൻഡ് നോൺ കറന്റ് ലയബിലിറ്റി കാണിക്കണം. അവരത് കറക്റ്റ് ആയിട്ട് കാണിച്ചിട്ടില്ലെങ്കിൽ എന്ത് പറ്റുമെന്ന് പറയാം? ഡിസ്ക്ലാസിഫിക്കേഷൻ ഉണ്ടാവുന്നുള്ള കാര്യം. ഓക്കെ, പിന്നെ ഫിനാൻസ് കോസ്റ്റ് ഇൻക്രീസ് ചെയ്യാത്ത പറഞ്ഞൂടെ? ഫിനാൻസ് കോസ്റ്റ് ഒന്നും കൂടെ നല്ലപോലെ ഒന്ന് വായിച്ചു നോക്കിയിട്ട് പറഞ്ഞേ. ഇതുമായിട്ട് റിലേറ്റ് ചെയ്ത ഫിനാൻസ് കോസ്റ്റിന്റെ കാര്യം നമ്മൾ പറയേണ്ടത്. എന്തെങ്കിലും ഉണ്ടോ ഫിനാൻസ് കോസ്റ്റുമായിട്ട് റിലേറ്റ് ചെയ്ത് അഡീഷണലി പറയാനായിട്ട്? ഇവർ ഈ ലോൺ എടുത്തേക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാ? എക്സാക്ട്ലി. ഞാൻ നിങ്ങളുടെ അടുത്ത് ഇന്നലെയും പറഞ്ഞതാണ്, whenever the question mentions about a new loan, നിങ്ങൾ ആദ്യം നോക്കണം എന്താണ്, എന്തിനു വേണ്ടിയിട്ടാണ് ആ ലോൺ എടുത്തേക്കുന്നുള്ള കാര്യം നോക്കണം. ശരിയല്ലേ? ഇവിടെ നിങ്ങളോട് സ്പെസിഫിക്കലി അവർ പറഞ്ഞിട്ടുണ്ട് എന്തിനു വേണ്ടിയിട്ട് അവർ ലോൺ എടുത്ത്. ഫോർ ദ ന്യൂ പ്രൊഡക്ഷൻ ലൈൻ ആണ്. ന്യൂ പ്രൊഡക്ഷൻ ലൈൻ എന്ന് പറഞ്ഞാൽ അവർ സ്വന്തമായിട്ടല്ലേ ചെയ്യുന്നത്. അപ്പം ഓട്ടോമാറ്റിക്കലി അത് എന്തായിരിക്കും? It's a qualifying asset. So in case if we have taken a loan on a qualifying asset, അങ്ങനെയാണ് ക്വാളിഫൈങ് അസറ്റിന് വേണ്ടിയിട്ട് എടുത്തേക്കുന്ന ലോണിന്റെ എമൗണ്ട് നമ്മൾ എങ്ങനെയാണ് ട്രീറ്റ് ചെയ്യേണ്ടത്? Capitalize. Yeah, we need to treat it as a borrowing cost, need to be capitalized over the period of production. And ഇവിടെ ഉണ്ടാവുന്ന റിസ്ക് എന്തായിരിക്കും? ഇത് അവരെന്ത് ചെയ്തിട്ടുണ്ടാവില്ല? ക്യാപിറ്റലൈസ് ചെയ്തിട്ടുണ്ടാവില്ല. They might have treated the whole amount as a finance cost. എസ്പെഷ്യലി ഇവിടെ ഫിനാൻസ് കോസ്റ്റിന് ഇൻക്രീസ് വന്നിട്ടുണ്ടോ എന്ന് നോക്കാം. പ്രത്യേകിച്ച് ഒന്നും വന്നിട്ടില്ല അല്ലെ? അപ്പൊ നമുക്ക് എന്ത് പറയാം? ഫിനാൻസ് കോസ്റ്റ് ഇൻക്രീസ് ഒന്നും വന്നിട്ടില്ല. അപ്പൊ അവര് ചിലപ്പം ഒന്നെങ്കിൽ അവർ കറക്റ്റ് ആയിട്ട് എന്ത് ചെയ്തിട്ടുണ്ടാവില്ല? ക്യാപിറ്റലൈസ് ചെയ്തിട്ടുണ്ടാവില്ല. അങ്ങനെയാണെങ്കിൽ നമ്മുടെ എമൗണ്ട് ഓഫ് അസറ്റ്സ് അണ്ടർസ്റ്റേറ്റഡ് ആയിരിക്കും. അല്ലാന്നുണ്ടെങ്കിൽ അവരെന്ത് ചെയ്യും?
എത്ര പീരീഡിലേക്കാണ് പ്രൊഡക്ഷൻ നടക്കുന്നത് അതിനേക്കാളും ഓവറായിട്ട് ചാർജ് ചെയ്തിട്ടുണ്ടാവും. അപ്പൊ എന്ത് സംഭവിക്കും? ഓവറായിട്ട് ചാർജ് ചെയ്ത് എന്തായിരിക്കും സംഭവിക്കുന്നുണ്ടാവുക? ഓവറായിട്ട് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചേഴ്സ് എന്തായിരിക്കും? ഓവർ സ്റ്റേറ്റ്. സാറ് ഡൗട്ട് ചെയ്യട്ടെ, ചോദിച്ചോ. നമ്മളെ ഈ ന്യൂ പ്രൊഡക്ഷൻ ലൈൻ പറഞ്ഞ സംഭവം ക്വാളിഫയിങ് അസറ്റ് തന്നെയാണെന്ന് നമുക്ക് അങ്ങനെ ഷുവർ ആയിട്ട് പറയാൻ പറ്റുമോ? കാരണം ഈ പ്രൊഡക്ഷൻ ലൈന് കുറച്ച് സമയം എടുത്താൽ മാത്രമല്ലേ ഉള്ളത് ക്വാളിഫയിങ് അസറ്റ് ആണ് നമുക്ക് പറയാൻ പറ്റുക. അപ്പൊ ഈ ന്യൂ പ്രൊഡക്ഷൻ ലൈൻ ഇതൊരു ക്വാളിഫയിങ് അസറ്റ് തന്നെയാണ് അങ്ങോട്ടൊന്ന് നമുക്ക് ഉറപ്പുവരുത്തി പറയാൻ പറ്റുമോ? നമ്മൾ ഇവിടെയും അസംഷൻ ആണ് പറയുന്നത്. ഫസ്റ്റ് ഓഫ് ഓൾ ഒന്ന് നമുക്ക് അത് പറയാൻ പറ്റുന്ന റീസൺ എന്താണെന്ന് ചോദിച്ചാൽ അവര് റീസെന്റ് ന്യൂ പ്രൊഡക്ഷൻ ലൈൻ സ്റ്റാർട്ട് ചെയ്തു എന്ന് പറഞ്ഞു. ഒന്ന് മ്യൂട്ട് ചെയ്യോ? നമ്മൾ ഓൾറെഡി പറഞ്ഞു ന്യൂ പ്രൊഡക്ഷൻ ലൈൻ നമ്മൾ ഇവരെന്ത് ചെയ്തിട്ടുണ്ട്, റീസെന്റ് വർക്ക് സ്റ്റാർട്ട് ചെയ്തു എന്ന് പറഞ്ഞു. റെഗുലേറ്ററി റിക്വയർമെന്റ്സ് മീറ്റ് ചെയ്യേണ്ടി വരുന്ന മാർച്ച് 2013 നെക്സ്റ്റ് ഇയറിലാണ്. അപ്പോഴത്തേക്കാണ് നമ്മളിത് പ്രോസസ് ചെയ്യുന്നത്. അപ്പൊ ഓട്ടോമാറ്റിക്കലി നമ്മൾ അവിടെ അസ്യൂം ചെയ്യുന്നത് എന്താ, ഈ ഒരു പീരീഡിലേക്ക് ഉണ്ടാക്കുന്നതുകൊണ്ട് ഒരു ക്വാളിഫയിങ് അസറ്റ് ആണ് നമ്മൾ അസ്യൂം ചെയ്യാണ്. അവിടെ നമ്മൾ പറയുന്നത് ഇങ്ങനെയാണ്, ഇൻ കേസ് ഇഫ് ഇറ്റ്സ് എ ക്വാളിഫയിങ് അസറ്റ് എന്നുള്ള രീതിയിലായിരിക്കും പറയാം. കാരണം അൾട്ടിമേറ്റ്ലി ഇത് എന്താണ്, അഗെയിൻ റിസ്ക് ആണ്, പോസിബിലിറ്റി ഓഫ് മിസ്റ്റേക്ക് മാത്രമാണ്. നമ്മൾ കൺഫർമേഷൻ ഒന്നിനും പറയേണ്ട ആവശ്യമില്ല. മനസ്സിലായോ? ഓക്കെ. ഇനി വേറെ എന്തെങ്കിലും ഫർദർ റിസ്ക് ഓഫ് മെറ്റീരിയൽ മിസ്സ്റ്റേറ്റ്മെന്റ്സ് ഇവിടെ ഉണ്ടോ? എനിത്തിങ് നമുക്ക് എന്താ പറയാ, ഫൈനിന്റെ കാര്യം പറയാൻ പറ്റില്ലേ? ഏത് ഫൈൻ? റെഗുലേറ്ററി ലൈക്ക് റിക്വയർമെന്റ് ഉണ്ട്, കമ്പയർ ചെയ്തിട്ടുണ്ടെങ്കിൽ ഫൈൻ ഉണ്ടാവും. ഇല്ല, അത് നമ്മൾ ബിസിനസ് റിസ്കിലെ പറയുള്ളൂ, RMM പറയില്ല. RMM പ്രോപ്പർലി നമുക്ക് എന്തെങ്കിലും അതിനെ കുറിച്ച് മെൻഷൻ ചെയ്തിട്ടുണ്ടെങ്കിൽ മാത്രമേ പറയാൻ പാടുള്ളൂ. ബിസിനസ് റിസ്കിന്റെ അകത്താണ് നമ്മൾ അത്ര അസംഷൻസ് യൂസ് ചെയ്യുന്നത്. ഇതൊരു സബ്സീക്വന്റ് എക്സ്പെൻഡിച്ചർ ആണോ അതോ ആ സംഭവം എഴുതാൻ പറ്റുമോ? ആ സംഭവം എഴുതാൻ പറ്റില്ല, വേറൊരു സംഭവം എഴുതാറുണ്ട്. അല്ല, നമ്മളുടെ ഈ എന്താ പറയാ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ റവന്യൂ എക്സ്പെൻഡിച്ചർ ആ രീതിയിലേക്ക് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ റവന്യൂ എക്സ്പെൻഡിച്ചർ ഇവരിപ്പോ ന്യൂ പ്രൊഡക്ഷൻ ലൈൻ മൊത്തത്തിൽ ബിൽഡ് ചെയ്യുന്നതുകൊണ്ട് തന്നെ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ എന്നുള്ള ബേസിസ് തന്നെ വിട്ടാൽ മതി. അവരെന്തെങ്കിലും സ്പെൻഡ് ചെയ്തു എന്നുള്ളതിനെ കുറിച്ച് പറഞ്ഞാൽ മാത്രം, സ്റ്റാഫ് ട്രെയിനിങ് കോസ്റ്റ് ഒക്കെ അവർ ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്, അങ്ങനെ എന്തെങ്കിലും പറഞ്ഞാൽ മാത്രം ക്യാപിറ്റൽ റവന്യൂ എക്സ്പെൻഡിച്ചർ സ്പ്ലിറ്റ് പറഞ്ഞാൽ മതി. ഇവിടെ വേറൊരു റിസ്ക് ഉണ്ട്, ഇൻഡയറക്ട്ലി. എനിത്തിങ്? ക്ലൂ വേണോ? ന്യൂ റെഗുലേറ്ററി റിക്വയർമെന്റ്, ന്യൂ പ്രൊഡക്ഷൻ ലൈൻ, അതിനെ ബേസ് ചെയ്താണ്. ഒരു പുതിയ പ്രൊഡക്ഷൻ ലൈൻ വരുമ്പോ പഴയതുമാണെങ്കിൽ എക്സാക്ട്ലി പുതിയ പ്രൊഡക്ഷൻ ലൈൻ നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? അത് നമ്മള് ഇമ്പയർമെന്റ് കാണണല്ലോ. എക്സാക്ട്ലി IAS 36 impairment of assets പ്രകാരം when there is a changes in the regulation it need to be treated as an external indicator of impairment. We need to impair the asset over its useful life. അവിടെ ഉണ്ടാവാൻ ചാൻസ്, useful life അല്ല, we need to impair the asset to the lower of their cost carrying value or recoverable amount. അവിടെ ഉണ്ടാവുന്ന റിസ്ക് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ചെയ്തിട്ടുണ്ടാവില്ല ഇമ്പയർമെന്റ്. Simple as that. They might not have calculated the impairment on the asset and thereby നമ്മുടെ value of asset എന്തായിരിക്കും? Overstated ആയിരിക്കും. Impairment expenses എന്തായിരിക്കും? Clear ആയോ? Yes sir. ഇവിടെയുള്ള റിസ്ക് ഓഫ് മെറ്റീരിയൽ സ്റ്റേറ്റ്മെന്റ്സ്. ഈ പോയിന്റ് ഒന്നും കൂടി പറയോ? ഏതാ പോയിന്റാ? ഇമ്പയർമെന്റ്. അതായത് ഇവിടെ നമ്മൾ പറഞ്ഞ ഇത്രേ ഉള്ളൂ, അവരൊരു പുതിയ പ്രൊഡക്ഷൻ ലൈൻ സ്റ്റാർട്ട് ചെയ്യുന്നത് എന്തിനാ? റെഗുലേറ്ററി റിക്വയർമെന്റ് കംപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. കാരണം അവർക്ക് ആ കെമിക്കൽ യൂസ് ചെയ്യാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞു അല്ലെ. അപ്പം അവിടെ വേറൊരു സൈഡ് ഉണ്ട്, ഒരു ന്യൂ റെഗുലേഷൻ വന്ന കാരണം കൊണ്ട് ഒരു പുതിയ പ്രൊഡക്ഷൻ ലൈൻ ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ അതിനർത്ഥം എന്താ? ഓൾറെഡി ഉണ്ടായിരുന്ന പ്രൊഡക്ഷൻ ലൈൻ അവർക്ക് ഇനി യൂസ് ചെയ്യാൻ പറ്റില്ല എന്നാണ് അല്ലെ. അപ്പം അത് നമ്മൾ എന്ത് ചെയ്യേണ്ടതായിട്ട് വരും? ആ പ്രൊഡക്ഷൻ ലൈൻ ലോവർ ഓഫ് ക്യാരിങ് വാല്യൂ അല്ലെങ്കിൽ റിക്കവറബിൾ എമൗണ്ടിലേക്ക് നമ്മൾ വാല്യൂ റെഡ്യൂസ് ചെയ്യേണ്ടി വരും. ഇമ്പയർമെന്റ് റെക്കഗ്നൈസ് ചെയ്യണം. റിസ്ക് എന്തായിരിക്കും? കമ്പനി ഇമ്പയർമെന്റ് റിവ്യൂ നടത്തുമോ, അത് പെർഫോം ചെയ്യുകയോ ചെയ്തിട്ടുണ്ടാവില്ല. വാല്യൂ ഓഫ് അസറ്റ് അപ്പം എന്തായിരിക്കും? ഓവർ സ്റ്റേറ്റഡ് ആയിരിക്കും. മനസ്സിലായോ? പെർഫെക്റ്റ്. ഇനി നമ്മളോട് റവന്യൂന്റെ കഥ പറഞ്ഞിട്ടുണ്ട്. കമ്പനിയുടെ റവന്യൂ കുറഞ്ഞു, ഓപ്പറേറ്റിംഗ് കോസ്റ്റ് വേണ്ടേ കുറഞ്ഞിട്ടുണ്ട്, ഫിനാൻസ് കോസ്റ്റ് കുറഞ്ഞിട്ടുണ്ട്. ഫൈനലി നമ്മളോട് പറയാണ് ഡ്രാഫ്റ്റ് സ്റ്റേറ്റ്മെന്റ് ഓഫ് ഫിനാൻഷ്യൽ പൊസിഷൻ പ്രിപ്പയർ ചെയ്തിട്ടില്ല അവർ ഇതുവരെ. ടോട്ടൽ അസറ്റ് 180 million ആണ്, ക്യാഷ് 1,30,000 ആണുള്ളത്. ബേസ്ഡ് ഓൺ ഡ്രാഫ്റ്റ് ഫിഗേഴ്സ് കമ്പനിയുടെ കറണ്ട് റേഷ്യോ 1.1 ആണ്, ക്വിക്ക് റേഷ്യോ 0.8 ആണ്. എന്തെങ്കിലും ബിസിനസ് റിസ്ക് ഉണ്ടോ ഇവിടെ? എന്തെങ്കിലും ബിസിനസ് റിസ്ക് ഉണ്ടോ? ക്വിക്ക് റേഷ്യോ കുറവായതുകൊണ്ട് പറഞ്ഞൂടെ. ക്വിക്ക് റേഷ്യോ കുറവാണ്, പിന്നെ പ്രോഫിറ്റബിലിറ്റി പ്രോബ്ലംസ് ഇല്ലേ? പ്രോഫിറ്റബിലിറ്റി പ്രോബ്ലംസ് ഉണ്ട്. കാരണം നിങ്ങൾക്ക് വീണ്ടും ഫർദർ കാൽക്കുലേഷൻസ് നടത്തി കാണിക്കാൻ പറ്റും. നോക്ക്,
കഴിഞ്ഞ വർഷത്തെ വെച്ച് നോക്കുമ്പോൾ പ്രോഫിറ്റ് നിന്ന കമ്പനി എന്ത് ചെയ്തു? ലോസിലേക്ക് പോയി എന്നുള്ളത് മാത്രമല്ല, ഈ പ്രാവശ്യം അവര് ഫിനാൻസ് കോസ്റ്റ് കാണിച്ചിട്ടുണ്ടോ? സാറേ അതിലൊരു ഡൗട്ട്, ഈ ഫിനാൻസ് കോസ്റ്റിയുടെ മുകളിൽ പറയണ്ടല്ലോ അതൊരു ക്വാളിഫയിങ് അസെറ്റ് ആയത്, ലൈക്ക് നമുക്ക് ഈ ബോറോയിങ് കോസ്റ്റ് എടുക്കുന്നു പറയണ്ടല്ലോ. അതെ. അപ്പോ അങ്ങനെ ആവുമ്പോ ഫിനാൻസ് കോസ്റ്റ് വേറെ വരുമോ? പറയാതെ അതെന്താന്ന് വെച്ചാൽ ഇത്രയേ ഉള്ളൂ. ഫിനാൻസ് കോസ്റ്റ് പ്രയർ ഇയറിനും കറന്റ് ഇയറിലും സെയിം എമൗണ്ട് ആണ് വന്നേക്കുന്നത്, ശരിയല്ലേ? യെസ്. ഫിനാൻസ് കോസ്റ്റിന്റെ നമ്മൾ കുറച്ച് മുമ്പ് പറഞ്ഞു ക്വാളിഫയിങ് അസെറ്റ് ആണെന്നുണ്ടെങ്കിൽ അത് ട്രീറ്റ് ചെയ്യണം എന്ന് പറഞ്ഞു. ഇനി നമ്മൾ പറയുന്നത് എന്താന്ന് ചോദിച്ചാൽ ഇത്രയേ ഉള്ളൂ, ക്വാളിഫയിങ് അസെറ്റ് ആണ് ട്രീറ്റ് ചെയ്യണം. പക്ഷെ ബിസിനസ് റിസ്ക് നമ്മൾ പറയുമ്പോൾ എങ്ങനെയാണ് നമ്മൾ പറയുന്നത്? ഫോർകാസ്റ്റിന്റെ കൂടെ ബേസിസിലല്ലേ നമ്മൾ പറയുന്ന ബിസിനസ് റിസ്ക്? അതെ. അപ്പൊ നമുക്ക് വേണമെങ്കിൽ എന്ത് പറയാം, ഈ ക്വാളിഫയിങ് അസെറ്റിന്റെ പീരീഡ് കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പിന്നീട് അതിനെ എന്തായിട്ട് വേണം ട്രീറ്റ് ചെയ്യാൻ? ഫിനാൻസ് കോസ്റ്റ് ആയിട്ട് വേണം, ശരിയല്ലേ? യെസ്. അപ്പൊ ഓട്ടോമാറ്റിക്കലി നിങ്ങൾ എന്ത് പറയാ, കമ്പനിക്ക് 30 മില്യൺ ആണ് ലോൺ എടുത്തേക്കുന്നത്, അതിന്റെ 4% വെച്ചിട്ട് ഇയർലി ഇൻട്രസ്റ്റ് വരും. അപ്പൊ എത്ര വെച്ചിട്ട് ഇൻട്രസ്റ്റ് വരിക? 30 മില്യന്റെ 4% എത്രയാ? 1.2 മില്യണോ? അല്ലല്ലോ, 1.2 മില്യൺ ആണോ? അതെ. 1.2 മില്യൺ വെച്ചിട്ടാണ് നമുക്ക് വരാൻ പോകുന്നത്, ശരിയല്ലേ? ഓക്കെ, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നോക്കി നോക്ക്, നമ്മുടെ കമ്പനിക്ക് കറന്റ്ലി ഉള്ളത് 300,000 ലോസ് ആണ്. സോ ഇതിന്റെ കൂട്ടത്തിൽ നെക്സ്റ്റ് ഇയർ തൊട്ടിട്ട് ക്വാളിഫയിങ് പീരീഡ് കഴിഞ്ഞു കഴിഞ്ഞാൽ ഫിനാൻസ് കോസ്റ്റിന്റെ എമൗണ്ട് കൂടെ എന്താണെങ്കിലും വരും. അപ്പോൾ ഓട്ടോമാറ്റിക്കലി കമ്പനി പോകാൻ പോകുന്ന ലോസ് എന്ന് പറഞ്ഞാൽ ഏത് ലെവലിലേക്കായിരിക്കും? കമ്പനി വിൽ ബി ഗോയിങ് ടു ബി ഇൻകറിംഗ് സിഗ്നിഫിക്കന്റ് എമൗണ്ട് ഓഫ് ലോസസ് അൺലെസ് if the company have not generated significant amount of revenue for the upcoming years. So നമുക്ക് എന്ത് പറയാം, ഫ്യൂച്ചർ പ്രോഫിറ്റബിലിറ്റി അഫക്റ്റഡ് ആവുമെന്ന് പറയാം. മനസ്സിലായോ? യെസ് സർ. ഓക്കെ, അപ്പൊ അതായിരിക്കും നമുക്ക് പറയാൻ പറ്റുന്ന ഒരു ബിസിനസ് റിസ്ക് എന്ന് പറയാം. ആൻഡ് നമുക്ക് അതുപോലെ തന്നെ അവിടെ പറയാം, അപ്പം കമ്പനി ഓട്ടോമാറ്റിക്കലി എന്ത് ചെയ്യാൻ ചാൻസ് ഉണ്ട്? വർക്കിംഗ് ക്യാപിറ്റൽ ഡിഫിക്കൽട്ടീസും ഫേസ് ചെയ്യാൻ ചാൻസ് ഉണ്ട്. കാരണം കമ്പനി ഫെർദർ എക്സ്പാൻഷനിലേക്ക് പോകുന്ന സമയത്ത് കമ്പനിയുടെ കയ്യിലുള്ള ക്യാഷിന്റെ എമൗണ്ട് കുറവാണ്, 130,000 ഉള്ളൂ. ഇൻട്രസ്റ്റ് അടയ്ക്കാനുള്ള എമൗണ്ട് ഒരു അടുത്ത വർഷം തൊട്ട് ക്യാഷ് ഉണ്ടാവില്ല. കറന്റ് റേഷ്യോ കുറവാണ്, ക്വിക്ക് റേഷ്യോ കുറവാണ്. സോ ഓട്ടോമാറ്റിക്കലി കമ്പനിക്ക് ക്യാഷ് ഫ്ലോ ഡിഫിക്കൽട്ടീസ് ഫേസ് ചെയ്യാൻ ചാൻസ് ഉണ്ടെന്നുള്ള കാര്യം പറയാം. ക്ലിയർ ആയോ? സാറേ ഞാൻ ചോദിച്ചത് ഇപ്പൊ ഫിനാൻഷ്യൽ കോസ്റ്റില് നമുക്ക് അല്ല ഫിനാൻസ് കോസ്റ്റില് ഡിഫറൻസ് ഇല്ലെങ്കിൽ ഫ്ലക്ച്വേഷൻസ് ഇല്ല എന്നുള്ളത് പറയാൻ പറ്റും വേറെ ആയിട്ട്? അത് പറയാൻ പറ്റും. പിന്നെ നമ്മളത് ഇവിടെ എന്തുകൊണ്ടാണ് പറയാത്തതെന്ന് ചോദിച്ചാൽ എന്താ, നമ്മളെ ബോറോയിങ് കോസ്റ്റിന്റെ കാര്യം എടുത്തു പറഞ്ഞുകൊണ്ടാണ് നമ്മളത് പറയാൻ. മനസ്സിലായോ? ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് അവിടെ വേണമെങ്കിൽ എന്ത് പറയാം, ഇങ്ങനെ പറയാം, ബോറോയിങ് കോസ്റ്റിന്റെ എമൗണ്ട് കാണിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ, അത് ക്വാളിഫയിങ് അസെറ്റ് അല്ല എന്നുണ്ടെങ്കിൽ അത് ഫിനാൻസ് കോസ്റ്റ് വരണമായിരുന്നു. ഹൗവർ ഫിനാൻസ് കോസ്റ്റിനകത്ത് ഡിഫറൻസ് ഇല്ല. സോ ഇത് അത് ബോറോയിങ് കോസ്റ്റ് ആയിട്ട് കാണിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ കൂടുതൽ പേരിലേക്ക് കാണിച്ചിട്ടുണ്ടാവാം, അല്ലാന്നുണ്ടെങ്കിൽ അവർ ഫിനാൻസ് കോസ്റ്റ് അത് കാണിച്ചില്ലെങ്കിൽ ഫിനാൻസ് കോസ്റ്റ് അണ്ടർസ്റ്റേറ്റഡ് ആവാം. അങ്ങനെ ഒന്നും തൊടാതെ പറഞ്ഞു വെച്ചാൽ മതി. മനസ്സിലായോ? ഓക്കെ, അപ്പൊ ഇത്രയാണ് മെയിൻ ആയിട്ട് നമ്മുടെ ഈ ക്വസ്റ്റിനുള്ള ബിസിനസ് റിസ്കും റിസ്ക് ഓഫ് മെറ്റീരിയൽ മിസ്സ്റ്റേറ്റ്മെന്റ്സും. കാരണം ബാക്കി താഴേക്ക് ക്വസ്റ്റ്യൻ വായിക്കേണ്ട ആവശ്യമുണ്ടോ? നോ. കാരണം ഒരു സെക്കൻഡേ, കാരണം എന്താ നോക്കി, എന്ത് പറഞ്ഞ? അല്ല, ഒരു പോയിന്റ് കിട്ടാനുണ്ട്. ഒരു പോയിന്റ് ഉണ്ട്. ഏതായിരുന്നു? ഡയറക്ടേഴ്സ് ലീവ് ചെയ്യുന്ന കാര്യം പറയുന്നത്. ന്യൂ ഡയറക്ടേഴ്സ് ലീവ് ചെയ്യുന്ന കാര്യം പറയുന്നുണ്ടായിരുന്നു ഇവിടെ. എവിടെയെന്ന് പറഞ്ഞ എത്തിക്കൽ കൺസിഡറേഷനിലേക്കാണോ? ഫസ്റ്റത്തെ ലൈൻ എത്തിക്കൽ ഫസ്റ്റ് ലൈനിൽ പറയുന്നുണ്ടായിരുന്നു. ഓക്കെ, വി വിൽ ജസ്റ്റ് ഗോ ത്രൂ ദാറ്റ് ആസ് വെൽ. പക്ഷേ ഒരു കാര്യം പറഞ്ഞട്ടെ, നിങ്ങൾ എപ്പോഴും എക്സാമിന് എഴുതുന്ന സമയത്ത് എക്സാമിനർ പറഞ്ഞേക്കുന്നതിന്റെ ബേസിസ് മാത്രം നോക്കിയാൽ മതി കേട്ടോ. അതായത് ഇവിടെ പറഞ്ഞേക്കുന്നുണ്ടോ നമുക്ക്, യൂസിംഗ് ദ എക്സിബിറ്റ് 2 and 3 ഐ വുഡ് ലൈക്ക് യു ടു പ്രിപ്പയർ ബ്രീഫിംഗ് നോട്ട് ഫോർ ദ യൂസ് ഓഫ് മൈൻഡ് ഇൻ വിച്ച് യു നീഡ് ടു ഇവാലുവേറ്റ് ദ സിഗ്നിഫിക്കന്റ് ബിസിനസ് റിസ്ക് ആൻഡ് സിഗ്നിഫിക്കന്റ് റിസ്ക് ഓഫ് മെറ്റീരിയൽ മിസ്റ്റേക്മെന്റ് എന്ന് പറയുന്നുണ്ട്. അപ്പൊ നമ്മൾ മെയിൻലി എവിടുത്തെ പോയിന്റ്സ് മാത്രം കൺസിഡർ ചെയ്താൽ മതി? എക്സിബിറ്റ് 2 and 3 കാര്യങ്ങളുടെ ബേസിസ് മാത്രം എഴുതിയാൽ മതി. ഓക്കെ, പറഞ്ഞു മനസ്സിലായോ? എക്സിബിറ്റ് നമ്പർ 2ഉം എക്സിബിറ്റ് നമ്പർ 3ഉം മാത്രം നമ്മൾ അവിടെ കൺസിഡർ ചെയ്താൽ മതി. ഓക്കെ, എക്സിബിറ്റ് 4 നോക്കേണ്ട ആവശ്യമില്ല ലിറ്ററലി. സോ വിൽ ജസ്റ്റ് ഗോ ത്രൂ ദാറ്റ് ആസ് വെൽ. നമ്മളോട് അവിടെ പറഞ്ഞേക്കുന്നത് എന്താ, several of the Growth companies executive directors and the finance controller left in October 2012 to set up a company specializing in recycling of old electronic equipment. This new company is not considered to be in competition with the Growth company's operations. Directors left on the good terms and replacement of directors have been recruited. One of the FU and audit managers, Bob Hallen, is being interviewed for the role of finance controller at Growth company.
Bob is a good candidate for the position as he developed good knowledge of Grohl Company's business when he was managing the audit. At Grohl Company's most recent board meetings, the fees was discussed. Board members expressed concerns over the size of the audit fee. Given the company's loss for the year, the audit board members would like to know whether the audit fee can be performed on contingent basis. So, literally, നമ്മൾ ഇതിന്റെ അകത്തുള്ള ആ ഒരു പർട്ടിക്കുലർ ചേഞ്ച് ഇൻ ഡയറക്ടേഴ്സ് എടുക്കണോ? വേണ്ട കേട്ടോ, കാരണം 2 and 3 എക്സിബിറ്റ് മാത്രം നമ്മൾ കൺസിഡർ ചെയ്താൽ മതി. പക്ഷെ ഇവിടെ നമ്മളോട് അടുത്ത റിക്വയർമെന്റ് എന്താ ചോദിച്ചേക്കുന്നത്? യൂസിംഗ് എക്സിബിറ്റ് 4 ഡിസ്കസ് ദ എത്തിക്കൽ ഇഷ്യൂസ് ആൻഡ് റെക്കമെൻഡ് ദ റെലവെന്റ് ആക്ഷൻസ്. എക്സിബിറ്റ് 4 യൂസ് ചെയ്ത് നമ്മളോട് ഇവിടെ എന്തൊക്കെ എത്തിക്കൽ ഇഷ്യൂസ് ആണുള്ളത്, അവിടെ എന്തൊക്കെ റെലവെന്റ് ആക്ഷൻ ആണ് എടുക്കേണ്ടതെന്നുള്ള ചോദിച്ചിട്ടുണ്ട്. അപ്പൊ നമുക്ക് ആ എത്തിക്കൽ പാർട്ട് നോക്കാം. നിങ്ങൾ പറ, എത്തിക്കൽ ത്രെഡ്സ് എന്തൊക്കെ ഇവിടെ ഉള്ളത്? എത്തിക്കൽ ത്രെഡ്സ് കണ്ടുപിടിക്കാൻ ആദ്യമേ നിങ്ങൾ സമ്മറിയാണ് നോക്കേണ്ടത്. ഇവിടെ എന്താ സംഭവിച്ചേക്കുന്നുള്ളതെന്ന് ആദ്യമേ നോക്കുക. എന്താ സംഭവിച്ചത് ഇവിടെ? What have actually happened here? ഡയറക്ടേഴ്സ് പോയിട്ടുണ്ട്. അപ്പൊ പുതിയതായിട്ട് നമ്മുടെ ഒരു ഫിനാൻഷ്യൽ ലൈക്ക് ഓഡിറ്റ് മാനേജറെ അവര് ഇന്റർവ്യൂ ചെയ്യാൻ പോവാണ് ഫിനാൻഷ്യൽ കൺട്രോൾ പൊസിഷനിലേക്ക് ഫസ്റ്റത്തത്. പിന്നെ അതേപോലെ ഫീസിന്റെ കാര്യം. ഓക്കെ, ഗുഡ്. നമ്മളോട് എന്താ പറഞ്ഞേക്കുന്നത്? ഫീസ് അവരൊരു കണ്ടിജന്റ് ഫീ ബേസിസ് വെക്കാവുന്ന ചോദിച്ചിട്ടുണ്ട്. 2, ഓഡിറ്റ് മാനേജർ കയറിയിട്ട് അങ്ങോട്ട് പോകാന്ന് പറഞ്ഞു, ക്ലയന്റ് കമ്പനിയിലേക്ക് പോകാന്ന് പറഞ്ഞു. What happens if the audit manager is being recruited in a client company? എന്തൊക്കെ ത്രെട്ട് ആയിരിക്കും ഉണ്ടാവുക? ഫെമിലിയാരിറ്റി ത്രെട്ട് വരുന്ന ചാൻസ് ഉണ്ട്. ഫെമിലിയാരിറ്റി ത്രെട്ട് വരാനുള്ള റീസൺ എന്തായിരിക്കും? കാരണം we know that ഓഡിറ്റ് ഫേമിലുള്ള എല്ലാവർക്കും ഫെമിലിയർ ആയിട്ടുള്ള ആളാണ് ഓഡിറ്റ് മാനേജർ എന്ന് പറയാം. സോ ഓഡിറ്റ് മാനേജർ പോസ്റ്റ് കളഞ്ഞിട്ട് ക്ലയന്റ് കമ്പനിയിലേക്ക് പോയി കഴിഞ്ഞാൽ ഓഡിറ്റ് ടീമിലുള്ള എല്ലാവർക്കും ഇയാളുമായിട്ടുള്ള ഫെമിലിയാരിറ്റി കാരണം കൊണ്ട് ഇയാളും കൂടി ഇരിക്കുന്ന ബോർഡിന് ഫേവറബിൾ ആയിട്ടുള്ള കാര്യങ്ങളെ ചെയ്തു കൊടുക്കുള്ളൂ. Auditor will not express an appropriate opinion. ശരിയല്ലേ? Exactly. There can also be chances of having intimidation threat. അത് നമ്മൾ എങ്ങനെയായിരിക്കും എക്സ്പ്ലെയിൻ ചെയ്യുന്നത്? എങ്ങനെയാ ബ്രോ ഇന്റിമിഡേഷൻ വരിക? അവര് ഓൾറെഡി ആ ഓഡിറ്റ് പാർട്ണർ അവിടെ പോകുമ്പോ ഇതിന്റെ പഴയ നമ്മളുടെ സീനിയർ ഓഫീസർ അല്ലേ, അപ്പൊ അവിടെ ആളുടെ വർക്ക് നമ്മൾ റിവ്യൂ ചെയ്യുന്ന സമയത്ത് നമുക്കൊരു പാസീവ് പ്രഷർ വരൂലേ? പെർഫെക്റ്റ്. നമുക്ക് എക്സാക്ട്ലി അങ്ങനെ തന്നെ പറയാൻ പറ്റും. അതായത് ഓഡിറ്റ് മാനേജർ ആണ് ക്ലയന്റ് കമ്പനിയിലേക്ക് പോകുന്നത്. സോ ഓഡിറ്റ് ജൂനിയേഴ്സ് ഓൾറെഡി ഇയാൾ ചെയ്ത വർക്ക് റിവ്യൂ ചെയ്യാൻ വേണ്ടി ചെല്ലുന്ന സമയത്ത് ഓഡിറ്റ് ജൂനിയേഴ്സിന് ഈ ഒരു പർട്ടിക്കുലർ പേഴ്സണോടുള്ള ഒരു എന്താ പറയാ ബഹുമാനം കാരണം കൊണ്ട് അവിടെ എന്തുണ്ടാവും? there will be possibility of having undue influence. അങ്ങനെ undue influence ഉണ്ടായി കഴിഞ്ഞാൽ എന്ത് ത്രെട്ടിലേക്ക് ലീഡ് ചെയ്യും? ഇന്റിമിഡേഷൻ ത്രെട്ടിലേക്ക് ലീഡ് ചെയ്യും. ക്ലിയർ ആയോ? ക്ലിയർ? ഓക്കെ. അപ്പം ഓട്ടോമാറ്റിക്കലി അവിടെ നമുക്ക് എടുക്കാൻ പറ്റുന്ന സേഫ് ഗാർഡ് എന്തൊക്കെയായിരിക്കും? പുതിയ ടീമിനെ വെച്ചോടെ? എക്സാക്ട്ലി. ഇയാളോട് പോകണ്ടെന്ന് പറയാൻ നമുക്ക് പറ്റുമോ? ഇല്ല. പോവാതിരിക്കും, അത് അയാളുടെ ഇഷ്ടമാണ്. അത് നമുക്കൊന്നും പറയാൻ പറ്റില്ല. സേഫ് ഗാർഡ് ആയിട്ട് എന്താ പറയാൻ പറ്റുന്നത്? We can consider creating a new engagement team who are not familiar with the audit manager. അതുപോലെ തന്നെ നമുക്ക് എന്ത് ചെയ്യണം എന്ന് പറയാം? Once the audit work is done, we must also consider performing an external quality control review. Clear ആയോ? സർ, ഒരു ഡൗട്ട്. ഇതിലിപ്പോ ഇയാൾ പോയിട്ടില്ലല്ലോ, പോകുന്നല്ല പറഞ്ഞോളൂ, പോവാൻ ചാൻസ് ഉണ്ടെന്നല്ല. അപ്പോ നമ്മൾ ഈ പറഞ്ഞത് ഒട്ടുമിക്ക അല്ലേ? എങ്ങനെ നമ്മളോട് റിക്വയർമെന്റിൽ എന്താ ചോദിച്ചേക്കാൻ നോക്കി? ഡിസ്കസ് ദ എത്തിക്കൽ ഇഷ്യൂസ് റേസ്ഡ് ആൻഡ് റെക്കമെൻഡ് ദ റെലവന്റ് ആക്ഷൻസ് ടു ബി ടേക്കൺ ബൈ ദ ഫേം. അപ്പൊ നമ്മൾ ഇവിടെ എന്താ ചെയ്യേണ്ടതെന്ന് അറിയോ? നമ്മൾ ഇവിടെ റിയാക്റ്റീവ് ആയിട്ടല്ല നമ്മൾ തിങ്ക് ചെയ്യുന്നത്, പ്രൊആക്റ്റീവ് ആയിട്ടാണ് നമ്മൾ എപ്പോഴും എത്തിക്സ് കൺസിഡർ ചെയ്യുന്നത്. അപ്പൊ ഇയാൾ പോയി കഴിഞ്ഞാൽ നമ്മൾ എന്തൊക്കെയാണ് ആ സിറ്റുവേഷൻ എടുക്കേണ്ട സേഫ് ഗാർഡ്സ് എന്നാണ് നമ്മൾ പറയുന്നത്. മനസ്സിലായോ? ഓക്കെ. ഇനി വേറെ എന്താ മക്കളെ എത്തിക്കൽ ഇഷ്യൂ ഉള്ളത്? എനി അതർ പ്രോബ്ലം? കണ്ടിജൻസി അറേഞ്ച്മെന്റ്. കണ്ടിജൻസി അറേഞ്ച്മെന്റിന്റെ കാര്യം പറയാം. പെർസെന്റേജ് അല്ലെങ്കിൽ കണ്ടിജൻസി ഫീസ് പറഞ്ഞാൽ എന്ത് ത്രെട്ട് ആയിരിക്കും? സെൽഫ് ഇൻട്രസ്റ്റഡ് ആയിരിക്കും. അതിന്റെ റീസൺ എന്താ നമ്മൾ പറയേണ്ടത്? എങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യേണ്ടത്? നമ്മൾ വർക്ക് ചെയ്തതിന്റെ ഫീ മാത്രം കളക്ട് ചെയ്യാം. അല്ല, ത്രെട്ട് എങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യേണ്ടത്? അത് സേഫ് ഗാർഡ്. കണ്ടിജന്റ് ബേസിസിലാണ് നമുക്ക് ഫീസ് കിട്ടുന്നത്. ഇൻ കേസ് ഇറ്റ് ഈസ് ബേസ്ഡ് ഓൺ ദ കമ്പനീസ് പെർഫോമൻസ്, ഓട്ടോമാറ്റിക്കലി നമ്മുടെ കമ്പനിക്ക് എഗൈൻസ്റ്റ് ആയിട്ടുള്ള ഒരു ഒപ്പീനിയൻ കൊടുക്കാൻ വില്ലിങ് ആവുമോ? ഇല്ല. കാരണം നമ്മുടെ കമ്പനിക്ക് എഗൈൻസ്റ്റ് ആയിട്ടുള്ള ഒപ്പീനിയൻ കൊടുത്തു കഴിഞ്ഞാൽ എന്താ സംഭവിക്കാം? കമ്പനിക്ക് അത് അഫക്ട് ചെയ്യും. കമ്പനി സക്സസിലേക്ക് ലീഡ് ചെയ്യില്ല. കമ്പനി സക്സസ് ലീഡ് ചെയ്തിട്ടില്ല എന്നാൽ നമുക്ക് എന്ത് കിട്ടൂല? ഫീസ് കിട്ടൂല. So automatically we might provide a opinion that will benefit the company in all the manner. അപ്പൊ അവിടെ എന്തുണ്ടാവും? സെൽഫ് ഇൻട്രസ്റ്റഡ് ഉണ്ടാവും. അവിടെ എന്താ സേഫ് ഗാർഡ് എടുക്കാൻ പറ്റുക? അല്ല, ആക്ച്വലി നമ്മൾ കണ്ടിജന്റ് ഫീസ് വാങ്ങാൻ പാടില്ല. അതിന് സേഫ് ഗാർഡ്സ് ഉണ്ട്. ഈ കണ്ടിജന്റ് ഫീസ് വാങ്ങാൻ പാടില്ല എന്ന് പറയുന്നതാണ് സേഫ് ഗാർഡ്. ഓക്കെ.
അപ്പൊ നമ്മൾ അവിടെ എന്താ എടുക്കേണ്ടത്? Politely decline. That's it. അതാണ് സേഫ് ഗാർഡ്. You must discuss that matter with the client's audit committee and those charged with governance and should inform them that the audit fees cannot be fixed on percentage or contingent wise. Instead, എന്ത് ചെയ്യാൻ പറയാ? The audit fees should be fixed on a hourly rate or else the audit fees should be fixed amount. Clear ആയോ? Yes, sir. Okay, ഇതാണ് കേട്ടോ ആക്ഷൻ എന്ന് പറയാം. അതൊരു സേഫ് ഗാർഡ് ആണ്. എടുക്കില്ല എന്ന് പറയുന്നതാണ് സേഫ് ഗാർഡ്. Okay, there is one more ethical threat. There is one more ethical threat indirectly. What's that? Advocacy ആണോ? അല്ല, മാരകമായ ത്രെറ്റ് ഒന്നും അല്ല, എങ്കിലും ഇൻഡയറക്ട്ലി കണക്ട് ചെയ്ത് പറയാൻ പറ്റുന്ന ലോജിക്കലി. എനിക്ക് ആൻസർ അറിയാവുന്ന ഞാൻ ചോദിക്കുന്നതാണ്. സാർ ഇവിടെ ലോ ബോളിംഗ് പറയാൻ പറ്റൂ? കമ്പനി ലോസിലാണല്ലോ. ലോ ബോളിംഗ് കമ്പനി ലോസിലാണല്ലോ ബ്രോ. ലോ ബോളിംഗ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ക്ലയന്റിന്റെ ചാർജ് ചെയ്യുന്ന ഫീസ് ഒരുപാട് മാർക്കറ്റ് റേറ്റിനേക്കാളും കുറച്ച് ചാർജ് ചെയ്തു, എന്നിട്ട് ഓഡിറ്റിന്റെ ക്വാളിറ്റി അതിനനുസരിച്ച് കുറയ്ക്കുന്നതിനെയാണ് ലോ ബോളിംഗ് എന്ന് പറയാം. മാനേജ്മെന്റ് ത്രെറ്റ് ആണോ സാറേ? അല്ല. ഞാൻ പറഞ്ഞല്ലോ ഇൻഡയറക്ട്ലി ഉള്ള ത്രെറ്റ് ആണ്. അതിന്റെ കിട്ടിയിട്ടില്ല എന്നൊക്കെ ആരും പറയിടാണ്ട്. ഞാൻ ആൻസർ ഓൾറെഡി വായിച്ചിട്ടുണ്ട് ഒരുപാട് വട്ടം, അതുകൊണ്ട് അറിയാവുന്നതാണ്. ഒരു ക്ലൂ വരി. ബോബ് ഹെലനുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള തന്നെയാണ്. ബോബ് ഹെലൻ മാനേജറായിട്ട് ജോയിൻ ചെയ്യാൻ പോകുന്നതുമായിട്ട് ബന്ധപ്പെട്ടുള്ളതാണ്. ബോബ് ഹെലൻ എന്ത് കാരണം കൊണ്ടാ ഈ പൊസിഷനിൽ യോജിച്ചതെന്ന് പറയുന്നത്? അപ്പൊ കമ്പനിയുടെ എന്താ ഓഡിറ്റ് പെർഫോം എങ്ങനെ ചെയ്യണമെന്ന് ഇപ്പൊ ഇയാൾക്ക് അറിയണ്ടാവുമല്ലോ. അപ്പൊ അവിടെ പോയിട്ട് ഇനി എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ അതിനെ തടുത്ത് നിർത്തൂലേ? എന്നിട്ട് വേറെ മാർഗത്തിലൂടെ തെറ്റുകൾ ചെയ്യൂലേ? സംഭവം എന്താന്ന് പറഞ്ഞാല് എന്താ ഇയാള് ഓൾറെഡി ഓഡിറ്റ് മാനേജർ ആണ്. അപ്പൊ ഇവരുടെ വർക്ക് എങ്ങനെയാണെന്ന് ഇയാൾക്ക് അറിയണ്ടാവും. അപ്പൊ ആ ഒരു രീതിയിൽ ആളെന്ത് ചെയ്യും? കള്ളക്കടം ചെയ്യൂലേ? കുറച്ച് കൂടിപ്പോയോ? കോൺഫിഡൻഷ്യാലിറ്റി അല്ല, സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. അഡ്വക്കസി അല്ല, സെയിം സെൽഫ് ഇൻട്രസ്റ്റ് തന്നെയാണ്. ഇത്രയേ ഉള്ളൂ. ഞാൻ ഓഡിറ്റ് ക്ലയന്റിന്റെ കൂടെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ഓഡിറ്റർ ആണ് അല്ലേ? ആൻഡ് ഈ ഓഡിറ്റ് ക്ലയന്റിന്റെ കൂടെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് എന്നെ ഇന്റർവ്യൂവിന് വിളിക്കുന്നത് ഫിനാൻഷ്യൽ കൺട്രോളർ ആയിട്ട് ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ട്. സോ ഈ ഓപ്പണിങ്ങിനെ കുറിച്ച് എനിക്ക് ഓൾറെഡി അറിയാം. ഞാൻ ഇതിനു വേണ്ടിയിട്ട് അപ്ലൈ ചെയ്യാനായിട്ട് ഉണ്ടായിരുന്നു എന്നുണ്ടെങ്കിൽ ഓൾറെഡി ഓഡിറ്റിന്റെ സ്റ്റാർട്ട് തൊട്ട്, ഓഡിറ്റ് എന്നാ സ്റ്റാർട്ട് ചെയ്യുന്നറിയോ? ഓഡിറ്റ് എന്നാ സ്റ്റാർട്ട് ചെയ്യുന്നത്? അതായത് ആസ് പെർ സ്റ്റാൻഡേർഡ്സ്, റിയൽ ലൈഫിൽ ഞാൻ പറയുന്നില്ല, ആസ് പെർ സ്റ്റാൻഡേർഡ്സ് ഓഡിറ്റ് എന്നാ സ്റ്റാർട്ട് ചെയ്യുന്നത്? പ്രയർ ഇയർ ആനുവൽ ജനറൽ മീറ്റിംഗ് തൊട്ടിട്ട് ഓഡിറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നതാണ് പറയുന്നത്. മനസ്സിലായോ? അതായത് നെക്സ്റ്റ് ഇയറിലേക്കുള്ള ഓഡിറ്ററിനെ നമ്മൾ 2015 ആനുവൽ ജനറൽ മീറ്റിംഗിന്റെ സമയത്ത് 2016 ഓഡിറ്ററിനെ അപ്പോയിന്റ് ചെയ്യും. നമ്മൾ ഇങ്ങനെയാണ് പറയാ, an audit planning process will start from the date on AGM till the date of the next AGM. അതായത് എന്നാണ് നമ്മൾ ഓഡിറ്റേഴ്സ് റിപ്പോർട്ട് സൈൻ ചെയ്യുന്ന അന്ന് വരെ പ്ലാനിങ് സ്റ്റേജ് ആണ്. പ്ലാനിങ്ങിന് അവസാനമില്ല. പ്ലാനിങ് എന്ന് പറഞ്ഞ ഒരു കണ്ടിന്യൂസ് ഫേസ് ആണെന്നാണ് പറയുന്നത്. കാരണം നമ്മൾ പ്ലാൻ ചെയ്യും, എക്സിക്യൂട്ട് ചെയ്യും, വീണ്ടും പ്ലാൻ ചെയ്യും, എക്സിക്യൂട്ട് ചെയ്യും. സോ പ്ലാനിങ് എന്ന് പറയുന്നത് ഒരു എന്താ പറയുക, ഇനീഷ്യൽ ഫേസിൽ മാത്രം ചെയ്യുന്ന ഒരു കാര്യമല്ല. എപ്പോഴാണ് ഓഡിറ്റ് റിപ്പോർട്ട് സൈൻ ചെയ്യുന്നത് അപ്പോഴേ പ്ലാനിങ് നിൽക്കുള്ളൂ. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ ഓഡിറ്റ് പ്ലാൻ ചെയ്യുന്ന പ്രയർ ഇയർ ഓഡിറ്റിന്റെ ബിഗിനിങ്ങിലാണ്. അപ്പം ഇയാൾ ഓൾറെഡി അറിയുന്നുണ്ടായിരുന്നു that he is going to be applying for this post in the client company. അങ്ങനെയാണെങ്കിൽ ഇയാൾ അന്ന് തൊട്ട് ചെയ്തിട്ടുള്ള എല്ലാ കാര്യങ്ങളും എങ്ങനെയായിരിക്കും? ക്ലയന്റിന് ഫേവറബിൾ ആയിട്ടുള്ള രീതിയിലായിരിക്കും. പ്ലാനിങ് പ്രോസസ്സിന് അത് മിസ്റ്റേക്സ് ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട്, അവിടെ സെൽഫ് ഇൻട്രസ്റ്റ് ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട്. ശരിയല്ലേ? അപ്പൊ അതിനുവേണ്ടി എടുക്കാൻ പറ്റുന്ന സേഫ് ഗാർഡ് എന്തായിരിക്കും? അല്ല, ഇവര് ആദ്യം പറയണ്ടേ ഇങ്ങനെ ഒരു ഓഫർ കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് നമ്മുടെ സംസാരിക്കണ്ട. ഞാൻ പറഞ്ഞില്ലേ, ഈ ചെങ്ങായിനെ നമ്മൾ ഇനി കൺസിഡർ ചെയ്യുന്നില്ല. പുള്ളിനെ കളഞ്ഞു, പുള്ളി പോട്ടെ. ബോബ് ഹാലനുമായിട്ട് നമുക്കൊരു ബന്ധമില്ല. അതായത് ഒരാൾ നമ്മുടെ കമ്പനിയിൽ നിന്ന് പോകും എന്ന് പറയുമ്പോഴത്തേക്കും നമുക്ക് അയാളെ പിടിച്ചു നിർത്താൻ പറ്റില്ല. അത് വേറെ തന്നെ സൈഡ്, ലീഗൽ സൈഡ്. നമ്മൾ ഇവിടെ നോക്കുന്ന ഓഡിറ്റിനെ അഫക്ട് ചെയ്യുന്ന കാര്യങ്ങൾ മാത്രമാണ് ഇപ്പം. അപ്പോ ഇവിടെ നമുക്ക് പറയാൻ പറ്റുന്ന സേഫ് ഗാർഡ് എന്തായിരിക്കും? ഈ ബോബ് ഹാലൻ ചെയ്ത വർക്കിന്റെ അകത്തല്ലേ മിസ്റ്റേക്ക് ഉണ്ടാവാൻ ചാൻസ് ഉള്ളത്. അപ്പൊ അയാൾ ചെയ്ത വർക്കിന്റെ അകത്ത് മിസ്റ്റേക്ക് ഉണ്ടോന്ന് അറിയാൻ എന്തെടുത്തിട്ടാണ് നോക്കേണ്ടത്? അയാൾ വർക്കല്ലേ നോക്കേണ്ടത്. അപ്പൊ നമ്മൾ എന്താ പറയുന്നത്? എക്സ്റ്റേണൽ റിവ്യൂറെ വെച്ച് നമ്മൾ എന്ത് ചെയ്യണം? ബോബ് ഹാലൻ പെർഫോം ചെയ്തേക്കുന്ന വർക്കുകൾ റിവ്യൂ ചെയ്യണം, വർക്കുകളുടെ ക്വാളിറ്റി ചെക്ക് ചെയ്യണം, എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം എന്ന് പറയാം? റീപെർഫോം ചെയ്യണം ആ ഏരിയസ്. ക്ലിയർ ആയോ? സോ അപ്പൊ ഇത്രയാണ് അവിടെയുള്ള എത്തിക്കൽ ത്രെഡ്സും സേഫ് ഗാർഡും. എഗൈൻ ഐ റിപ്പീറ്റ് ദ സെയിം തിങ്. അത്രയും ഇൻഡയറക്ട്ലി ഫൈനൽ എക്സാമിന് ആലോചിച്ചെത്തണം എന്ന് നിർബന്ധമില്ല. നിങ്ങൾ ഒരിക്കലും നിങ്ങൾ കണ്ടുപിടിക്കുന്ന ആൻസറും ബാക്കിലെ ആൻസറും തമ്മിൽ അതുപോലെ ക്രോസ് ചെക്ക് ചെയ്യരുത്. കാരണം ഞാൻ പറഞ്ഞു, ഞാൻ ഈ വിളിച്ചു പറഞ്ഞിരിക്കുന്ന ഓരോ ആൻസേഴ്സും ഐ ഹാവ് ജസ്റ്റ് ഗോൺ ത്രൂ ദിസ്
particular sentences multiple time. അതുകൊണ്ട് മാത്രമാണ് പെട്ടെന്ന് പറയുന്നത്. മനസ്സിലായോ? And definitely ഇപ്പൊ എനിക്കും പുതിയൊരു ക്വസ്റ്റ്യൻ കിട്ടിക്കഴിഞ്ഞാൽ definitely I will also struggle to find out the points out there. And ഇപ്പം ലിറ്ററലി പറഞ്ഞിട്ടുണ്ടെങ്കിൽ I have started taking these sessions for more than 4 years now. And mostly ഇപ്പം more than 50 batches വരെ ഞാൻ maybe triple എടുത്തിട്ടുണ്ടാവും. കാരണം for each attempt I used to take for around 8 batches അടുത്ത് എനിക്ക് triple തന്നെ ഉണ്ട് in multiple institutes. അപ്പോ ഓട്ടോമാറ്റിക്കലി എന്ത് ചെയ്യുന്നുണ്ടാവും, അത് നോക്കിയിട്ടേ കാര്യം ഉണ്ടാവില്ല. ലൈവും റെക്കോർഡിങ്ങും ഒക്കെ എല്ലാ ദിവസവും എടുക്കുന്നുണ്ടെന്നുണ്ടെങ്കിലും ഒരു പുതിയ ക്വസ്റ്റ്യൻ കിട്ടിയിട്ടുണ്ടെങ്കിൽ ആരും സ്ട്രഗിൾ ചെയ്യും. സോ നിങ്ങൾ ഈ കഴിഞ്ഞ 2 മാസമായിട്ട് പ്രിപ്പയർ ചെയ്ത് പെട്ടെന്ന് ഒരു പോയിന്റ് എടുത്ത് നോക്കിയിട്ട് കിട്ടണമെന്ന് വാശി പിടിച്ചാൽ കിട്ടൂല. ബട്ട് നിങ്ങൾ മാക്സിമം ട്രൈ ചെയ്യുക. ആൻഡ് അൾട്ടിമേറ്റ്ലി ഞാൻ നിങ്ങളുടെ അടുത്ത് എപ്പോഴും പറയാറുള്ള കാര്യമുണ്ട്, ഈ പറയുന്ന എല്ലാ ക്വസ്റ്റ്യൻസും നിങ്ങളിപ്പോ ഇരുന്ന് പഠിക്കുന്ന പോലെ മാത്രം പഠിച്ച് പ്രിപ്പയർ ചെയ്തിട്ട് നേരെ പോയി എക്സാം എഴുതിയ ഒരാള് വന്നിരുന്നിട്ട് ഉണ്ടാക്കിയ ക്വസ്റ്റ്യൻ പേപ്പർ ആൻസർ ഷീറ്റോ അല്ല ഇത്. വർഷങ്ങൾ എടുത്തിട്ട് 10-12 പേരിരുന്ന പാനല് വീണ്ടും റിവ്യൂ ചെയ്ത് ACCയുടെ അപ്രൂവൽ എടുത്ത് അവർ പറ്റൂല എന്ന് പറഞ്ഞ് വീണ്ടും മാറ്റി ഉണ്ടാക്കിയ ക്വസ്റ്റ്യൻ പേപ്പർ ആൻസർ ഷീറ്റ്സ് ആണ്. സോ ആ സെയിം ലെവലിലേക്ക് ഒറ്റയടിക്ക് എത്തണം എന്ന് വെച്ചാൽ നടക്കില്ല. സോ അത് കാരണം കൊണ്ട് മാക്സിമം ക്വസ്റ്റ്യൻസ് വായിച്ചു നോക്കുക, മാക്സിമം ആൻസേഴ്സ് എഴുതി നോക്കുക, അതിനുശേഷം ബാക്ക് ആൻസർ വായിച്ചു നോക്കുക, എന്താണോ ഗ്യാപ്പ് വന്ന് അത് മാക്സിമം ഫില്ലപ്പ് ചെയ്യാൻ നോക്കുക. എഴുതുന്ന ഓരോ കാര്യങ്ങളും പ്രോപ്പർ ഫോർമാറ്റ്സ് വെച്ച് എഴുതുക. ഈ കാര്യങ്ങൾ മാത്രം ശ്രദ്ധിച്ചാൽ മതി. സോ അപ്പൊ അത് കാരണം കൊണ്ട് ഒരിക്കലും ബാക്ക് ആൻസറിന്റെ ലെവലിലേക്ക് നിങ്ങൾ എത്തണമെന്നില്ല. ബാക്ക് ആൻസറിന്റെ ലെവലിലേക്ക് എത്തിക്കാൻ ശ്രമിക്കുക, മാക്സിമം ശ്രമിച്ചാൽ മതി. ഓട്ടോമാറ്റിക്കലി നമുക്ക് എത്രയാണോ അപ്പോൾ എക്സാമിനർക്ക് ആവശ്യമായിട്ടുള്ളത് അത് നമുക്ക് ഡെലിവർ ചെയ്യാൻ പറ്റും. ആൻഡ് മോർ ഓവർ ഞാൻ നിങ്ങളുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്, ടെക്നിക്കൽ ടേംസോ കാര്യങ്ങളോ ഒന്നും നിങ്ങൾ എഴുതിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒരുപാട് മാർക്ക് പോകണമെന്നില്ല. ബട്ട് അൾട്ടിമേറ്റ്ലി നിങ്ങൾ പറയുന്ന കാര്യങ്ങൾ എന്താണോ അത് പ്രോപ്പർലി എക്സാമിനറുടെ അടുത്ത് കൺവേ ചെയ്യാൻ പറ്റിയാൽ മതി. അപ്പൊ നിങ്ങൾ യൂസ് ചെയ്യുന്ന അസംഷൻ എന്താണ്? ഇപ്പൊ നിങ്ങൾ പല അസംഷൻസ് പറഞ്ഞു, ഇവിടെ ഇന്ന ത്രിട്ടുകൾ ഉണ്ടാവുന്നു. ട്രിപ്പിളിൽ ഒരു ഡെഫിനറ്റ് ആൻസർ ഇല്ല, ഒരു ഡെഫിനറ്റ് മാർക്ക് ഇല്ല. ഈ പറയുന്ന ഓരോ കാര്യങ്ങളും നിങ്ങൾ എങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യുന്നുള്ളത് ബേസിസ് ആയിരിക്കും നിങ്ങൾക്ക് മാർക്ക് കിട്ടുന്നുണ്ടാവുക. അപ്പൊ നിങ്ങൾ ഓരോ കാര്യങ്ങളും പ്രോപ്പർലി എക്സ്പ്ലെയിൻ ചെയ്യാൻ നോക്കുക, അത് മാത്രം കൺസിഡർ ചെയ്താൽ മതി. മനസ്സിലായോ സാറേ? പക്ഷേ ഈ എത്തിക്സിന് 8 മാർക്കാണ്, അതാണ് പ്രശ്നം. ഈ എത്തിക്സിന് 8 മാർക്കാണെങ്കിൽ അപ്പൊ ഒരു കാര്യമുണ്ട്, നമ്മൾ ഏതൊക്കെ ത്രെട്ടുകൾ കണ്ടുപിടിച്ചിട്ടുണ്ട്? സെൽഫ് ഇൻട്രസ്റ്റ് 2 ഒക്കേഷൻസിൽ ഉണ്ടായിരുന്നു അല്ലെ. ഇനി ഇന്റിമിഡേഷൻ ത്രെട്ടിന്റെ കാര്യം നമ്മൾ പറഞ്ഞു, ഫെമിലിയാരിറ്റിയുടെ കാര്യം നമ്മൾ പറഞ്ഞു, അതേപോലെ തന്നെ കണ്ടിജന്റ് ഫീസിന്റെ കാര്യം പറഞ്ഞു. 5 പോയിന്റ്സ് ആയി. ആ 5 എത്തിക്കൽ ത്രെഡ്സിന് തന്നെ 5 മാർക്സ് കിട്ടും. പ്ലസ് ഇതിന്റെ ഓരോ സേഫ് ഗാർഡ്സിനും മാർക്ക് കിട്ടും, 1 മാർക്ക് ഈസ്. അപ്പൊ ഇവൻ ഇഫ് നിങ്ങൾ ഈ 5 കണ്ടുപിടിച്ചില്ലെങ്കിലും 4 എത്തിക്കൽ ത്രെഡ്സും ഐഡന്റിഫൈ ചെയ്ത് എക്സ്പ്ലെയിൻ ചെയ്ത് അതിന്റെ സേഫ് ഗാർഡ്സ് എഴുതി കഴിഞ്ഞാൽ കിട്ടുന്നതാണ് ഈ 8 മാർക്ക്. മനസ്സിലായോ? ഒരു പോയിന്റ് ഐഡന്റിഫൈ ചെയ്ത് എക്സ്പ്ലെയിൻ ചെയ്യുന്നതിനാണ് 1 മാർക്ക്, ഒരു സേഫ് ഗാർഡിനാണ് 1 മാർക്ക്. അങ്ങനെയാണ് 8 മാർക്ക്. അപ്പൊ നമ്മൾ ആസ് ഇൻ 8 മാർക്കിന്റെ വ്യൂ എന്തോ എഴുതണമല്ലോ എന്ന് വിചാരിക്കും, കുറെ ഉണ്ടാവും. പക്ഷെ ലിറ്ററലി 4 എത്തിക്കൽ ത്രെഡ്സ് ഐഡന്റിഫൈ ചെയ്ത് എക്സ്പ്ലെയിൻ ചെയ്യുക, സേഫ് ഗാർഡ്സ് എഴുതുക, കഴിഞ്ഞു. ആ ഒരു ബേസിസിൽ ആലോചിച്ചാൽ മതി. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, നിങ്ങൾ ആൻസറിന്റെ വലിപ്പം നോക്കണ്ട, നിങ്ങൾ എപ്പോഴും ആ ഫോർമാറ്റ് ഫോളോ ചെയ്യാൻ നോക്കിയാൽ മതി. ഓട്ടോമാറ്റിക്കലി ആവശ്യമുള്ള വലിപ്പം വന്നോളൂ. മനസ്സിലായോ? ഓക്കെ. സോ അപ്പൊ ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആണ് എല്ലാവർക്കും? നമ്മളിപ്പോ ലാസ്റ്റ് പറഞ്ഞോടത്ത് 5 ത്രെട്ട് ഉണ്ട് പറഞ്ഞില്ലേ? ഒന്ന് ഇന്റിമിഡേഷൻ, ഫെമിലിയാരിറ്റി, കണ്ടിജൻസി, പിന്നെ വേറെ 2 ഏതൊക്കെയായിരുന്നു? സെൽഫ് ഇൻട്രസ്റ്റ്, പിന്നെ ഫെമിലിയാരിറ്റി. അല്ല സാറേ, പക്ഷെ അത് വളരെ സ്ട്രെച്ച്ഡ് ആവുമതേ, അതാ പ്രശ്നം. ഏതാണ്? പക്ഷെ അങ്ങനത്തെ സിറ്റുവേഷൻ വളരെ സ്ട്രെച്ച്ഡ് ആയ പോലെ ആവുന്നത്. കാരണം ഇപ്പൊ ഞങ്ങൾ എഴുതുമ്പോ ഇന്റിമിഡേഷനും ഈ ലൈക്ക് അതും സെൽഫ് ഇൻട്രസ്റ്റും ഏകദേശം സെയിം ആൻസേഴ്സ് ആ വരും. ലൈക്ക് എഴുതണത് എക്സ്പ്ലനേഷൻ സെയിം ആ വരിക. അല്ല, എക്സ്പ്ലനേഷൻ ഇസ് ഡിഫറെന്റ്. ഇപ്പം നമ്മള് ഫെമിലിയാരിറ്റി ഇന്റിമിഡേഷൻ പറഞ്ഞില്ലേ? ഫെമിലിയാരിറ്റി ത്രെട്ട് ഉണ്ടായതിന്റെ എക്സ്പ്ലനേഷൻ എന്തായിരുന്നു? ഫെമിലിയാരിറ്റി ത്രെട്ട് ഉണ്ടാവാനുള്ള റീസൺ നമ്മളും ക്ലയന്റ് കമ്പനിയും തമ്മിലുള്ള പരിചയം കാരണം കൊണ്ടാണ് അല്ലെ. അതായത് ക്ലയന്റ് കമ്പനിയിലേക്ക് ഈ ഓഡിറ്റർ പോയി കഴിയുമ്പോഴത്തേനും ആ ക്ലയന്റ് കമ്പനിയിലെ റെപ്രസെന്റേറ്റീവ് ആയിട്ടുള്ള ആ ഓഡിറ്റ് മാനേജറും നമ്മുടെ ടീം മെമ്പേഴ്സും തമ്മിലുള്ള പരിചയം കാരണം കൊണ്ടാണ് നമ്മൾ അവിടെ പറയുന്ന എക്സ്പ്ലനേഷൻ. ഇന്റിമിഡേഷനിലേക്ക് പോയിക്കുമ്പോൾ എന്റെ കളി മാറിയില്ല. കാരണം എന്താ? ഇന്റിമിഡേഷൻ പറയുന്നത് എന്താ? ആ ഓഡിറ്റ് മാനേജർ എന്ന് പറയുന്ന ആൾ ഇത്രയും നാൾ ഇവിടെ വർക്ക് ചെയ്തുകൊണ്ടിരുന്ന ആളാണ്. അയാൾ അവിടെ പോയി കഴിയുമ്പോഴത്തേനും ഓട്ടോമാറ്റിക്കലി നമ്മുടെ സ്റ്റാഫ് മെമ്പേഴ്സിന് അയാളുടെ മേലെ പേടി ഉണ്ടാവും. ആദ്യം നമ്മൾ പറഞ്ഞ പരിചയത്തിനെ കുറിച്ച്, രണ്ടാമത് പറയുന്ന പേടിയെ കുറിച്ചാണ്. സോ ഓട്ടോമാറ്റിക്കലി അയാൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമ്മുടെ ടീം മെമ്പേഴ്സിനെ അൺഡ്യൂലി ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റും ഓൺ ദി ബേസിസ് ഓഫ് ദി പവർ ദാറ്റ് ദേ ഓൾറെഡി ഹാവ് വൈൽ വർക്കിംഗ് ഇൻ ദ ഓഡിറ്റ് ഫേം. അപ്പോൾ അവിടെ ഇന്റിമിഡേഷൻ ത്രെട്ട് ഉണ്ടാവും. അതാണ് നമ്മൾ പറയുന്നത്. മനസ്സിലായോ? ഓക്കെ. സോ കാണുമ്പോൾ ഒരുപോലെ ആണെങ്കിലും there is slight difference. അപ്പം അതാണ് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. ആൻഡ് ഓവർ എക്സ്പ്ലനേഷൻ വേണ്ട. നമുക്ക് എന്താണോ എക്സ്പ്ലെയിൻ ചെയ്യാനുള്ളത് അത് മാത്രം എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുത്താൽ മതി. മനസ്സിലായോ? സോ അപ്പം നമ്മൾ ഇന്ന് ചെയ്തത് എന്തൊക്കെയാ? We have just gone through the area of business risk, then additional information ഉണ്ട്, അതേപോലെ തന്നെ ethics പഠിച്ചു, and we have done a question on the risk of material misstatement,
ബിസിനസ് റിസ്ക് ആൻഡ് ഏരിയ ഓഫ് എത്തിക്സ്. അപ്പൊ ഇത്രയും കാര്യങ്ങൾ എല്ലാവരും ഇന്ന് തന്നെ എഴുതി നോക്കണം കേട്ടോ. ആൻഡ് അറ്റ് ദ സെയിം ടൈം പ്ലീസ് ഡു റിവൈസ് അതർ ഏരിയസ് ലൈക്ക് ദി ഏരിയ ഓഫ് എത്തിക്സ്. എത്തിക്സിന്റെ നോട്ട്സ് എല്ലാവരും ഒന്ന് വായിച്ചു നോക്കുക. അതേപോലെ തന്നെ ബിസിനസ് റിസ്കിന്റെ ഏരിയാസ് വായിച്ചു നോക്കുക. ആൻഡ് ലാസ്റ്റ് ഡേ നമ്മൾ പഠിച്ച ബിസിനസ് റിസ്ക് അല്ല, റിസ്ക് ഓഫ് മെറ്റീരിയൽ മിസ്സ്റ്റേറ്റ്മെന്റ്, ഗ്രൂപ്പ് ബേസ്ഡ് സിനാരിയോ ആൻഡ് ജനറൽ സിനാരിയോസ് അതും വായിച്ചു നോക്കുക. ആൻഡ് വി വിൽ ഫോക്കസ് ഓൺ ദ അതർ ഏരിയാസ് ടുമോറോ. ഓക്കെ സാറേ, യാ, അതേപോലെ ഈ ആൻസറിംഗ് പാറ്റേൺ നമ്മളിപ്പോ യൂഷ്വലി 50 മാർക്സ് ബ്രീഫിംഗ് നോട്ട്സ് തന്നെ ഉണ്ടാവാറുള്ളത്. അതെ അതെ. അപ്പോ അതിന് ഫോമാറ്റ് നമ്മൾ SBL ത്തൊക്കെ മാറ്റി ചെയ്യണോ? എന്ത് മാറ്റി ചെയ്യണമെന്ന്? SBL ലൊക്കെ ഉള്ള പോലെ ഫോമാറ്റ്സ് ഒക്കെ നമ്മൾ ചെയ്യണോന്ന്, ലൈക്ക് ഫോമാറ്റ്സ് വെച്ചിട്ട് ചെയ്യണോ? നമ്മൾ ഇന്നലെ എക്സ്പ്ലെയിൻ ചെയ്തില്ലായിരുന്നോ? അതായത് ബ്രീഫിംഗ് നോട്ട് എഴുതുന്ന സമയത്ത് ഫ്രം ഇൻട്രൊഡക്ഷൻ, പാരഗ്രാഫ്, കൺക്ലൂഷൻ, ബാക്കിയെല്ലാം അകത്ത് വരുന്ന സാധനം സെയിം തന്നെ. ഒരിക്കലും അങ്ങോട്ട് ഇങ്ങോട്ട് മാറ്റി അങ്ങനെ വല്ല അതിനും പ്രശ്നമില്ല. ഓക്കെ, ഇന്നലെ എക്സ്പ്ലെയിൻ ചെയ്ത സെയിം കാര്യം തന്നെ കേട്ടോ. ഫൈൻ. സോ അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ഇന്ന് പഠിക്കാനായിട്ടുള്ളത്. ബാക്കി നമുക്ക് നാളെ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, ഓക്കെ സർ, താങ്ക് യു സോ മച്ച്. ബൈ. താങ്ക് യു സർ.